السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിക്കണേ എന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിക്ക് മാർഗദർശനമായി അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനും അതിൻ്റെ വിശദീകരണമായ പ്രവാചക അധ്യാപനങ്ങളും 1400 വർഷങ്ങളായി തലമുറകൾ കൈമാറി ഏതാണ്ട് 40-45 തലമുറകൾ പിന്നിട്ടാണ് നമ്മിലേക്ക് ഈ ആദർശം എത്തിയിരിക്കുന്നത്. കടന്നു വന്ന വഴികളിൽ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് തനതായ ഇസ്ലാം ഇന്നും ലോകത്ത് നിലനിൽക്കുന്നത്. അകത്തുനിന്നും പുറത്തുനിന്നും ഇസ്ലാമിനെ ഇല്ലാതാക്കാനുള്ള വ്യത്യസ്തങ്ങളായ അതിശക്തമായ പരിശ്രമങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. സ്വഹാബിമാരെ ഒന്നടങ്കം ആക്ഷേപിച്ച് ഇസ്ലാമിന്റെ ശരിയായ പൈതൃകത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഷിയാക്കളും ഖവാരിജുകളും ലോകത്ത് കടന്നു വന്നു. ഹദീസുകളെ അതിൻ്റെ മഹത്വം ഇല്ലാതാക്കാൻ ശ്രമിച്ച മുഅ്തസിലിയാക്കൾ ലോകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൃഷ്ടികളോട് ഉപമിക്കുകയും അല്ലാഹുവിൻ്റെ വിശേഷണങ്ങളെ സൃഷ്ടിയുടെ വിശേഷണങ്ങളായി കാണുകയും ചെയ്ത മുജസ്സിമുകൾ, മുശബ്ബിഹുകൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ മുഴുവൻ വിശേഷങ്ങളെയും നിഷേധിച്ച, അല്ലെങ്കിൽ ഭാഗികമായി നിഷേധിച്ച റഹ്മാനായ റബ്ബിൻ്റെ പല നാമഗുണവിശേഷണങ്ങളെയും തങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി മാത്രം അതിനെ വ്യാഖ്യാനിച്ചു മനസ്സിലാക്കിയ മുഅത്തലീങ്ങൾ, ജബരികൾ, ജഹ്മികൾ, ജഅദികൾ എല്ലാം ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈമാൻ കാര്യങ്ങളിൽപ്പെട്ട ഓരോന്നിലും വ്യതിയാനങ്ങൾ സംഭവിച്ചവർ ലോകത്ത് ധാരാളമായി ഉണ്ടായിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ ഖദാ ഖദർ, അവൻ്റെ വിധി തീരുമാനങ്ങൾ, നിർണയങ്ങൾ അവ ചോദ്യം ചെയ്തുകൊണ്ട് അതൊന്നും ഇല്ലെന്ന് പറഞ്ഞ് നിഷേധിച്ചു തള്ളിയ ഖദരിയാക്കളും ലോകത്ത് പ്രവർത്തിച്ചവർ തന്നെയാണ്. ധാരാളമായ പണ്ഡിതന്മാർ ഈ ഇത്തരം വ്യതിയാനങ്ങൾക്ക് മുമ്പിൽ നിന്ന് അവരുടെ പ്രബോധന കാരണങ്ങളാൽ വധിക്കപ്പെട്ടു പോയവരുണ്ട്. ജീവിതത്തിൽ ധാരാളമായ വർഷങ്ങൾ ജയിലിൽ കിടന്നവരുണ്ട്. അവർ എഴുതിയ ഗ്രന്ഥങ്ങളെ ചുട്ടരിച്ച് കളഞ്ഞ ചരിത്രമുണ്ട്. നമുക്കിന്ന് അതുമാത്രം പഠനവിധേയമാക്കുന്ന ഗ്രന്ഥങ്ങൾ പോലും കാണാം. ലോക ചരിത്രത്തിൽ ഏതെല്ലാം പണ്ഡിതന്മാരുടെ കിതാബുകളെയാണ് കത്തിച്ചു കളഞ്ഞത്, അതല്ലെങ്കിൽ കുഴികുത്തി കുഴിച്ചു മൂടിയത്, അതുമല്ലെങ്കിൽ നാട്ടിൽ നിന്ന് നാമാവശേഷമാക്കാൻ വ്യത്യസ്തങ്ങളായ വഴികൾ സ്വീകരിക്കപ്പെട്ടത് എന്ന പേരിൽ പഠന ഗ്രന്ഥങ്ങൾ നമുക്കിന്ന് ലഭ്യമാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ജീവിതത്തിൽ നല്ലൊരു കാലം ജയിലിൽ കിടക്കുകയും അവസാനം ജയിലിൽ വെച്ച് മരണപ്പെടുകയും ചെയ്ത മഹാനായ അഹ്ലുസുന്നയുടെ നേതാക്കളിൽ ഒരാളാണ്. ഇമാം മാലിക്കും ഇമാം ഷാഫിഈയും ഇമാം അബൂ ഹനീഫ, ഇമാം അഹ്മദുമെല്ലാം ആ രംഗത്ത് ശക്തമായ പീഡനങ്ങൾക്ക് വിധേയരായവരാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാ മുബ്തദിഅ ആണ് എന്നും
കാഫിറാണ് എന്നും വരെ അദ്ദേഹത്തെ കുറിച്ച് പണ്ഡിതന്മാർ എന്ന് പറയപ്പെടുന്നവർ ആ കാലഘട്ടങ്ങളിൽ ഫത്വ നൽകുകയും ഓരോ നാട്ടിലും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളെ ദർസുകളെ നിരോധിക്കുകയും നാടുകളിലേക്ക് അദ്ദേഹം മാറി മാറി സഞ്ചരിക്കേണ്ടി വരികയും അവസാനം അല്ലാഹുവിൻ്റെ ഈ ഭൂമി വിശാലമാണെങ്കിലും ആ വിശാലത എനിക്ക് അനുഭവപ്പെടുന്നില്ല റബ്ബേ, അതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ നീ തീരുമാനമെടുക്കണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന കഴിഞ്ഞൊരു മാസം കഴിയുമ്പോഴേക്ക് ഇമാം ബുഖാരി വഫാത്താവുകയും ചെയ്തുവെന്ന് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നു. ഇമാം അഹ്മദ് 2.5 കൊല്ലമാണ് ജയിലിൽ കിടന്നത്. 70-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. 70-ാം വയസ്സ് അറസ്റ്റ് ചെയ്യപ്പെട്ട് 2.5 കൊല്ലം ജയിലിൽ കിടന്ന് അവസാനം ആ ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 2 കാലിലും വലിയ ഭാരമേറിയ ചങ്ങല കൊണ്ട് ബന്ധിച്ച് ആ ചങ്ങലകൾ കൈകളിലേക്ക് കൂട്ടിക്കെട്ടി ആ ചങ്ങലയും വലിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ വെള്ളിയാഴ്ച ജുമുഅക്ക് പള്ളിയുടെ മുമ്പിൽ കൊണ്ടുവരികയും ജുമുഅക്ക് ശേഷം പള്ളിയുടെ മുമ്പിൽ വെച്ച് പരസ്യമായി വിചാരണ ചെയ്യുകയും ചാട്ടവാറ് കൊണ്ട് വലത്തും ഇടത്തും ഓരോരുത്തർ നിർത്തി അവര് മാറി മാറി അദ്ദേഹത്തെ ചാട്ടവാറ് കൊണ്ട് അടിക്കുകയും അവസാനം അടികൊണ്ട് ബോധരഹിതനായി അദ്ദേഹം വീഴുകയും ചെയ്തത് ചരിത്രത്തിൽ രേഖപ്പെട്ട കാര്യമാണ്. ഇബ്നു കസീർ റഹിമഹുള്ളയുടെ അൽ ബിദായത്തു വന്നിഹായ എന്ന വിശ്വപ്രസിദ്ധ ചരിത്ര ഗ്രന്ഥത്തിൽ വളരെ വിശദമായി ഇമാം അഹ്മദ് അനുഭവിച്ച പ്രയാസങ്ങളെ, ത്യാഗങ്ങളെ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ശരീരത്തിന്റെ പല ഭാഗത്തും മാംസങ്ങൾ തൂങ്ങിക്കിടന്ന് അവസാനം പല ഭാഗത്തുമുള്ള മാംസങ്ങളെ മുറിച്ചു മാറ്റേണ്ടി വന്ന് 6 മാസക്കാലം ചികിത്സ ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് മര്യാദക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധിച്ചത് എന്നാണ് അദ്ദേഹത്തിന്റെ മകൻ തന്നെ പറഞ്ഞത്, ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായ ഘട്ടങ്ങളെ കടന്നിട്ടാണ് നമ്മിലേക്ക് ഈ ദീന് എത്തിയിരിക്കുന്നത്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാകുന്ന അടിസ്ഥാന പ്രമാണങ്ങളായി സ്വീകരിക്കുകയും അതുപ്രകാരം ജീവിക്കുകയും അത് പ്രബോധനം ചെയ്യുകയും ഇങ്ങനെ പരസ്യമായി സ്റ്റേജ് കെട്ടി നാട്ടിന്റെ ഏതു ഭാഗത്തും ആളുകൾക്ക് വളരെ സമാധാനത്തോടെ ദീനു പറയാൻ ഇന്ന് നമുക്ക് സാഹചര്യവും സംവിധാനവും ഉണ്ടെങ്കിൽ അതിന് ആയിരക്കണക്കായ പണ്ഡിതന്മാരുടെ വിയർപ്പുകളുടെ അനന്തര ഫലമാണ്, അധ്വാനത്തിന്റെ ത്യാഗങ്ങളുടെ ഒരു വലിയ ചരിത്രം തന്നെ അതിന് പിറകിലുണ്ട് എന്നുള്ളത് നമ്മൾ വിസ്മരിക്കാതിരിക്കുക. അതെല്ലാം കടന്നാണ് 114 കഴിഞ്ഞ് 40 45 തലമുറകൾ പിന്നിട്ട് ഇന്ന് നമ്മുടെ കൈകളിലേക്ക് ഈ ദീന് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ദീനിനെ ശരിയായ രൂപത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പരിശ്രമിക്കുകയും ജീവിതത്തിൽ പാലിക്കുകയും ശേഷം വരുന്ന തലമുറക്ക് ഈ ദീന് കലർപ്പില്ലാതെ കൈമാറിക്കൊടുക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ബാധ്യതയാണ് എന്ന് നാം തിരിച്ചറിയുക. ലോകത്ത് ഖദരികൾ രംഗത്ത് വരുമ്പോൾ, അതുപോലെ ഷിയാക്കൾ രംഗത്ത് വരുമ്പോൾ, ഖവാരിജികൾ രംഗത്ത് വരുമ്പോഴൊക്കെ സ്വഹാബിമാർ ജീവിച്ചിരിപ്പുണ്ട്, അവർ മരിച്ചു തീർന്നിട്ടില്ല. സ്വഹാബിമാർ ജീവിച്ചിരിപ്പുള്ള കാലഘട്ടത്തിലാണ് ഈ 3 സംഘങ്ങളും ഉടലെടുത്തത്. അന്ന് ഖവാരിജികളുമായി പരസ്യമായി വാദപ്രതിവാദം നടത്തിയ ആളായിരുന്നു സ്വഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. ആയിരക്കണക്കായ ഖവാരിജികളെ സാക്ഷിയാക്കി അവരെ മുമ്പിൽ വെച്ച് അവരുടെ നേതാക്കന്മാരുമായി പണ്ഡിതന്മാരുമായി പരസ്യമായി സംവദിക്കുകയും ആ സംവാദം കഴിയുമ്പോൾ 20,000 ഖവാരിജികളാണ് തങ്ങളുടെ അബദ്ധം മനസ്സിലാക്കി അവർ തൗബ ചെയ്ത് ശരിയായ വിശ്വാസത്തിലേക്ക് മടങ്ങിയതായി ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഉമ്മത്തിലെ ആദ്യത്തെ സംവാദം, ആദ്യത്തെ വാദപ്രതിവാദം ഖവാരിജുമായിട്ടായിരുന്നു. ഇനി ഹുക്മു ഇല്ലാ ലില്ലാഹ്, ഹാക്കിമിയത്ത് വാദം, അല്ലാഹു തആലക്കല്ലാതെ വിധി പറയാൻ അവകാശമില്ല എന്ന ഇസ്ലാം പരിചയപ്പെടുത്തിയ ഖുർആൻ പറഞ്ഞ ഒരു ആശയത്തെ തെറ്റായി മനസ്സിലാക്കുകയും ആ തെറ്റായ ആശയപ്രകാരം സ്വഹാബിമാര് പോലും കാഫിറാണ് എന്ന് മുദ്രകുത്തുകയും ചെയ്ത ഖവാരിജുകളുമായിട്ടാണ് ഈ ഉമ്മത്തിലെ 1ാമത്തെ സംവാദം ഉണ്ടായത്. ശേഷം അബൂ ഹനീഫ റഹിമഹുല്ല സംവാദം നടത്തിയിട്ടുണ്ട്. ഇമാം ഷാഫി റഹിമഹുല്ല സംവാദം നടത്തിയിട്ടുണ്ട്. ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ല രാജാവ് മധ്യസ്ഥനായിരുന്നുകൊണ്ട് രാജാവിനെ മുമ്പിൽ വെച്ച് അന്നത്തെ മുഅ്തസിലിയാക്കളുടെ ഹദീസ് നിഷേധികളുടെ നേതാവുമായി
ഇബ്നു അബീ ദുവാദുമായി രാജാവിന്റെ മുമ്പിൽ വെച്ച് പരസ്യമായി ഇമാം അഹ്മദ് സംവാദം നടത്തിയിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്തരായ പണ്ഡിതന്മാർ, പ്രബോധകന്മാർ ഇത്തരം സേവനങ്ങൾ ചെയ്തതായി കാണാൻ നമുക്ക് സാധിക്കുന്നു. അതൊന്നും കേവലം ഒരു ലക്ഷ്യമില്ലാത്ത, അതിന് മറ്റു താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും പരിശ്രമങ്ങളായിരുന്നില്ല. നേരെ മറിച്ച് ദീനിനു വേണ്ടി താൻ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ ബാധ്യത നിർവഹണം തന്നെയായിരുന്നു അവരൊക്കെ നിർവഹിച്ചത്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ കാലത്തേക്ക്, ഈ തലമുറയിലേക്ക് ഈ ദീനിനെ ശരിയാവണ്ണം എത്തിയത് എന്നുള്ളത് വിസ്മരിക്കാതിരിക്കുക. വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ആരെങ്കിലും ഒരാൾ തെറ്റി ഓതിയാൽ, അല്ല ഒരക്ഷരം തെറ്റിയാൽ, അതുമല്ല ഒരു ഹർക്കത്ത്, ഒരു ഫതഹോ കസ്റോ തെറ്റിയാൽ അങ്ങനെ അല്ലെന്ന് പറയാൻ ഇന്ന് നമ്മുടെ കയ്യിൽ സംവിധാനമുണ്ട് എങ്കിൽ, അല്ലാഹുവിന്റെ റസൂലിന് ഇറങ്ങിയ അതേ രീതിയിൽ ഖുർആൻ ഇപ്പോഴും നിലനിൽക്കുന്നുവെങ്കിൽ, നബി തങ്ങൾ ഓതിയതുപോലെ ഓതാൻ ഇന്നും സംവിധാനമുണ്ട് എങ്കിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ലോകവ്യാപകമായി ഇജാസകൾ ഇന്നുമുണ്ട്. ഹറമൈനിയിൽ, അതേപോലെ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ, നമ്മുടെ നാട്ടിൽ എല്ലാം ആ സംവിധാനം ഇന്നുമുണ്ട് എങ്കിൽ, ഒരാൾ ആയത്തോതിയാൽ നബി തങ്ങൾ ഓതിയത് അങ്ങനെയാണോ, ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുത്തത് അങ്ങനെയാണോ, നബിയുടെ സ്വഹാബത്ത് ഓതിയത് അങ്ങനെ തന്നെയാണോ എന്ന് നബിയിൽ നിന്ന് കേട്ടുപഠിച്ച, സ്വഹാബത്തിൽ നിന്ന് കൈമാറി കിട്ടിയ താബിഴികൾ, അവിടെ നിന്ന് കൈമാറി കിട്ടിയ താബിഴികൾ, അങ്ങനെ കൈമാറി ഇന്നും സനദോടുകൂടി, ഔദ്യോഗികമായ അനുമതിയോടുകൂടി, ഇജാസത്തോടുകൂടി ഖുർആൻ പാരായണം ചെയ്യുന്ന, അത് പഠിപ്പിക്കുന്ന ധാരാളം പണ്ഡിതന്മാർ ഇന്നും ലോകത്ത് ജീവിച്ചിരിപ്പുള്ളത് ഒരു വലിയ ത്യാഗ പരിശ്രമത്തിന്റെ ബാക്കി പത്രമാണ്. ഒരു ഹദീസ് കേട്ടാൽ ആ ഹദീസ് നബി തങ്ങൾ പറഞ്ഞതാണോ അല്ലേ എന്ന് കൃത്യമായി പരിശോധിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഇന്നുമുണ്ട്. ഇത്രയേറെ ഫിത്നയും ഫസാദും വ്യാപകമായിട്ട് കൂടി ആ സംവിധാനം ഇവിടെ ഇല്ലാതായി പോയിട്ടില്ല. ഒരു ഹദീസ് പറഞ്ഞാൽ സ്വഹീഹാണോ അല്ലേ എന്ന് പറയാൻ, അതിന്റെ സനദ് പരിശോധിക്കാൻ, അതിന്റെ ആശയം പരിശോധിക്കാൻ, ആ ഹദീസിന് പറഞ്ഞതിന്റെ വിശദീകരണം എന്താണ് എന്ന് പണ്ഡിതന്മാർ എന്താണ്, എങ്ങനെയാണ് വിശദീകരിച്ചത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ, ആ ഹദീസിനെതിരെ ഒരു വിമർശനം പറഞ്ഞാൽ ആ വിമർശനത്തിന്റെ വസ്തുത എന്താണ്, അതിന് പറയാവുന്ന മറുപടി എന്താണ് എന്ന് കൃത്യമായി ഇന്നും മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. ഓരോ ഗ്രന്ഥങ്ങളും അതേപോലെ സംരക്ഷിക്കപ്പെട്ടു പോരുന്നു. ഇമാം ഷാഫി റഹിമഹുല്ലാ 1200 കൊല്ലങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ജീവിച്ചത്. ഹിജ്റ 204 ഇമാം ഷാഫി വഫാത്താകുന്നത്. അഥവാ 1250ഓളം കൊല്ലങ്ങളായി ഇമാം ഷാഫി റഹിമഹുല്ലാ വഫാത്തായിട്ട് അദ്ദേഹം അന്ന് എഴുതി വെച്ച കിതാബുകൾ 12ാം നൂറ്റാണ്ട് ഇപ്പുറത്തും അതേപടി ഇന്നും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മതവിദ്യാർത്ഥികൾ ഇമാം ഷാഫിയുടെ കിതാബ് കൈകാര്യം ചെയ്യാത്ത, അത് വായിക്കാത്ത, അത് പഠിക്കാത്ത, അത് പഠിപ്പിക്കാത്ത ദിവസമില്ല ലോകത്ത് എന്ന് വേണമെങ്കിൽ പറയാം. ജാമിഅത്തുൽ ഹിന്ദിൽ ഇന്നും ഇമാം ഷാഫിയുടെ കിതാബ് റിസാലയിലെ ഒരു ഭാഗം പഠിപ്പിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അൽഹംദുലില്ലാ. അതേപോലെ ഓരോ പണ്ഡിതന്മാരും അന്ന് ജീവിച്ച ഇമാം മാലിക് ആണെങ്കിലും, ഇമാം അഹ്മദ് ആണെങ്കിലും, ഇമാം ബുഖാരി ആണെങ്കിലും, ഇമാം മുസ്ലിം ആണെങ്കിലും, അത്തരം പണ്ഡിതന്മാരൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രേഖപ്പെടുത്തി വെച്ച അവർ ചെയ്ത സേവനങ്ങളെ ഇന്നും അതേപോലെ മുസ്ലിം ഉമ്മത്ത് കാത്തു സൂക്ഷിക്കുകയും അത് പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള സംവിധാനങ്ങൾ ഈ നാട്ടിൽ നിലയ്ക്കുകയും ചെയ്തുവെങ്കിൽ അതൊന്നും യാദൃച്ഛികമല്ല. അല്ലാഹു തആല പറഞ്ഞൊരു വാഗ്ദാനമുണ്ട്, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. തീർച്ചയായും വിശുദ്ധ ഖുർആനാകുന്ന ഈ ഉത്ബോധനത്തെ നാമാണ് അവതരിപ്പിച്ചത്, നാം അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ്. ഖുർആൻ സംരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ അത് ടെക്സ്റ്റ് മാത്രം ബാക്കിയാകുമെന്നല്ല, കേവലം മുസ്ഹഫിന്റെ കോപ്പികൾ ലോകത്ത് ബാക്കിയാകുമെന്നല്ല. നേരെ മറിച്ച് വിശുദ്ധ ഖുർആന്റെ ആശയം, അധ്യാപനങ്ങൾ, അത് പഠിപ്പിക്കുന്ന വിശ്വാസം എല്ലാം അതേപടി സംരക്ഷിക്കപ്പെടും. അതെ, വലൗ കരിഹൽ മുശ്രികൂൻ വലൗ കരിഹൽ കാഫിറൂൻ എന്നൊക്കെ അല്ലാഹു തആല പറഞ്ഞുവല്ലോ. ബഹുദൈവാരാധകന്മാർ, ദൈവനിഷേധികൾ ആരൊക്കെ വെറുത്താലും ശരി, അല്ലാഹു തആല വല്ലാഹു മുതിമ്മു നൂരിഹി, അവന്റെ പ്രകാശത്തെ, ദീനാകുന്ന ഈ വെളിച്ചത്തെ അല്ലാഹു തആല പൂർത്തിയാക്കുക തന്നെ ചെയ്യുമെന്നുള്ള പറഞ്ഞുവെങ്കിൽ ആ പൂർത്തീകരണത്തിന്റെ, ആ ഒരു സംരക്ഷണത്തിന്റെ ഭാഗം തന്നെയാണ് ഈ പറയപ്പെട്ട സേവനങ്ങളെല്ലാം ലോകത്ത് ബാക്കിയായത്. ഈ പറയപ്പെട്ട പണ്ഡിതന്മാരെല്ലാം ലോകത്ത് ജീവിച്ചത്, ഈ പറയപ്പെട്ട ഒട്ടനവധി സംവിധാനങ്ങൾ, ഒരുപാട് സേവനങ്ങൾ ലോകത്തുണ്ടായത് ആ സംരക്ഷണത്തിന്റെ ഭാഗം തന്നെയാണ്. അങ്ങനെ കൈമാറി കിട്ടിയ കറകളഞ്ഞൊരു വിശ്വാസം
ഇന്നും നമുക്ക് പഠിക്കാനും പഠിപ്പിക്കാനും കൃത്യമായി അതിനെ വേർതിരിച്ച് മനസ്സിലാക്കാനും ചെറിയ കളങ്കം പോലും ഏൽക്കാതെ നബിതങ്ങൾ അന്ന് പഠിപ്പിച്ച അതേ രീതിയിൽ ഇന്നും അത് കൃത്യമായി നമുക്കറിയാനും പഠിക്കാനുമുള്ള സംവിധാനം ഉണ്ടായിട്ട് കൂടി അതേക്കുറിച്ച് ആലോചിക്കാതെ അതേക്കുറിച്ച് ചിന്തിക്കാതെ നമ്മളെങ്ങനെ കേട്ടത് പാതി കേൾക്കാത്തത് പാതി താവഴിയായി പാരമ്പര്യമായി കൈമാറി കിട്ടിയ വഴിയെ മാത്രം സ്വീകരിച്ചുകൊണ്ട് പോകേണ്ടവരല്ല എന്നാണ് എന്നെയും നിങ്ങളെയും ഒക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്. എന്താണ് എൻ്റെ അഖീദ, എന്താണ് എൻ്റെ വിശ്വാസം, ഞാൻ എന്താണ് വിശ്വസിക്കേണ്ടത്? ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, ഈമാൻ ഉൾക്കൊണ്ടവർ, സൽക്കർമ്മങ്ങൾ ചെയ്തവർ. എത്ര പ്രാവശ്യമാണ് നമ്മളൊക്കെ ആയത്ത് കേൾക്കുന്നത്? വിശുദ്ധ ഖുർആനിൽ എത്ര തവണയാണ് ഈമാനും അമലു സ്വാലിഹാത്തും പരാമർശിച്ചത്? നമ്മളൊക്കെ ഓതിപ്പോകുന്നു, നമ്മളൊക്കെ കേൾക്കുന്നു. അതൊക്കെ ഓതിപ്പോകുമ്പോഴും എന്താണ് ഈമാൻ? ഇന്നല്ലദീന ആമനു എന്ന് പറയുമ്പോൾ തീർച്ചയായും വിശ്വസിച്ചവർ എന്ന് പറയുമ്പോൾ എന്താണ് വിശ്വസിക്കേണ്ടത്, എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? വഅമിലുസ് സ്വാലിഹാത്ത്, സ്വാലിഹായ അമലുകൾ ചെയ്തവർ. എന്താണ് സ്വാലിഹായ അമല്? എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ചെയ്യുന്ന അമലുകൾ സ്വാലിഹായ അമലുകളാണോ? എൻ്റെ വിശ്വാസം അന്ന് പറഞ്ഞ ഇന്നല്ലദീന ആമനു എന്ന് പറഞ്ഞ ആ ഈമാൻ തന്നെയാണോ? നബി തങ്ങളെ പഠിപ്പിച്ച വിശ്വാസം തന്നെയാണോ? ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നബി തങ്ങളെ വന്നു കണ്ട് ചൊല്ലി പഠിപ്പിച്ചു കൊടുത്ത, സംശയങ്ങൾക്ക് മറുപടി നൽകിയ, കൃത്യമായി പരിചയപ്പെടുത്തിയ അതേ വിശ്വാസമാണോ എൻ്റെ വിശ്വാസം? നബിതങ്ങൾ അന്ന് നിസ്കരിച്ച അതേ നിസ്കാരമാണോ എൻ്റെ നിസ്കാരം? നബിതങ്ങൾ നോറ്റതേ നോമ്പാണോ ഞാൻ നോൽക്കുന്ന നോമ്പ്? നബിതങ്ങൾ പാരായണം ചെയ്ത അതേ പാരായണമാണോ വിശുദ്ധ ഖുർആൻ ഞാൻ പാരായണം ചെയ്യുന്നത്? ഓരോന്നും പഠിക്കാൻ, അന്വേഷിക്കാൻ സഹോദരങ്ങളെ നമുക്ക് ബാധ്യതയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരം പഠിപ്പിച്ചത് മിമ്പറിൽ കയറി ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് എന്ന് ഹദീസിൽ കാണാൻ കഴിയും. മിമ്പറുമേ കയറി പ്രവാചകൻ സാധാരണ മിമ്പറിൽ കയറിയാൽ ആളുകൾക്ക് അഭിമുഖമായി നിൽക്കാറുണ്ട്. എന്നാൽ ഒരിക്കൽ നബിതങ്ങൾ മിമ്പറിൽ കയറി തിരിഞ്ഞു നിൽക്കുകയാണ്. ആളുകൾക്ക് നേരെയല്ല, സദസ്സിന് നേരെയല്ല, സ്വഹാബത്തിന് നേരെയല്ല നബിതങ്ങൾ നിന്നത്. നേരെ തിരിഞ്ഞ് ഖിബിലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നബിതങ്ങൾ നിസ്കാരം ആരംഭിച്ചു. മിമ്പറുമേ കയറി നിസ്കരിക്കുകയാണ്. സ്വഹാബിമാരെല്ലാം നോക്കി നിൽക്കുകയാണ്. എന്താ നബി ഇങ്ങനെ? സാധാരണ ഇങ്ങനെ അല്ലല്ലോ, നബിതങ്ങൾ ഇങ്ങനെ ചെയ്യാറില്ലല്ലോ. മിമ്പറിൽ കയറിയാൽ നബിതങ്ങൾ നമ്മിലേക്കാണ് തിരിയാറുള്ളത്, നമ്മോടാണ് പറയാറുള്ളത്. എന്റെ ഈ പ്രാവശ്യം നബിതങ്ങൾ മിമ്പറുമേ കയറി അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നു, പ്രതിമുഖമായി നിൽക്കുന്നു. എന്നിട്ട് നബിതങ്ങൾ അങ്ങനെ നിന്നുകൊണ്ട് ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് പ്രവാചകർ നിസ്കാരം ആരംഭിക്കുകയാണ്. സ്വഹാബിമാർ നോക്കി നിൽക്കുകയാണ്. നബിതങ്ങൾ മിമ്പർ വെച്ച് നിസ്കരിച്ചു. റുകൂഇന്റെയും സുജൂദിന്റെയും ഒക്കെ സമയമാകുമ്പോൾ അവിടുന്ന് മിമ്പറിൽ നിന്ന് താഴോട്ടിറങ്ങി താഴെ സുജൂദ് ചെയ്യുന്നു, ഇടയിലിരുത്തമിരിക്കുന്നു, വീണ്ടും സുജൂദ് ചെയ്യുന്നു, എഴുന്നേറ്റിട്ട് വീണ്ടും മിമ്പറുമേ കയറുന്നു, ബാക്കി അവിടെ നിസ്കരിക്കുന്നു, വീണ്ടും സുജൂദാകുമ്പോൾ താഴോട്ടിറങ്ങുന്നു. ഇങ്ങനെ മിമ്പറിന് മുകളിലും താഴെയുമായിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് സ്വഹാബത്തോട് പറഞ്ഞു, സ്വഹാബ, ഞാൻ ഇങ്ങനെ ചെയ്തത് നിങ്ങൾ എന്നെ കണ്ടുപഠിക്കാനാണ്, എന്നെ കണ്ടുപഠിക്കാനാണ്, എന്നെ മാതൃകയാക്കാനാണ്. അതുകൊണ്ട് സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, സ്വല്ലൂ നിങ്ങൾ നിസ്കരിക്കണേ, കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണോ കണ്ടത് അങ്ങനെ നിങ്ങൾ നിസ്കരിക്കണേ. കണ്ടോ, നബിതങ്ങൾ മിമ്പറുമേ കയറി എല്ലാവരും നിസ്കരിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ആ നിസ്കാരം നബിക്ക് എവിടെ കിട്ടിയത്? നബി സ്വന്തമായി ആലോചിച്ചുണ്ടാക്കിയ നിസ്കാരമാണോ? അല്ല. ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി വന്ന് നബിതങ്ങളുടെ മുമ്പിൽ ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച് കാണിച്ചു കൊടുത്തു. 5 വഖത്തിലും ജിബ്രീൽ വന്നു. ഈ 2 പ്രാവശ്യം വന്നു. ഒന്ന് ആദ്യ സമയത്ത് വന്നു, 2 അവസാന സമയത്ത് വന്നു. ളുഹറിന്റെ ആദ്യ സമയത്ത്, മറ്റൊരിക്കൽ ളുഹറിന്റെ അവസാന സമയത്ത്. അസ്റിന്റെ ആദ്യ സമയത്ത്, മറ്റൊരിക്കൽ അസ്റിന്റെ അവസാന സമയത്ത്. അങ്ങനെ വന്ന് 5 നേരത്തെ നിസ്കാരം 10 പ്രാവശ്യം ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച് കാണിച്ചു കൊടുത്തു. നബിതങ്ങൾ നോക്കി നിന്ന് കണ്ടുപഠിച്ചു, സമയമടക്കം പഠിപ്പിച്ചു. ഇതാണ് അവ്വൽ വഖ്ത്, ഇതാണ് ആദ്യ സമയം ളുഹറിന്റേത്. പിറ്റേ ദിവസം വന്നപ്പോൾ പറഞ്ഞു, ഇതാണ് ആഖിർ വഖ്ത്, അവസാന സമയം ളുഹറിന്റേത്. ഇതിനിടയിൽ എപ്പോഴും ളുഹർ നിസ്കരിക്കാം. ഇങ്ങനെ 5 വഖത്തും ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് നിസ്കരിച്ച് കാണിച്ചു കൊടുത്തു. അത് കണ്ടിട്ടാണ് നബിതങ്ങൾ നിസ്കാരം പഠിച്ചത്. ജിബ്രീൽ എവിടെ നിന്ന് കിട്ടി? സ്വന്തമായി ഉണ്ടാക്കിയതാണോ? അല്ല. അല്ലാഹു തആല വഹയി നൽകി. എങ്ങനെയാ നിസ്കരിക്കേണ്ടത് അല്ലാഹു തആല ജിബ്രീൽ അറിയിച്ചു കൊടുത്തു. അതുപ്രകാരം ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് നബിക്ക് നിസ്കരിച്ച് കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് നബിതങ്ങൾ പഠിച്ചു. നബിതങ്ങൾ മിമ്പറുമേ കയറി നിസ്കരിച്ചു. സ്വഹാബത്ത് അത് കണ്ടു പഠിച്ചു. നബിതങ്ങളുടെ കാലശേഷം സ്വഹാബിമാർ പലരും
അതേ നിസ്കാരം നിസ്കരിച്ച് കാണിച്ചു കൊടുത്തത് ചരിത്രങ്ങളിൽ കാണാം. നബി തങ്ങളുടെ നിസ്കാരം, നബിയുടെ വുളൂ ഒക്കെ സ്വഹാബിമാർ ചെയ്ത് കാണിച്ചു. ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, അല്പം വെള്ളം കൊണ്ടുവരൂ. ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നു. ആ പാത്രത്തിൽ അദ്ദേഹം വുളൂ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ വുളൂ ചെയ്യുന്നത് ഞാൻ കണ്ടിരിക്കുന്നു. ഓരോന്നും ചെയ്താണ് കാണിച്ചു കൊടുക്കണം. നമ്മൾ നിസ്കരിച്ചു ഇശാ, നമ്മിൽ എത്ര പേർ ആലോചിച്ചു എന്റെ ഈ നിസ്കാരം അന്നു നബി തങ്ങൾ മിമ്പർ മക്കൽ നിസ്കരിച്ച അതേ നിസ്കാരമാണോ? വല്ല തകരാറുമുണ്ടോ? ആ നിസ്കാരം എവിടുന്ന് കിട്ടും? 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നബി തങ്ങൾ മിമ്പറിൽ നിസ്കരിച്ച ആ നിസ്കാരം നമ്മൾ കണ്ടിട്ടില്ല, കണ്ടവരെ കണ്ടിട്ടില്ല. പക്ഷെ ആ നിസ്കാരം ഇന്നും അതേപോലെ കാണുന്ന പോലെ, നോക്കി കാണും പോലെ വായിക്കാൻ പഠിക്കാൻ ഇന്നും സംവിധാനമുണ്ട്. 2 കിതാബ് ഞാൻ പരിചയപ്പെടുത്താം അറിയുന്നവർക്ക് വേണ്ടി. ഒന്ന്, ശൈഖ് നാസറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ലാ, അദ്ദേഹം എഴുതിയ ഗ്രന്ഥമുണ്ട് സിഫത്തു സ്വലാത്തിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിന തക്ബീർ ഇല തസ്ലീം കഅന്നക തറാഹാ. അല്ല കിതാബിന്റെ മുഴുവൻ പേര് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് നബിയുടെ നിസ്കാരം എന്ന പേരിൽ. നബിയുടെ നിസ്കാരം എന്നൊരു പുസ്തകം വാങ്ങാൻ കിട്ടും മലയാളത്തിൽ. അതിന് ശരിയായ ഗ്രന്ഥം അറബിയിലാണ്. അതിന്റെ പൂർണ്ണമായ പേര് സിഫത്തു സ്വലാത്തിൻ നബിയ്യി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരത്തിന്റെ രൂപം മിന തക്ബീർ ഇല തസ്ലീം, തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നവരെ കഅന്നക തറാഹാ, നീ നോക്കിക്കാണുന്ന പോലെ. ആ ബുക്ക് ഇങ്ങനെ വായിച്ചാൽ നബിതങ്ങൾ നമ്മളെ മുമ്പിൽ നിന്ന് ഇമാമായി നിസ്കരിക്കുകയാണ് എന്ന് തോന്നിപ്പോകും. അങ്ങനെയാണ് ആ കിതാബിന്റെ ശൈലി. ഓരോന്ന് പറയുമ്പോഴും നബി കൈ ഇങ്ങനെ ഉയർത്തി, നബി കൈ പിന്നെ താഴ്ത്തി, നബി കൈ ഇങ്ങനെ വെച്ചു, ഒരു കൈ മറ്റേ കൈമേ വെച്ചു, അത് എവിടെ വെച്ചു, ശരീരത്തിന് ഇവിടെ വെച്ചു, പിന്നെന്ത് ചെയ്തു, ഓരോന്നും തെളിവടക്കം നബിതങ്ങൾ ചെയ്തതിനെ ഹദീസ് അടക്കം പറയുന്ന ഗ്രന്ഥമാണ് സിഫത്തു സ്വലാത്തിൻ നബി. ഒറ്റവാള്യം, ഏതാണ്ട് 100 പേജ് അത്രയേ ഉള്ളൂ. വിശദമായി പഠിക്കണമെങ്കിൽ അതിന്റെ തന്നെ ഒരു അസ്ല കിതാബുണ്ട്, അസ്ലു സിഫത്തി സ്വലാത്തിൻ നബി. ഈ പറഞ്ഞ ഓരോ ഹദീസിന്റെയും വിശദാംശങ്ങൾ, ആ ഹദീസ് എവിടൊക്കെ വന്നു, ഏത് കിതാബിലുണ്ട്, സ്വഹീഹാണോ അല്ലേ, അതേക്കുറിച്ച് പണ്ഡിതന്മാർ എന്തു പറഞ്ഞു, വ്യത്യസ്തമായ സനദുകൾ ഏതൊക്കെയാണ്, അതെല്ലാം ആഴത്തിൽ പഠിക്കുന്നവർക്ക് വേണ്ടി ഇത് തന്നെ ഇതിന്റെ ബേസ് 3 വാള്യങ്ങളായി വേറെയും കിട്ടും. സഈദുൽ ഖഹ്ത്വാനി എഴുതിയ ഗ്രന്ഥമാണ് രണ്ടാമത്തെ ഗ്രന്ഥം. സഈദുൽ ഖഹ്ത്വാനിയുടെ പേര് പരിചയമുണ്ടാകാം. ഹിസ്നുൽ മുസ്ലിം എന്ന പ്രാർത്ഥനാ പുസ്തകമുണ്ട്, നമ്മളൊക്കെ സാധാരണ വായിക്കാറുള്ളത്. ആ പുസ്തകത്തിന്റെ അത് ക്രോഡീകരിച്ച രചയിതാവാണ് സഈദുൽ ഖഹ്ത്വാനി. അദ്ദേഹം എഴുതിയ ഗ്രന്ഥമുണ്ട് സ്വലാത്തുൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ നിസ്കാരം എന്ന പേരിൽ. മുഅ്മിന്റെ നിസ്കാരം 3 വാള്യങ്ങളാണ്. അതിൽ വിശദമായി നിസ്കാരവുമായി ബന്ധപ്പെട്ട മുഴുവൻ മസ്അലകളും, എല്ലാ തരം നിസ്കാരങ്ങളും, ഫർളും സുന്നത്തുമായ നിസ്കാരങ്ങൾ, നിസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാ മസ്അലകളും, രോഗിയുടെ നിസ്കാരം, യാത്രക്കാരുടെ നിസ്കാരം, ജംഉം ഖസ്റും വുളൂഉം തയമ്മുമും കുളിയുമടക്കമുള്ള നിസ്കാരവുമായി ബന്ധപ്പെട്ട മുഴുവൻ മസ്അലകളെയും ഹദീസ് മാത്രം അടിസ്ഥാനമാക്കി അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് സ്വലാത്തുൽ മുഅ്മിൻ. ഞാൻ പറഞ്ഞത്, എല്ലാ ദിവസവും നമ്മൾ നിസ്കരിക്കുന്നു 5 നേരത്തെ ഫർള്, സുന്നത്തുകൾ വേറെയും. ഒരിക്കലെങ്കിലും ആലോചിച്ചോ, എൻ്റെ ഈ നിസ്കാരം നബിയുടെ നിസ്കാരമാണോ, നബി ഞങ്ങൾ നിസ്കരിച്ച നിസ്കാരമാണോ എന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ നോമ്പെടുക്കുന്നു, ഹജ്ജിന് പോകുന്നു, ഉംറ ചെയ്യുന്നു, ദിക്റുകളും ദുആയും സ്വലാത്തും ഒക്കെ ചൊല്ലുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നു, ദീനിന്റെ ഭാഗമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. വഅമിലുസ് സ്വാലിഹാത്ത്, സ്വാലിഹായ അമലുകൾ ചെയ്തവർ എന്ന് പറയുമ്പോൾ ഈ ചെയ്യുന്ന ചെയ്തികളൊക്കെ സ്വാലിഹായ അമലുകളാണോ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പോലെയാണോ എന്ന് അന്വേഷിക്കാൻ, ഒന്ന് ആലോചിക്കാൻ പോലും തയ്യാറായിട്ടില്ല എങ്കിൽ സഹോദരങ്ങളെ, ഇനിയും വൈകിക്കൂടാ. ഓരോന്നിലുമുണ്ട് ആ ഒരു അധ്യാപനം. ഏറ്റവും പ്രധാനം വിശ്വാസമാണ്. നമ്മുടെ വിഷയവും അതാണല്ലോ. വിശ്വാസരംഗത്ത് ഈമാൻ കാര്യങ്ങളായി പരിചയപ്പെടുത്തിയ 6 കാര്യങ്ങൾ, അതാണോ അസ്ല്. ഈമാൻ കാര്യം 6 ഖുർആൻ എടുത്തു പറഞ്ഞ കാര്യമാണ്, ഹദീസിൽ പഠിപ്പിച്ച കാര്യമാണ്. ധാരാളം ഹദീസുകളിൽ ഈമാൻ കാര്യങ്ങളായ 6 പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആനും പറഞ്ഞു. എന്താണ് പുണ്യം എന്ന് പറഞ്ഞെടുത്ത് വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞു, വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കുക, കിതാബിൽ വിശ്വസിക്കുക, റസൂലുമാരിൽ വിശ്വസിക്കുക, മലായികത്തിൽ വിശ്വസിക്കുക,
യൗമുൽ ആഖിർ, പാരത്രികമായ ദിവസത്തിൽ വിശ്വസിക്കുക, റഹ്മാനായ റബ്ബിന്റെ ഖദാ ഖദർ, അതിനുള്ള വിശ്വാസം വളരെ വിശദമായി വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പരിചയപ്പെടുത്തിയതാണ്. തർക്കമില്ലാത്ത വിധം സുന്നി മുജാഹിദ് തർക്കമില്ലാതെ എല്ലാവരും അംഗീകരിക്കുന്നു ഈമാൻ കാര്യം മാറെണ്ണമാണ്. സലഫികൾ എന്ന് പറയുന്ന മുജാഹിദ് എന്ന് അവകാശപ്പെടുന്ന നമ്മൾ നമ്മളെ പറ്റി ആലോചിക്കുക. ഈമാൻ കാര്യവുമായി എന്റെ ബന്ധം എത്രയുണ്ട്? അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസമാണല്ലോ ഒന്നാമത്തേത്. അതാണല്ലോ അടിസ്ഥാനം. പടച്ച റബ്ബിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അതാണ് ബാക്കി എല്ലാത്തിൻ്റെയും അസുല്. ഒരു മനുഷ്യന്റെ ജീവിതം അത് കൃത്യമായ വ്യവസ്ഥയോടെ അടുക്കും ചിട്ടയോടുമായി ആയിത്തീരാൻ അടിസ്ഥാനമായി ഉണ്ടാവണം അല്ലാഹുവിനെ പറ്റിയുള്ള വിശ്വാസമാണ്. അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. എന്താ അല്ലാഹുവിലുള്ള വിശ്വാസം? ഒരു അല്ലാഹുവിനെ വിശ്വസിക്കൽ മാത്രമാണോ? ലോകത്തിൽ അല്ലാഹുണ്ട്, സട്ടാവുണ്ട് എന്ന് വിശ്വസിക്കലാണോ അൽ ഈമാനു ബില്ലാഹ്? അല്ല. റഹ്മാനായ റബ്ബിനെ കുറിച്ച് അല്ലാഹും റസൂലും എന്തൊക്കെ പഠിപ്പിച്ചുവോ അതൊക്കെ വിശ്വസിക്കുക. അതാണ് ശരിയായ ഈമാൻ, വിശ്വാസം എന്നത്. ശഹാദത്ത് കലിമ ചൊല്ലി കേവലം മുസ്ലിമായാൽ അയാൾ ഈമാൻ ഉണ്ട്, മുഅ്മിനാണ് എന്ന് പറയാൻ പറ്റില്ല എന്നാണല്ലോ. ഖാലത്തിൽ അഅറാബു ആമന്നാ ഖുൽ ലൻ തുഅ്മിനൂ വലാകിൻ ഖൂലൂ അസ്ലംനാ. ചില അറാബികൾ വന്ന് നബിയോട് പറയുമായിരുന്നു, ഗ്രാമീണരായ ആളുകൾ, അറാബികളായ ആളുകൾ വന്ന് പറയും, ആമന്നാ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. പക്ഷെ അല്ലാഹ് പറഞ്ഞു, ഇല്ല, വലാകിൻ ഖൂലൂ അസ്ലംനാ, നിങ്ങൾ പറഞ്ഞുകൊള്ളുക ഞങ്ങൾ മുസ്ലിങ്ങളായി എന്ന് പറഞ്ഞുകൊള്ളുക. മുഅ്മിനായി എന്ന് പറയണ്ട, മുസ്ലിമായി എന്ന് പറഞ്ഞു. കാരണം എന്താ? വലമ്മ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബികും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വിശ്വാസം പ്രവേശിച്ചിട്ടില്ല, ഈമാൻ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടില്ല. മുസ്ലിമായി ശഹാദത്ത് ചൊല്ലി പ്രഖ്യാപിച്ചതുകൊണ്ട് മുസ്ലിമാണ്, മുനാഫിഖല്ല, മുസ്ലിമാണ്. മുസ്ലിമായി അംഗീകരിക്കാം, പക്ഷേ മുഅ്മിൻ എന്ന് പറയാനായിട്ടില്ല. ഇസ്ലാം വേറെ, ഈമാൻ വേറെ, രണ്ടും ഒന്നിച്ച് പറയുമ്പോൾ മുസ്ലിം മുഅ്മിൻ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കാം. മുസ്ലിമിനെ മുഅ്മിൻ എന്ന് പറയാം, മുഅ്മിനെ മുസ്ലിം എന്നും പറയാം. പക്ഷേ ഒന്നിച്ചു പറഞ്ഞാൽ ഈമാനും ഇസ്ലാമും എന്ന് ഒന്നിച്ചു പറഞ്ഞാൽ രണ്ടും രണ്ടാണ്. അറബി ചില പദങ്ങളുണ്ട് രണ്ടും ഒന്നിച്ചു ഉപയോഗിച്ചാൽ രണ്ടർത്ഥമാകും, രണ്ടും രണ്ടായി ഉപയോഗിക്കുമ്പോൾ ഒരേ അർത്ഥമാകും. അതിൽപ്പെട്ട ശിർക്ക്, കുഫ്ർ. ഷിർക്കിന് കുഫ്ർ എന്ന് പറയാം, കുഫ്റിന് ഷിർക്ക് എന്നും പറയാം. എന്നാൽ കുഫ്റും ഷിർക്കും എന്ന് ഉപയോഗിച്ചാൽ കുഫ്ർ വേറെ, ഷിർക്ക് വേറെ. ഫഖീർ, മിസ്കീൻ, ഫഖീറെ പറ്റി മിസ്കീൻ എന്ന് പറയാം, മിസ്കീനെ കുറിച്ച് ഫഖീർ എന്ന് പറയാം. എന്നാൽ ഫഖീറും മിസ്കീനും എന്ന് ഒന്നിച്ചു പറഞ്ഞാൽ ഫഖീർ വേറെ, മിസ്കീന് വേറെ. സക്കാത്തിന് അവകാശപ്പെടുമ്പോൾ അല്ലാഹ് പറഞ്ഞല്ലോ, ഇന്നമ സ്വദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ, സക്കാത്ത് ഫഖീറുമാർക്കും മിസ്കീന്മാർക്കുമാകുന്നു. അവിടെ ഫഖീർ വേറെയാണ്, മിസ്കീന് വേറെയാണ്. എന്നാൽ അല്ലാ യദ്ഖുലന്ന അലൈക്കുമുൽ മിസ്കീൻ എന്നത് ഉപയോഗിച്ചിട്ടുണ്ട്. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, അവിടേക്ക് മിസ്കീൻ ഫഖീർ എന്നും അർത്ഥം വെക്കാം, മിസ്കീൻ എന്നും അർത്ഥം വെക്കാം. എന്ന പോലത്തെ വാക്കാണ് ഈമാൻ, ഇസ്ലാം. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പര്യായമായി ഉപയോഗിക്കാം. എന്നാൽ ഖാലത്തിൽ അഅറാബു ആമന്നാ, ഖാലത്തിൽ അഅറാബു ആമന്നാ, അഅറാബികൾ പറഞ്ഞു ഞങ്ങൾ മുഅ്മിനീങ്ങളായിരിക്കുന്നു. അല്ലാഹ് പറഞ്ഞു, ഇല്ല, വലാകിൻ ഖൂലു അസ്ലംനാ, അസ്ലംനാ എന്ന് പറഞ്ഞോളൂ, ആമന്ന എന്ന് പറയണ്ട. അവിടെ ഈമാൻ വേറെ, ഇസ്ലാം വേറെ. അതുകൊണ്ട് കേവലം മുസ്ലിമായാൽ പോരാ, പരിപൂർണമായി ഈമാനുള്ള മുഅ്മിനായി മാറണം. അതാ നമുക്ക് ആവശ്യം. അതിന് ഈ 6 കാര്യം വിശ്വസിച്ചോളണം. നേരെ മറിച്ച് അല്ലാതെ ഇലാഹില്ലാതെ ഉറപ്പായി, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഉറപ്പായി, അയാൾ പ്രഖ്യാപിച്ചു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അയാൾ മുസ്ലിമായി. ആ നിമിഷം മുതൽ ഈമാൻ ശരിയായിട്ടില്ല, ഈമാൻ പൂർത്തിയായിട്ടില്ല. ഇനി ഈമാൻ കാര്യം 6 അയാൾ പഠിക്കണം, ഇസ്ലാം കാര്യം 5 അയാൾ പഠിക്കണം, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അപ്പോഴാണ് ഈമാൻ പരിപൂർണമായി മാറുക. ഈമാൻ കൂടും, ഈമാൻ കുറയും. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് സ്വഹീഹ് ബുഖാരിയിൽ ഒരു അധ്യായം തന്നെ നൽകി, അൽ ഈമാനു യസീദു വയൻഖുസ്, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും എന്ന അധ്യായം. വ്യാഖ്യാനങ്ങൾ കാണാം. അഥവാ യസീദു ബിത്ത്വാഅതി വയൻഖുസ് ബിൽ മആസി, നന്മകൾ ചെയ്താൽ ഈമാൻ വർദ്ധിക്കും,
തിന്മകൾ ചെയ്താൽ ഈമാൻ കുറയും. ഖവാരിജികൾ, മുഅ്തസിലികൾ ഒക്കെ പറഞ്ഞു ഈമാൻ കൂടൂല, ഈമാൻ കുറയൂല, ഈമാൻ ഒറ്റൊന്നാണ്. ഒന്നുകിൽ മുഅ്മിനാണ് അല്ലെങ്കിൽ കാഫിറാണ്, അതേ ഉള്ളൂ. അതാ മുഅ്തസിലികളുടെ അസ്ല്. അതാ ഖവാരിജിന്റെ അസ്ല്. ഈമാൻ കൂടൂല, ഈമാൻ കുറയൂല. ഈമാൻ ഉണ്ടോ എല്ലാവർക്കും ഒരേ ഈമാൻ, ഈമാനില്ലേ എന്നാ അവൻ കാഫിർ. അമ്പിയാക്കളും സാധാരണക്കാരും സഹാബിമാരും എല്ലാവരും ഒരേ ഈമാനാണെന്ന് ഓര് വാദിച്ചത്. ആ ഈമാൻ നഷ്ടപ്പെട്ടാൽ പിന്നെ അവൻ കാഫിറായി. അഹ്ലുസുന്ന പറഞ്ഞു അല്ല, ഈമാന് കുറയും, ഈമാന് കൂടും. ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ്. വിശുദ്ധ ഖുർആൻ ധാരാളം ആയത്തുകളിൽ പഠിപ്പിച്ച കാര്യമാണ് അവർക്ക് ഈമാൻ വർദ്ധിക്കുന്നു എന്നുള്ളത്. സാദത്തുഹും ഈമാന, ഈമാൻ വർദ്ധിക്കുന്നു എന്ന് ഖുർആന്റെ പ്രയോഗങ്ങൾ കാണാം. ഈമാൻ കൂടും കുറയുമെന്ന് ഹദീസിൽ പഠിപ്പിച്ചത് കാണാം. കൃത്യമായി ദീനപ്രകാരം ജീവിക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കുന്നു. തിന്മയിലേക്ക്, തെറ്റിലേക്ക്, മോശപ്പെട്ട കൂട്ടുകെട്ടിലേക്ക് പോകുമ്പോൾ ഒരാളുടെ ഈമാൻ കുറയുന്നു. അതവന് വർദ്ധിപ്പിക്കാൻ കഴിയും. നല്ല ഉപദേശങ്ങൾ കൊണ്ട്, നല്ല ഖുത്ബകൾ കൊണ്ട്, നല്ല കൂട്ടുകെട്ട് കൊണ്ട്, നല്ല ആളുകളുമായുള്ള സഹവാസം കൊണ്ട് ഈമാൻ വർദ്ധിക്കും. മോശപ്പെട്ട ആളുകളുമായി സഹവസിക്കുമ്പോൾ ഒരാളുടെ ഈമാൻ കുറയുകയും ചെയ്യും. സഹോദരങ്ങളെ, പരിപൂർണമായി ഈമാനുള്ളവരായി മാറലാണ് നാം ലക്ഷ്യമാക്കേണ്ടത്. അതിന് വല്ലാത്ത അനുഭൂതിയുണ്ട്. വിശ്വാസം ക്ലിയറായാൽ, അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസം ശരിയായി കഴിഞ്ഞാൽ അതിൽ ലഭിക്കുന്ന കൺകുളിർമ, അതിൽ ലഭിക്കുന്ന വല്ലാത്ത സമാധാനം, സന്തോഷം അത് വേറെ എവിടെയും ലഭിക്കുകയില്ല. ലോകത്ത് ആളുകൾ മുസ്ലിം എന്നും അല്ലാത്തവനെന്നും വേർതിരിഞ്ഞത് ഈ ഈമാൻ അടിസ്ഥാനത്തിലാണ്. ബദറും ഉഹുദും ഖന്തഖും അടക്കമുള്ള ഏറ്റുമുട്ടലുണ്ടായത് ഈമാൻ സ്വീകരിച്ചവൻ തള്ളിക്കളഞ്ഞവൻ എന്ന ആ വ്യത്യാസത്തിലാണ്. നരകത്തിലേക്കും സ്വർഗത്തിലേക്കും ആളുകൾ മാറ്റി നിർത്തപ്പെടുന്നത് ഈമാൻ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഈമാൻ അടിസ്ഥാനം തന്നെയാണ്. ശരിയായ ഈമാൻ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഹലാവത്തുണ്ട് എന്നാണ് ഹദീസിലെ പ്രയോഗം. ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാം, ഈമാന്റെ ടേസ്റ്റ് അനുഭവിക്കാം. 3 കാര്യമുണ്ടെങ്കിൽ, 3 കാര്യമുണ്ടോ ഈമാന്റെ ടേസ്റ്റ് ആക്കി അനുഭവിക്കാൻ കഴിയും. മറ്റൊരു ഹദീസിൽ സലാസും മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ. സലാസുൻ 3 കാര്യങ്ങൾ, മൻ കുന്ന ഫീഹി ആ 3 കാര്യങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ അത് നിമിത്തമായി ഈമാന്റെ ഹലാവത്ത് അയാൾക്ക് അനുഭവിക്കാം. ഹലാവത്ത്, മാധുര്യം. ഹലുവ എന്ന് പറയുന്നത്, ഹലുവ അതിനുള്ള വാക്യ ഹലാവത്ത്. 3 കാര്യം ഒരാൾക്കുണ്ടോ ഈമാൻ ഒരു ടേസ്റ്റ് ഉണ്ടാക്കുന്ന. ഒന്നാമത്തെ കാര്യം എന്താ? അയ്യകുനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അവൻ ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലാഹു ആകുക, അവന്റെ റസൂലാവുക. മിമ്മാ സിവാഹുമാ അല്ലാത്ത മറ്റെന്തിനേക്കാളും, അല്ലാഹു അല്ലാത്ത, റസൂലല്ലാത്ത മറ്റെന്തിനേക്കാളും, മറ്റാരെക്കാളും ഒരാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, ഒരാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലാഹുവാണ്, റസൂലാണ്. ആ സാഹചര്യമുണ്ടോ? ഈമാൻ, ഈമാനിന്റെ തുഅ്മ്, ഈമാനിന്റെ മാധുര്യം, അതിന്റെ ടേസ്റ്റ് ഒരാൾക്ക് അനുഭവിക്കാൻ കഴിയും. ആ ടേസ്റ്റ് ഉണ്ടെങ്കിൽ, ആ ഈമാൻ ഉണ്ടെങ്കിൽ പിന്നെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ അയാൾക്ക് പ്രയാസമല്ല, ത്യാഗം അയാൾക്ക് ത്യാഗമല്ല. ജീവൻ നഷ്ടപ്പെട്ടാലും ശരി അയാളെ സംബന്ധിച്ച് ഒന്നുമില്ല. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തീയിലേക്ക് എറിഞ്ഞുവല്ലോ. നാട്ടുകാർ ഐക്യകണ്ഠേന യോഗം ചേർന്നു. ഇബ്രാഹിം നമ്മളെ വല്ലാതെ ആക്ഷേപിക്കുന്നുണ്ട്, നമ്മുടെ ആരാധ്യന്മാരൊക്കെ തള്ളിപ്പറയുന്നുണ്ട്. അതുകൊണ്ട് ആ ഇബ്രാഹിമിനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. യോഗം ചേർന്നവര് ഐക്യകണ്ഠേന എല്ലാവരും കൂടെ കൂടി അവസാനം തീരുമാനമായി, ഖാലു ഹർരിഖൂഹു വൻസുറൂ ആലിഹതകും. ഇബ്രാഹിമിനെ കരിച്ചു കളയാം, കത്തിക്കാം, നമുക്ക് നമ്മുടെ ദൈവങ്ങളെ സഹായിക്കാം. നമ്മുടെ ദൈവങ്ങളെ, നമ്മുടെ ഇലാഹുകളെ ഇബ്രാഹിമില തള്ളുകയാണ്. അതുകൊണ്ട് ഇബ്രാഹിമിനെ ചുട്ടരിച്ചിട്ട് ദൈവങ്ങളെ സഹായിക്കാം. അല്ലല്ലാത്ത ഏത് ദൈവത്തിന്റെയും പ്രത്യേകതയാണ് ആ ദൈവത്തിനെ മറ്റോ സഹായിക്കേണ്ടി വരും. പടച്ച റബ്ബല്ലാത്ത മറ്റാരോട് പ്രാർത്ഥിക്കുന്നുവോ, മറ്റാരോട് സഹായമർത്ഥിക്കുന്നുവോ, മറ്റാരെ ആരാധിക്കുന്നുവോ ആ ദൈവങ്ങളെ, ആ ഇലാഹുകളെ ഈ ഭക്തൻ സഹായിക്കേണ്ടി വരും.
തിന്നാൻ കൊടുക്കല്, അവർക്ക് കാവൽ നിൽക്കല് ഒക്കെ ഇവന്റെ പണിയാണ്. അല്ലാഹു സൂറത്ത് യാസീനിൽ പറഞ്ഞല്ലോ, പടച്ച റബ്ബിന് പുറമെ ആരാധ്യന്മാരെ സ്വീകരിച്ചതെന്തിനാ? ലഅല്ലഹും യുൻസറൂൻ, സഹായം കിട്ടാൻ വേണ്ടിയാണ്. പക്ഷേ ലാ യസ്തതിഊന നസ്റഹും വഹും ലഹും ജുന്ദും മുഹ്ളറൂൻ, അവർക്കൊന്നും ഇവരെ സഹായിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല വഹും ലഹും ജുന്ദും മുഹ്ളറൂൻ, ഇവരാകട്ടെ ആ ഇലാഹുകൾക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന സജ്ജമായ സൈന്യങ്ങളാണ്, പട്ടാളക്കാരാണ്. ഇവർ ഇലാഹിന് കാവൽ നിൽക്കുന്നു, ദൈവങ്ങൾക്ക് കാവൽ നിൽക്കുന്നു. എന്തിനാ ദൈവത്തെ സ്വീകരിച്ചത്? സഹായം കിട്ടാൻ. പക്ഷെ ഇപ്പൊ അവന്റെ പണി എന്താ? ആ ദൈവത്തെ സഹായിക്കുക. പടച്ച റബ്ബിനോ അത് ആവശ്യമില്ല. അല്ല നമ്മളൊന്നും ആവശ്യപ്പെടുന്നില്ല, ഒരു റിസ്ക് പോലും ചോദിക്കുന്നില്ല, ഒരു ഭക്ഷണം ചോദിക്കുന്നില്ല, ഒന്നും വേണ്ട. ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ, അല്ലയാണ് റസ്സാഖ്, അല്ലയാണ് കഴിവുള്ളവൻ, അവനാണ് എല്ലാം കൃത്യമായി കഴിവോടെ ശക്തിയോടെ ചെയ്യുന്നവൻ അല്ലയാണ്. അല്ല നമ്മിൽ നിന്നും ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ആ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കരിക്കാൻ തീരുമാനിച്ചു. കാരണം എന്താ? നമ്മുടെ ദൈവങ്ങളെ സഹായിക്കണം. ഐക്യകണ്ഠേന നാട്ടുകാരൊന്നാകെ യോഗം ചേർന്നിട്ട് എല്ലാരും കൂടിയിട്ട് ശ്രമദാനമായിട്ടാണ് തീകുണ്ടാരം ഒരുക്കിയത് എന്നാണ് അൽ-ബിദായത്ത് വൻ-നിഹായയിൽ കാണാം, തഫ്സീറുകളിൽ കാണാം. ആ നാട്ടുകാർ ഒന്നടങ്കം എല്ലാരും കൂടെ വലിയ വിറകിന്റെ ശേഖരമൊരുക്കുകയാണ്. എല്ലാരും കൊണ്ടുവന്ന് കൊടുക്കുക വിറക്, ഓരോരുത്തന്റെ വക സംഭാവന വിറക്. നേർച്ച ബിദായയിൽ കാണാം, പല ആളുകളും തന്റെ രോഗം മാറാൻ വേണ്ടി ആ തീകുണ്ടാരത്തിലേക്ക് വിറക് നേർച്ചയാക്കിയതാണ്. ഇബ്രാഹിമിനെ കരിക്കാൻ, നമ്മളെ ദൈവങ്ങളെ സഹായിക്കാനായി ഉണ്ടാക്കുന്ന തീയിലേക്ക് എന്റെ വക ഒരു ലോഡ് വിറക് നേർച്ച. അങ്ങനെ ധാരാളമായി ആളുകൾ ഒന്നാകെ വന്ന് വലിയ വിറകിന്റെ കൂമ്പാരമൊരുങ്ങയാണ്. ആ നാട്ടിലാണല്ലോ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്നത്. ആ നാട്ടിലാണ് ജീവിക്കുന്നത്. ഒരു ചെറിയ പൊറുതികേട് പോലും ഉണ്ടായില്ല. എന്താപ്പ ചെയ്യ? ഇവരൊക്കെ എനിക്കെതിരാണല്ലോ, എന്താ സംഭവിക്കുക? ഒരാലോചന പോലും ഉണ്ടായില്ല. അവസാനം അവർ ഇബ്രാഹിമിനെ പിടിച്ച് തീയിലേക്ക് എറിയുമ്പോഴും അദ്ദേഹം പ്രഖ്യാപിച്ച പ്രഖ്യാപനമുണ്ട്, ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ. ഹസ്ബിയല്ലാഹ്, എനിക്കല്ല മതി, വനിഅമൽ വകീൽ, എല്ലാം ഏൽപ്പിക്കാൻ ഏറ്റവും മതിയായവൻ അല്ലയാണ്. അതെങ്ങനെയാ പറയാൻ കഴിഞ്ഞത്? അത് ആ ഹലാവത്താണ്, ആ മാധുര്യമാണ്. പടച്ച റബ്ബുണ്ട് എന്ന, അല്ല മതി എന്ന ആ ഒരു നിശ്ചയദാർഢ്യം. എനിക്ക് റബ്ബ് മതി, അവന് മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ കഴിയൂ, അവന് മാത്രമേ സഹായിക്കാൻ കഴിയൂ, അവന് മാത്രമേ എൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമെടുക്കാൻ കഴിയൂ. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅ്ത. അല്ലാഹുവേ, നീ നൽകിയാൽ തടയാൻ ആരുമില്ല, നീ തടഞ്ഞാൽ നൽകാനും ആളില്ല റബ്ബേ. അതൊരു ബോധ്യമാണ്. എന്റെ റബ്ബ് എനിക്ക് തീരുമാനിച്ചോ അതേ സംഭവിക്കൂ. ആ റബ്ബ് തന്നത് തടയാൻ ആർക്കുമാവില്ല, റബ്ബ് തടഞ്ഞത് നൽകാനും ആർക്കുമാവില്ല. എത്ര കണ്ട് എന്റെയും നിങ്ങളുടെയും മനസ്സിൽ അതൊരു ബോധ്യമായി ഇറങ്ങിയിട്ടുണ്ട്. കച്ചവടം തുടങ്ങി, ആദ്യമൊക്കെ ഉഷാറായി, പിന്നെ കണ്ട് അങ്ങനെ മെല്ലെ 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 താഴോട്ട് പോകുന്നു. എന്നും പ്രയാസങ്ങള്, എന്നും ബുദ്ധിമുട്ടുകള്. എന്റെ അള്ളാഹിനെ കുറിച്ച് മോശമായ എന്തെങ്കിലും ധാരണ നമ്മുടെയൊക്കെ മനസ്സിൽ വരാറുണ്ടോ ആ സമയത്ത്? അതോ റബ്ബല്ലാത്തവരിലേക്ക് ഒന്ന് മനസ്സ് പോകാറുണ്ടോ? പലരും വന്ന് പറയും, അവിടെ തങ്ങളുണ്ട്, ഇവിടെ ഒരു ബീവിയുണ്ട്, അവിടെ സിദ്ധനുണ്ട്, അവിടെ ഷെയ്ഖുണ്ട്, നീ ഒന്ന് പോയി നോക്കിയാൽ മതി, വിശ്വസിക്കണമെന്നില്ല, ഒന്നും ചെയ്യണമെന്നില്ല, ഒന്ന് ചെന്ന് കണ്ടാൽ മതി, ഒന്ന് പോയി പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോ ഒന്ന് പോയാലോ എന്ന് തോന്നൽ വരുന്നുണ്ടോ? എങ്കിൽ ഇല്ല, ഈമാന്റെ മാധുര്യം ഉള്ളിലേക്ക് എത്തിയിട്ടില്ല. തീകുണ്ടാരം ഒരുങ്ങി, ആ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോഴും ഹസ്ബിയല്ലാ, എനിക്കല്ല മതി. എന്താ ഇപ്പൊ അല്ല മതി ഇരിക്കാൻ പറ്റോ, അങ്ങനെ നോക്കി നിൽക്കാൻ പറ്റോ എന്നല്ല ആലോചിച്ചത്. പടച്ചോ മതി, അവൻ വഴി ഉണ്ടാക്കും. ഞാൻ അതിലാണ് കത്തിക്കഴിഞ്ഞ് മരിക്കണമെങ്കിലോ ആയിക്കോട്ടെ, അല്ലാണ്ട് തീരുമാനം അതാണെങ്കിൽ, പടച്ച റബ്ബിന്റെ തീരുമാനം ആ തീയിൽ ഞാൻ വെന്തുരുകി പോകാനാണ് എങ്കിൽ ഇനി ആരെ വിളിച്ചാലാണ് രക്ഷപ്പെടുത്താൻ കഴിയുക? പടച്ചോന്റെ തീരുമാനം ആ തീ കൊണ്ട് ഒരു പോറതും ഏൽക്കേണ്ട എന്നാണെങ്കിലോ
ആര് വിചാരിച്ചാലാ പിന്നെ ബുദ്ധിമുട്ടിക്കാൻ കഴിയുക? അതാണ് ആ പ്രഖ്യാപനം, ഹസ്ബി അല്ലാഹ്, എനിക്കല്ല മതി, വനിഅമൽ വക്കീൽ, ഏറ്റവും നന്നായി ഏൽപ്പിക്കാൻ പറ്റിയവൻ അള്ളയാണ്. അല്ല മറ്റു സ്ഥലത്ത് പറഞ്ഞല്ലോ, വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു, ആരെങ്കിലും അല്ലാഹുവിൽ ഏൽപ്പിച്ചാൽ അവൻ മതി അവന്. അല്ലാഹു തആല ഇടപെട്ടു അവിടെ. ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിം നബി അല്ലാഹുവിന്റെ അടിമയാണ്, അവന്റെ സൃഷ്ടിയാണ്. തീയോ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ആ തീയിലേക്ക് വെച്ച വിറകോ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ഹദീസിൽ കാണാം, ആകാശലോകത്തുള്ളവരടക്കം അമ്പരന്ന് പോയി, ജീവികളടക്കം ബേജാറായി പോയി. ഒരു അടിമയെ, ഒരു നബിയെ ഇതാ ചുട്ടരിക്കാൻ പോവുകയാണ്. പക്ഷേ അല്ലാഹു തആല തീയിലൂടെ പറഞ്ഞു, യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, തീ നീ തണുപ്പായി മാറണം, രക്ഷയായി മാറണം. അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് തീ, അവന്റെ സൈന്യമാണ് തീ, അവന്റെ സൃഷ്ടിയാണ് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവന്റെ സൃഷ്ടിയാണ് വിറക്. അതുകൊണ്ട് അല്ലാഹ് ആ തീയിനോട് പറയുന്നു, തണുപ്പായി മാറൂ, രക്ഷയായി മാറൂ. വഅറാദു ബിഹി കൈദാ ഫജഅൽനാഹുമുൽ അഖ്സരീൻ, അവർ അദ്ദേഹത്തെ കൊണ്ട് തന്ത്രം ഉദ്ദേശിച്ചു, പക്ഷേ നാം അവരെ നഷ്ടക്കാരാക്കി മാറ്റി. അവസാനം ആളിക്കത്തിയ തീകുണ്ടാരം ദിവസങ്ങൾ നിന്ന് കത്തിയത്, ദിവസങ്ങൾ നിന്ന് കത്തി, സമീപത്തേക്ക് പോലും അടുക്കാൻ കഴിയുന്നില്ല. വല്ലാത്ത ചൂടായിരുന്നുവെന്നാണ്. അവരൊക്കെ ഉറപ്പിച്ചു, ഇബ്രാഹിമിന്റെ കഥ കഴിഞ്ഞു, നമ്മുടെ ദൈവങ്ങൾ രക്ഷപ്പെട്ടു, ഇനി ആ ദൈവങ്ങൾ ആക്ഷേപിക്കാൻ ആരുമില്ല, ഇനി ആ ദൈവത്തെ ചോദ്യം ചെയ്യാൻ ആരുമില്ല, അവന്റെ കഥ കഴിഞ്ഞു എന്ന് പുറത്ത് വിചാരിക്കുമ്പോ അതിശക്തമായ ചൂട്, ആ തീ. പക്ഷെ ആ തീയിന്റെ നടുവിലത നല്ല തണുപ്പാസ്വദിച്ച് വളരെ സുരക്ഷിതനായി ഇബ്രാഹിം എന്ന അടിമ, ചെറുപ്പക്കാരൻ അവിടെ കഴിഞ്ഞുകൂടുകയാണ്. എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അദ്ദേഹം രക്ഷപ്പെട്ടു പോരുന്നു. പടച്ച റബ്ബ് മതി എന്ന ആ ഉറച്ച വിശ്വാസം. മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹിന്റെ വഹയി വന്നു, എന്റെ അടിമകളെയും കൂട്ടി രക്ഷപ്പെട്ടു പോകണം. ഈജിപ്തിൽ 400 കൊല്ലക്കാലം അടിച്ചമർത്തപ്പെട്ടവരാണ് ഇസ്രായേൽ മക്കള്. യാക്കൂബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ ഈജിപ്തിലേക്ക് വരുന്നത്, മകൻ യൂസുഫിന്റെ ക്ഷണപ്രകാരം. യാക്കൂബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മകൻ യൂസുഫ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കരുത്തെറിയപ്പെട്ട് ആ കിണറ്റിന്ന് പിന്നീട് യാത്രാസംഘം എടുത്ത് അവരെ വിലക്ക് വാങ്ങി അവരെ കൊണ്ടുപോയി ഈജിപ്തിലെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് ഈജിപ്തിലെ ഭരണാധികാരിയുടെ വീട്ടിലേക്ക് എത്തി. അവസാനം ഈജിപ്തിലെ ഭരണ രംഗത്ത് ഒരു പങ്കുവഹിക്കുന്ന, ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന നേതാവായി മാറി. അങ്ങനെയാണ് ഉമ്മയെയും ബാപ്പയെയും സഹോദരന്മാരെയും ഒക്കെ അദ്ദേഹം ഈജിപ്തിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് ഇബ്രാഹിം നബിയുടെ മകൻ, ഇസ്ഹാഖ് നബിയുടെ മകൻ യാക്കൂബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹവും കുടുംബവും ഈജിപ്തിലേക്ക് എത്തുന്നത്. ഫലസ്തീനാണ് അവിടെ സ്വദേശം. ആ ഈജിപ്തിന് യാക്കൂബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു, മക്കൾ ജീവിച്ചു, തലമുറകൾ കഴിഞ്ഞു. പക്ഷേ കാലക്രമേണ ആ തലമുറകൾ മാറി വന്നപ്പോൾ സ്വഭാവങ്ങൾ മാറി, അവിടെ ആ ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോയി, റബ്ബിന്റെ പരീക്ഷണം ഉണ്ടായി. അങ്ങനെ ഈജിപ്തിലെ ഖിബ്തി വംശത്തിനിടയിൽ അടിമകളെ പോലെ കഴിയേണ്ടി വന്നു ബനു ഇസ്രായേൽ. ഇസ്രായേൽ എന്നത് യാക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ്. യാക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രായേൽ. അതാണ് യാ ബനി ഇസ്രായേൽ, അല്ലയോ ഇസ്രായേലിന്റെ മക്കളെ, ഇസ്രായേൽ സന്തതികളെ. ഏതാണ് ഇസ്രായേൽ? യാക്കൂബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഇസ്രായേൽ മക്കൾ അവരവിടെ അടിമകളെ പോലെ അടിച്ചമർത്തപ്പെട്ടു. 400 കൊല്ലക്കാലം 400 കൊല്ലക്കാലം ഖിബ്തികളുടെ കീഴിൽ അടിമകളായി അതിശക്തമായ പീഡനങ്ങൾ ഏറ്റുകൊണ്ട് യാതൊരു സ്വാതന്ത്ര്യവുമില്ലാതെ, ഒരധികാരവുമില്ലാതെ, ഒരവകാശവുമില്ലാതെ ആ നാട്ടിലവർക്ക് കഴിച്ചു കൂട്ടേണ്ടി വന്നു. അവരെ മോചിപ്പിക്കാൻ കൂടിയാണ് മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്നത്. അങ്ങനെ ഫിർഔൻ നശിച്ചു, എതിരാളികൾ നശിച്ചു, ശത്രുക്കൾ നശിച്ചു. ആ മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും തന്റെ കൂടെയുള്ള വിശ്വാസികളും കടൽ കടന്ന് അല്ലാഹു തആല രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. അവരെ 6 ലക്ഷം മനുഷ്യന്മാരാണ് മൂസാ നബിയുടെ കൂടെ അന്ന് കടൽ കടന്ന് പോയത് എന്നാണ് തഫ്സീറിൽ കാണുന്നത്. അല്ലാഹു അക്ബർ. 6 ലക്ഷം ആളുകൾ. അവര് അല്ലാഹുവിന്റെ വഹയി കിട്ടി, രാത്രി സ്വകാര്യമായി എൻ്റെ അടിമകളെയും കൂട്ടി നീ പോകണമെന്ന്.
അന്നസ്രി ബിഇബാദി ലൈലൻ ഇന്നകും മുത്തബഊൻ. രാത്രി സ്വകാര്യമായി എന്റെ അടിമകളെയും കൊണ്ട് നീ പോകണമെന്ന് അല്ലാഹു വഹയി കൊടുത്തു. ഇസ്രായേൽ മക്കളെ മൊത്തം വിളിച്ചുകൂട്ടി എല്ലാവർക്കും നിർദ്ദേശം നൽകി. പുറപ്പെടാനുള്ള സമയവും സ്ഥലവും പുറപ്പെടാനുള്ള ദിവസവും എല്ലാം നിശ്ചയിച്ച് ആരും അറിയാൻ പാടില്ല, ഏറ്റവും സ്വകാര്യമായിട്ടാകണമെന്ന് തീരുമാനിച്ച് അങ്ങനെ സ്വകാര്യമായി അവരൊക്കെ പറഞ്ഞ ദിവസം, പറഞ്ഞ രാത്രി, പറഞ്ഞ സമയത്ത്, എല്ലാവരും കിടന്നുറങ്ങിയ സമയത്ത് അവരെല്ലാവരും കൂടെ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. ഒന്നിച്ചവർ യാത്ര പുറപ്പെട്ടു. അല്ലാഹ് നേരത്തെ പറഞ്ഞു, ഇന്നകും മുത്തബഊൻ, നിങ്ങളെ പിന്തുടരും അവർ. ഫിർഔനും സംഘവും പിന്തുടരും. എന്നാലും ശരി, നിങ്ങൾ പോവുക. അല്ലാഹ് വഹയി കൊടുത്തു എങ്ങോട്ട് പോകണം, എപ്പോ പോകണം എന്നൊക്കെ അല്ലാഹ് വഹയി കൊടുത്തു. ആ വഹയി പ്രകാരം മൂസാ നബിയും ഹാറൂൻ നബിയും മുമ്പിൽ നിന്ന് അവരെ കൂടെ ഇസ്രായേൽ മക്കൾ പോയി. 6 ലക്ഷം ആളുകൾ. അപ്പോഴേക്ക് വിവരം പുറത്തെത്തി, ഇതാ ഇസ്രായേലിയർ ഒന്നിച്ച് പോകുന്നുണ്ട്. എല്ലാ ഇസ്രായേലും ഇതാ നാട്ടിൽ നിന്ന് മുങ്ങുന്നുണ്ട്. വിവരം വന്നു, രാജവിളംബരമുണ്ടായി. നാലുപാടും അന്വേഷിക്കാൻ ആളെ വിട്ടു. പട്ടാളം ഇറങ്ങി, പോലീസ് ഇറങ്ങി, രാജാവടക്കം ഇറങ്ങി. ഇവര് പോയി രാത്രി സ്വകാര്യമായി. അങ്ങനെ പോയി സമുദ്രത്തിന് മുമ്പിലെത്തി. ഇതങ്ങോട്ട് പോകാൻ വഴിയില്ല. മൂസാ നബിക്ക് അല്ലാഹ് കൊടുത്ത വഹയി പ്രകാരമാണ് പോകുന്നത്. അങ്ങനെ പോയി അവസാനം സമുദ്രത്തിന് മുമ്പിലെത്തി. ഇതെന്താ ചെയ്യാ, മുന്നോട്ട് പോകാൻ വഴിയില്ല. അപ്പോഴേക്ക് പിറകിൽ നിന്ന് ആരവം കേൾക്കുകയാണ്. സൈന്യമൊന്നാകെ വരികയാണ്, പട്ടാളം വരികയാണ്. എന്താ ചെയ്യാ, പിന്മാറിപ്പോകാൻ കഴിയില്ല, മുന്നോട്ട് പോകാനും കഴിയില്ല. വഴിമുട്ടി. മൂസാ നബിയുടെ കൂടെയുള്ള ആളുകൾ പറഞ്ഞു, യാ മൂസ ഇന്നാ ലമുദ്റകൂൻ, അല്ലയോ മൂസ, നമ്മൾ പിടിക്കപ്പെട്ടവർ തന്നെ. നമ്മളെ കഥ കഴിഞ്ഞു. നിന്റെ വാക്കും കേട്ട് നിന്റെ കൂടെ പോന്ന് അവസാനം ഇതാ ഇനി രക്ഷയില്ല. കാരണം മുന്നിലേക്ക് പോകാൻ വയ്യ, പിറകോട്ട് പിന്മാറാനും വയ്യ. എന്തു ചെയ്യും? മൂസാ നബിയുടെ മറുപടി എന്താ? ഖാല കല്ലാ ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ. കല്ലാ, അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ വിചാരിക്കും പോലെയല്ല. അങ്ങനെ അങ്ങ് പിടിക്കപ്പെടുകയില്ല. അല്ലാഹ് പറഞ്ഞിട്ടാ പോണത്, അല്ലാഹുവിന്റെ വഹയി പ്രകാരമാ പോകുന്നത്. അല്ലാഹ് പറഞ്ഞ സമയത്താണ് പോയത്, അല്ലാഹു പറഞ്ഞ ദിശയിലേക്കാണ് പോയത്. അതുകൊണ്ട് തന്നെ ഇന്ന മഇയ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും. ആ പടച്ച റബ്ബ് എനിക്കൊരു മാർഗം കാണിച്ചു തരാതിരിക്കില്ല എന്ന ആ പ്രഖ്യാപനം അതെങ്ങനെ വന്നു? അതാണ് ആ തുഅമുൽ ഈമാൻ. അല്ലാഹുവിനെ കുറിച്ചുള്ള ആ ബോധ്യം, അല്ലാഹുവിനെ പറ്റിയുള്ള ഉറപ്പ്, പടച്ച റബ്ബ് കൈയൊഴികയില്ല എന്ന ആ ഉറച്ച ബോധ്യം. ആ ബോധ്യത്തിൽ നിന്നാണ്. അല്ലെങ്കിൽ എന്താ, ഇനിയിപ്പോ എന്താ വഴി? അല്ലാഹ് വഴി കാണിക്കുന്ന പറഞ്ഞത്. ഇനി എന്താ വഴി? മുന്നിലേക്കും പോകാൻ വയ്യ, പിറകോട്ടും പോകാൻ വയ്യ, ഇനി എന്തു വഴി എന്നല്ലേ ഈമാൻ ഇല്ലെങ്കിൽ തോന്നുക. പക്ഷേ മൂസാ നബിയുടെ മറുപടി, അല്ലാഹ് ഒപ്പണ്ട്, പഠിച്ചോൻ വഴി കാണിച്ചു. അല്ലാഹ് വഴി കാണിച്ചു. അടിച്ചോ, വടി കൊണ്ട് അടിച്ചു. കടൽ പിളർന്നു, വഴിയുണ്ടായി. ആ ആളുകൾ ഒന്നാകെ കടലിൽ കടന്നു പോകുന്നു. അല്ലാഹുവിനെ മനസ്സിലാക്കാൻ സഹോദരന്മാരെ നമുക്ക് പറ്റണം. ചെറിയ അസുഖം വരുമ്പോഴേക്ക്, ചെറിയ ടെൻഷൻ വരുമ്പോഴേക്ക്, ചെറിയ പരീക്ഷണം വരുമ്പോഴേക്ക്, രോഗം വരുമ്പോഴേക്ക് കുറച്ചൊക്കെ ദ്വാരിക്കും, കുറച്ചൊക്കെ സമാധാനിക്കും. പിന്നെങ്ങനെ അത് മാറുന്നില്ല. രോഗം കൂടുകയാണ്, പ്രശ്നം വർദ്ധിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എത്ര കാലപ്പം ദ്വാരുന്നിരിക്കുക? എത്ര കാലപ്പം അങ്ങനെയൊക്കെ വിചാരിക്കുക? എല്ലാവരോടും ദ്വാരിക്കാൻ പറഞ്ഞു, എല്ലാവരും ദ്വാരുന്നു, ഖുതുബീനും ദ്വാരുന്നു, വയലിനും ദ്വാരുന്നു, ഉസ്താദും പറഞ്ഞു, മൗലിയും പറഞ്ഞു, ഒക്കെ പറഞ്ഞു. പക്ഷെ അസുഖം കൂടുന്നില്ല, കൂടുകയാണ്, കുറയുന്നില്ല. ഇനി എന്തു ചെയ്യും? അപ്പോഴാ മറ്റോ പേരാ, അവിടുന്ന് പോയൊക്കെ സംഗതി മുജാഹിദൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും അവിടുന്ന് പോയൊക്കെ ഒന്നും ചെയ്യൊന്നും വേണ്ട. അവിടെ പോയാൽ മതി. ഫാത്തിഹ ഓതാനേ പറയുള്ളൂ, യാസീൻ ഓതാനേ പറയുള്ളൂ, ദ്വാരക്കാനേ പറയുള്ളൂ, വേറെ ഒന്നും പറയില്ല. ഒന്ന് പോയൊക്കെ തങ്ങളടുത്ത്. അവിടെ തങ്ങളുണ്ട്, ഇവിടെ ഒരു ബീബി ഉണ്ട്, അവിടെ ഒരു സിദ്ധനുണ്ട്, അവിടെ ഷെയ്ഖുണ്ട്, അവിടെ ഒരു ഹോജയുണ്ട്, ഒന്ന് പോയി നോക്ക് എന്ന് പറയുമ്പോൾ ഇല്ല. ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ, എന്റെ റബ്ബുണ്ട് കൂടെ, അവനൊരു വഴി കാണിച്ചു. ആ റബ്ബ് എനിക്ക് തീരുമാനിച്ചത് ജീവിത അവസാനം വരെ ഈ രോഗവുമായി കഴിയാനാണെങ്കിൽ അത് മതി. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തി ലിമാ മനഅത. റബ്ബ് തന്നാൽ തടയാൻ ആരുമില്ല. അതൊരു ബോധ്യമാകണ്ടേ? അത് ഈമാൻ കാര്യത്തിന്റെ ഭാഗമല്ലേ? ഖദാ ഖദറിന്റെ ഭാഗമല്ലേ? എന്റെ റബ്ബ് ഞാൻ ജനിക്കും മുമ്പ് എനിക്ക് തീരുമാനിച്ചു വെച്ചത് ആ കാര്യങ്ങൾ മുഴുവനും. അല്ല, ആകാശഭൂമികൾ സൃഷ്ടിക്കും മുമ്പ്. ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കണമെന്നത്
ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന്റെ 50,000 കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹു രേഖപ്പെടുത്തി വെച്ച കാര്യമാണ്. ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന്റെ 50,000 കൊല്ലം മുമ്പ് രേഖപ്പെടുത്തി വെച്ച കാര്യമാണ് ഞാൻ ഇന്ന് ഈ സമയത്ത് ഇവിടെ പ്രസംഗിക്കണമെന്നത്. ഇനി അത് വേണ്ടാന്ന് വെക്കാൻ ആര് വിചാരിച്ചാൽ നടക്കുക? അത് മാറ്റം വരുത്താൻ ആര് വിചാരിച്ചാൽ നടക്കുക? പടച്ച റബ്ബ് തീരുമാനിച്ചാൽ നടക്കുമെന്നല്ലാതെ, പടച്ച റബ്ബ് ആ തീരുമാനം മാറ്റി എഴുതിയാൽ അത് മാറുമെന്നല്ലാതെ മറ്റാർക്ക് മാറ്റാൻ കഴിയും? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത. ആ ബോധ്യമുണ്ടെങ്കിൽ സഹോദരന്മാരെ, പിന്നെ ആരാണ് അല്ലാഹുവിലേക്ക് പോവുക? എലസ് കെട്ടി, ഉറുക്ക് കെട്ടി, നൂല് കെട്ടി, തെറ്റായ മന്ത്രം സ്വീകരിച്ചുകൊണ്ട് ഇത്തരം ശിർക്കിന്റെ വഴിയെ പോകാൻ ആരാ സഹോദരന്മാരെ നമ്മോട് പറയുന്നത്? എനിക്കെന്തു വന്നാലും ശരി, എൻ്റെ റബ്ബിന്റെ തീരുമാനം എന്തോ അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് സന്തോഷത്തോടെ. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 14 കൊല്ലമാണ് രോഗിയായി. 14 കൊല്ലം. ഒരു നബിയാണ്, വഹയുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മുഅ്ജിസത്തുണ്ട്. എന്നിട്ട് ആ പ്രവാചകൻ 14 കൊല്ലമാണ് രോഗിയായി കഴിഞ്ഞത്. ആ 14 കൊല്ലത്തിലേക്ക് എത്ര പ്രാവശ്യം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് വഹയുമായി? മുഅ്ജിസത്തില്ലേ അദ്ദേഹത്തിന്? പടച്ച റബ്ബിൽ നിന്ന് വിവരങ്ങൾ കിട്ടുന്നില്ല അദ്ദേഹത്തിന്? ആ നബിയാണ് 14 കൊല്ലം രോഗിയായി കഴിഞ്ഞത്. ഒരു ചെറിയ അസംതൃപ്തിയുടെ വാക്ക് പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നാണ് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത്. ഒരു പൊറുതികേട് പോലും. എന്താ ഇപ്പൊ ഞാനൊരു നബിയായിട്ട് എനിക്ക് ഗതി വന്നല്ലോ, എന്താ റബ്ബേ എനിക്കിങ്ങനെ? ഇല്ല, ചിന്തിച്ചിട്ടില്ല. അവസാന രോഗം മൂർച്ഛിച്ച് അതിന് പുറമെ മക്കളെല്ലാം നഷ്ടപ്പെട്ടു, സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് 1-ലേറെ ഭാര്യമാരുണ്ട്. ആ ഭാര്യമാർക്ക് അദ്ദേഹം ഒഴിവാക്കിപ്പോയി. ഒരു ഭാര്യ മാത്രം കൂടെ നിന്നു. ആ ഭാര്യ വീടാന്തരം കയറി വീട്ടുവേലകൾ ചെയ്ത് അവർ നൽകുന്ന ഭക്ഷണം, അവർ നൽകുന്ന വല്ലതുമൊക്കെ അതുമായി വന്ന് തൻ്റെ ഭർത്താവിന് തിന്നാൻ കൊടുക്കുന്നു. അങ്ങനെ ആ ഭാര്യ ഭർത്താവിനെ പരിചരിക്കുന്നു. എല്ലാ വീട്ടിലും കയറി ഭാര്യ പണിയെടുക്കുന്ന ആര്? ഒരു നബിയുടെ ഭാര്യ, മുഅ്ജിസത്തുള്ള പ്രവാചകന്റെ ഭാര്യ, വഹി ലഭിക്കുന്ന പ്രവാചകന്റെ ഭാര്യ വീടാന്തരം പോയി വീട്ടുവേലകൾ ചെയ്തു കൊടുക്കുന്നു. അവിടുന്ന് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ പ്രതിഫലം കൂലിയുമായി വന്ന് ഈ ഭർത്താവിനെ പരിചരിക്കുന്നു. അവസാനം ഈ ജോലിക്ക് വരുന്ന പെണ്ണിന്റെ ഭർത്താവ് ഒരു മാരകമായ രോഗമുള്ള ആളാണ്, വല്ലാത്തൊരു രോഗിയാണ് അയാള് എന്ന് ആളുകളൊക്കെ അറിഞ്ഞപ്പോ ആളുകൾക്ക് സംസാരമായി, ഇനി അവളെ പണിക്ക് വിളിക്കണ്ട, കാരണം അവളെ ഭർത്താവ് ഇങ്ങനെ ഒരു മാറാരോഗമുള്ളവരാണ്, അതുകൊണ്ടൊരു പക്ഷെ ഇവൾ പണിക്ക് വന്നാൽ ആ രോഗം ഇവളിലൂടെ നമ്മിലേക്ക് പകരാൻ സാധ്യതയുണ്ട് എന്ന സംസാരം വന്നു. അങ്ങനെ ജോലിക്ക് പോലും ഒരാളും വിളിക്കാതായില്ല. ആ വഴിയും മുട്ടി. അന്നുമില്ല പൊറുതികേടിൻ്റെ ഒരു വർത്തമാനം. എന്താ റബ്ബേ എന്നോടിങ്ങനെ പറഞ്ഞിട്ടില്ല. 14 കൊല്ലമാണ് കഴിച്ചു കൂട്ടിയത്. 14 കൊല്ലം. അവസാനം അല്ലാഹു തആല സഹായം നൽകി. രോഗം മാറി, ആരോഗ്യം തിരിച്ചു കിട്ടി, സൗന്ദര്യം തിരിച്ചു കിട്ടി, മക്കളുണ്ടായി, സമ്പത്തുണ്ടായി, എല്ലാം അല്ലാഹു തആല രണ്ടാമത് നൽകി. ഒരു പരീക്ഷണമായിരുന്നു. എന്തിനാണ് ഖുർആൻ ഇറക്കിയത്? അത് കഴിഞ്ഞില്ലേ? അത് ഏതോ കാലത്ത് കഴിഞ്ഞു പോയി. അതെന്തിനാ ആയത്തായി പഠിപ്പിച്ചത്? അതെന്തിനാ നമ്മൾ ഓതുന്നത്? നമുക്കതിൽ പാഠമുണ്ട്. ഒരു നബിക്ക് ആ അവസ്ഥ ഉണ്ടായെങ്കിൽ പിന്നെ എൻ്റെ കാര്യം എന്ത്? രോഗം വരും, സ്വാഭാവികമാണ്, പരീക്ഷണം ഉണ്ടാകും. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ الَّذِينَ إِذَا أَصَابَتْهُم مُّصِيبَةٌ قَالُوا إِنَّا لِلَّهِ وَإِنَّا إِلَيْهِ رَاجِعُونَ. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പഠിപ്പിച്ചില്ലേ, പരീക്ഷിക്കും ഞാൻ നിങ്ങളെ ഭയം കൊണ്ട്, വിശപ്പ് കൊണ്ട്, സാമ്പത്തിക നഷ്ടം കൊണ്ട്, ശാരീരികമായ പ്രയാസങ്ങൾ കൊണ്ട്, വ്യത്യസ്തമായ പരീക്ഷണം കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. ഫബശ്ശിരി സ്വാബിരീൻ, ക്ഷമാലുക്കൾക്ക് സന്തോഷവാർത്ത അറിയിക്കണേ. ഈ ആയത്ത് ഓതിപ്പോയാൽ പോരല്ലോ, ബുദ്ധിമുട്ടുണ്ടാകും. വീട്ടിൽ മാറാ രോഗങ്ങൾ, ഒരാൾ കഴിയുമ്പോൾ മറ്റേ ആൾക്ക്, അത് കഴിയുമ്പോൾ വേറെ ആൾക്ക്, അത് കഴിയുമ്പോൾ വേറെ ആൾക്ക്, ഇങ്ങനെ മേൽക്കുമേലെ പ്രതിസന്ധികൾ. തുടങ്ങുന്ന എല്ലാ ബിസിനസ്സും പൊളിഞ്ഞു പോകുന്നു, ഒന്നും മര്യാദക്കാകുന്നില്ല, മക്കൾ ശരിയാകുന്നില്ല, വല്ലാത്ത പ്രയാസങ്ങൾ മേൽക്കുമേലെ വരുമ്പോഴും അൽഹംദുലില്ലാ പടച്ച റബ്ബ് എനിക്കതിൽ ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കാൻ നമുക്ക് സാധിക്കലുണ്ടോ? ആ വിശ്വാസമാണ് നമുക്ക് ആവശ്യം.
ഒരു തെല്ലത്തുനിന്ന് ആരാധിക്കല്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഒരു അറ്റത്ത് നിന്ന് അല്ലാഹുവിനെ ആരാധിക്കുന്ന മനുഷ്യന്മാരുണ്ടതാണ്. ഒരു തെല്ലത്ത് നിൽക്കും, പൂർണ്ണമായി ഈമാനിലേക്കില്ല. ഒരു വക്കത്ത് നിന്നിട്ടാണ് അവൻ ഇബാദത്ത്. അവന്റെ എല്ലാ കാര്യവും ഭംഗിയായി നടക്കുകയാണെങ്കിലോ ഒരു വല്ലാത്ത സമാധാനം, ഒരു ബുദ്ധിമുട്ടില്ല, ഒക്കെ റാഹത്താണ്. നല്ല കച്ചവടമുണ്ട്, നല്ല സൗകര്യമുണ്ട്, നല്ല വീടുണ്ട്, നല്ല വാഹനമുണ്ട്, മക്കളൊക്കെ ഉഷാറ്, യാതൊരു ബുദ്ധിമുട്ടില്ല. ഓ അൽഹംദുലില്ലാ, എന്താ റാഹത്ത്. ചെറിയൊരു ബുദ്ധിമുട്ട് വന്നാലോ, ചെറിയൊരു പ്രയാസം വരുമ്പോഴേക്ക് നേരെ അവൻ പിറകോട്ടടിക്കുന്നു, എല്ലാം വിട്ടെറിഞ്ഞു പോയി. എന്താ പോ ഞാൻ എങ്ങനെയൊക്കെ ആയിട്ട് എനിക്കിപ്പതല്ലേ, ഞാൻ എത്ര കാലമായി മുജാഹിദായിട്ട്, ഞാൻ പള്ളി കമ്മിറ്റി സെക്രട്ടറിയാണ്, ഞാൻ പള്ളി കമ്മിറ്റി ഭാരവാഹിയാണ്, ഞാൻ ഇവിടുത്തെ വലിയ പ്രവർത്തകനാണ്, 24 മണിക്കൂർ തന്നെ ഞാൻ ഓടുകയാണ്. എന്നിട്ട് റബ്ബ് തന്നെ തീരുമാനിച്ചത് എന്നാ ഞാൻ അവിടെ കേട്ടെ, എത്ര മതി. ബുദ്ധിമുട്ട് വരുമ്പോ നേരെ തിരിഞ്ഞു പോകുന്നു. അല്ലാഹു പറഞ്ഞെന്താ, ദുനിയാവും പോയി പരലോകവും പോയി. റബ്ബ് കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരു തെല്ലിൽ നിന്നുകൊണ്ടല്ല ആരാധിക്കേണ്ടത്, ദുനിയാവിൽ ഗുണം കിട്ടാനല്ല ഈമാൻ സ്വീകരിക്കേണ്ടത്, അതിനല്ല തൗഹീദ്, അതിനല്ല ഈമാൻ. നേരെ മറിച്ച് അല്ലാഹു തആലയുടെ തീരുമാനത്തിൽ സംതൃപ്തി അടഞ്ഞ് എനിക്കെന്റെ റബ്ബ് എന്റെ ജീവിതകാലം മുഴുവനും ഞാൻ രോഗിയായി കിടക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചേ പറ്റൂ. ഞാൻ രോഗിയെ കാണാൻ പോയി, തലശ്ശേരി പ്രസംഗിക്കാൻ പോയപ്പോൾ 43 കൊല്ലം ആ മനുഷ്യന് ഒരേ കിടന്നാളാണ്. ആക്സിഡന്റ് സംഭവിച്ച് നട്ടലിന് ശലം പറ്റി. ഞാൻ കാണാൻ ചെല്ലുമ്പോൾ അദ്ദേഹം 43ാമത്തെ കൊല്ലമാണ് ആ കിടപ്പ്. ആലോചിക്കാൻ പറ്റുമോ നമുക്ക്? ആലോചിക്കാൻ കഴിയും. 43 കൊല്ലം ഒരേ കിടപ്പ് കിടക്കുക എന്ന് പറഞ്ഞാൽ, കല്യാണം കഴിഞ്ഞ് 1.5 മാസമാണ് ഭാര്യയോടൊപ്പം ജീവിച്ചത്. അത് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ആക്സിഡന്റ് ആകുന്നത്. 1.5 മാസം മാത്രം ഒന്നിച്ച് ജീവിതം പങ്കിട്ടിട്ട് പോലും ആ ഭാര്യ ശേഷമുള്ള 43 കൊല്ലം ആ ഭർത്താവിനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, പരിചരിച്ചു കൊണ്ടിരിക്കുന്നു. അദ്ദേഹം മരണപ്പെട്ടു. അല്ലാഹു തആല സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാണ്. സഹോദരങ്ങളെ, എനിക്കെന്റെ റബ്ബ് എന്താണോ തീരുമാനിച്ചത് അത് നടന്നേ പറ്റൂ. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ 50,000 കൊല്ലം മുമ്പ് അല്ലാഹു തആല രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മുഴുവൻ കാര്യങ്ങളും. അത് നടക്കാതിരിക്കില്ല. അത് നബി തങ്ങൾ പറഞ്ഞു, അത് ഖുർആൻ നമ്മെ സൂചിപ്പിച്ചു. ആ റബ്ബിനെ മനസ്സിലാക്കി പടച്ച റബ്ബിലേക്ക് ആത്മാർത്ഥമായി മനസ്സ് തിരിയാൻ കഴിയോ എങ്കിൽ വല്ലാത്ത സമാധാനമാണ്. അതിനു പകരം അല്ലാഹു അല്ലാത്തവരിലേക്ക് പോകുന്നുവെങ്കിൽ, ഉമ്മിയാക്കന്മാരും മൗലിയാക്കന്മാരും ശുഹദാക്കളും സ്വാലിഹീങ്ങളും ജിന്നും ശൈത്താനും മലക്കും അടക്കമുള്ള ഏത് പടപ്പിലേക്കും മനസ്സ് പോകുന്നുവെങ്കിൽ തൗഹീദിന് വിരുദ്ധമാണ്. ജീവിതത്തിൽ എന്തു വന്നാലും റബ്ബേ എന്നല്ലാത്തൊരു വിളി നമുക്ക് പാടില്ല, അല്ലാ എന്നല്ലാത്തൊരു വിളി നമുക്കില്ല. ഒരു നബിയോടും പ്രാർത്ഥനയില്ല, ഒരു വലിയനോടും പ്രാർത്ഥനയില്ല, ഒരു ജിന്നിനോടും തേട്ടമില്ല, ഒരു മലക്കിനോടും തേട്ടമില്ല, ഒരു പടപ്പിനോടുമില്ല. ഹസ്ബി അല്ലാ, എനിക്കല്ലാ മതി. അത് ആത്മാർത്ഥമായി മനസ്സറിഞ്ഞു പ്രഖ്യാപിക്കുന്നിടത്താണ് നമ്മുടെ വിശ്വാസ വിശുദ്ധി. ആ നിലക്കൊരു ഈമാൻ നിങ്ങൾ സ്വീകരിച്ചു നോക്കി, എന്തു വന്നാലും അതൊന്നും വിഷയമേ അല്ല. നബി തങ്ങൾ അബൂദർ ഗിഫാരിക്ക് നൽകിയ 9 ഉപദേശങ്ങൾ കാണാം. അദ്ദേഹം പറയാം, അല്ലാഹുവിന്റെ റസൂൽ എന്റെ കൂട്ടുകാരൻ എനിക്ക് 9 ഉപദേശങ്ങൾ നൽകി. ഒന്നാമത്തെ ഉപദേശം, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. വഇൻ ഖുത്തിഅത ഔ മുസ്തിൽത, നിന്നെ കഷ്ണം മുറിക്കപ്പെട്ടാലും ശരി, നിന്റെ കൈകാലുകൾ കൊത്തി നുറുക്കപ്പെട്ടാലും ശരി, നീ റബ്ബിൽ പങ്കു ചേർക്കല്ല. ശരീരം കഷ്ണം കഷ്ണമാക്കി വെട്ടിമുറിച്ചാലും കൈയും കാലും കൊത്തി നുറുക്കിയാലും ശരി, ലാ തുശ്രിക് ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കല്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിയായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു നൽകുന്ന ഒന്നാമത്തെ ഉപദേശമാണ്. അത് അദ്ദേഹത്തിന് മാത്രമല്ല നമുക്ക് കൂടിയാണ്. പടച്ച റബ്ബിനെ അറിയണം നമ്മൾ. അല്ലാഹുവിന്റെ മഹത്വത്തെ, അവന്റെ നാമങ്ങളെ, അവന്റെ വിശേഷണങ്ങളെ എല്ലാം അറിയണം. പടച്ച റബ്ബിന്റെ അധികാരാവകാശങ്ങൾ,
അവന്റെ നാമഗുണവിശേഷണങ്ങൾ. അല്ലാഹ് സമീആണ്, അല്ലാഹ് ബസീറാണ്, അല്ലാഹ് അലീമാണ്, അല്ലാഹ് ഖദീറാണ്, അല്ലാഹ് ഹക്കീമാണ്, അല്ലാഹ് ഖബീറാണ്, അല്ലാഹ് ലത്തീഫാണ്, അവൻ റഖീബാണ്, അവൻ ഖാദിറാണ്, അവൻ മുഖ്തദിറാണ്, അവൻ മുതകബ്ബിറാണ്, അവൻ വദൂദാണ് തുടങ്ങി റഹ്മാനായ റബ്ബിന്റെ നാമങ്ങൾ, വിശേഷണങ്ങൾ ഓരോന്നും അറിയുമ്പോഴും പടച്ച റബ്ബിനോടുള്ള സ്നേഹം വർദ്ധിക്കും, അല്ലാഹുവിന്റെ സ്നേഹം കിട്ടും. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, ഈമാനുള്ളവർ അല്ലാഹു തആലയോട് അതികഠിനമായ സ്നേഹമുള്ളവരാണ്. അല്ലാഹുവിനെ സ്നേഹിക്കുക പറ്റണം. അതിന് അല്ലാഹുവിനെ പേടിക്കൽ മാത്രമല്ല, അല്ലാഹുവിനെ സ്നേഹിക്കുക, റബ്ബിനെ പ്രതീക്ഷിക്കുക, റബ്ബിൽ ഭരമേൽപ്പിക്കുക. തവക്കുല്, ഇനാബത്ത്, റജാ, ഖൗഫ് അതൊക്കെ ഇബാദത്തിന്റെ വകഭേദങ്ങളാണ്. റബ്ബിൽ പ്രതീക്ഷ വെക്കുക ഇബാദത്താണ്. അല്ലാഹുവിനെ ഭയപ്പെടുക, അല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, അല്ലാഹുവിനെ ഭയപ്പെടുക ഇബാദത്താണ്. അല്ലാഹുവിനെ സ്നേഹിക്കുക മഹബ്ബത്ത് ഇബാദത്താണ്. അമലുൻ ഖൽബി, ഖൽബിയായ അമലാണ് അല്ലാഹുവിനെ സ്നേഹിക്കുക, അല്ലാഹുവിൽ പ്രതീക്ഷ വെക്കുക. റജാ ഖൽബിന്റെ അമലാണ്, ഇബാദത്താണ്. അതൊക്കെ പടച്ച റബ്ബിനോട് മാത്രം, അല്ലാഹുവിനെ മാത്രം പ്രതീക്ഷിക്കുക, അല്ലാഹുവിനെ മാത്രം ഭയപ്പെടുക, റബ്ബിനെ മാത്രം എല്ലാം അർപ്പിക്കുക. തവക്കുൽ ഇബാദത്താണ്. സഹോദരങ്ങളെ, ആ നിലയ്ക്ക് അല്ലാഹു തആലയെ അറിയാൻ, അവനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ആ റബ്ബ് പഠിപ്പിച്ച ദീന് രണ്ട് സോഴ്സ് നമുക്ക് ലഭിക്കുക. അല്ലാഹുവിന്റെ ദീനിന്റെ അസ്ല് വഹയാണ്. ദീനിന്റെ അസ്ല് വഹയാണ്. ദീനിൽ നമ്മൾ എന്ത് ചെയ്യുന്നുവോ അതിനെല്ലാമുള്ള തെളിവ് വഹയാണ്. വഹയിലില്ലാതെ ദീനിലൊന്നുമില്ല. ആ വഹയ് രണ്ട് വഴിക്ക് നമുക്ക് ലഭിക്കുക. ഒന്ന് അല്ലാഹുവിന്റെ കിതാബ്, രണ്ട് റസൂലിന്റെ സുന്നത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഹയില്ലേ ദീനിൽ തെളിവല്ല. അല്ലാഹ് പഠിപ്പിച്ചു, റസൂല് പഠിപ്പിച്ചു, അതാണ് വഹയ്. അത് രണ്ടും തെളിവാണ്. ചില ആൾക്ക് ധാരണ ഉണ്ട്, ഖുർആനൊക്കെ ഹദീസ് നമുക്ക് അങ്ങ് എടുക്കാൻ പറ്റുമോ? നബി തങ്ങൾ പറഞ്ഞ ഹദീസാണോ? പിന്നെ ചോദ്യമില്ല. വിശുദ്ധ ഖുർആൻ തെളിവായതുപോലെ തന്നെ തെളിവാണ് ഹദീസുകൾ. വിശുദ്ധ ഖുർആൻ അതേ സ്ഥാനമാണോ ഹദീസിന്? അല്ല. അത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ ഒന്നാം സ്ഥാനം, ഹദീസ് രണ്ടാം സ്ഥാനം. അത് ഏതിലാണ്? സ്ഥാനത്തിലാണ്, മഹത്വത്തിലാണ്. ഹദീസിനില്ലാത്ത ഒരുപാട് സവിശേഷത ഖുർആനിലുണ്ട്. എന്നാൽ തെളിവാവുക, പ്രമാണമാവുക എന്ന വിഷയത്തിൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഒരേ സ്ഥാനമാണ്. അവിടെ രണ്ടാം സ്ഥാനം ഒന്നാം സ്ഥാനം ഇല്ല. രണ്ടും ഒന്നിച്ച് സ്വീകരിച്ചെങ്കിലേ ഒരാൾക്ക് ദീനിന്റെ ഏത് കാര്യവും സ്വീകരിക്കാൻ കഴിയും. ഏതും. ആ രംഗത്ത് വലിയ സേവനങ്ങൾ ചെയ്ത മഹാരഥന്മാർ ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം തിർമിദി, ഇമാം അബൂ ദാവൂദ്, ഇമാം നസായി, ഇമാം ഇബ്നു മാജ, ഇമാം ബൈഹഖി, ഇമാം ഇബ്നു ഹിബ്ബാൻ അടക്കമുള്ള എണ്ണിയാലൊടുങ്ങാത്ത ആയിരക്കണക്കായ പണ്ഡിതന്മാർ ഈ സേവനം ചെയ്തവരാണ്. ഒരാൾ ഹദീസ് അങ്ങ് മാറ്റിവെച്ചാൽ അയാൾക്ക് ദീനിന്റെ ഒന്നും സ്വീകാര്യമല്ല. ഒരാളിപ്പം വരാൻ എനിക്ക് മുസ്ലിം ആകണം, ഞാൻ ഇസ്ലാം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഒരു അമുസ്ലിമായ സുഹൃത്ത് ഇപ്പൊ വന്ന് പറഞ്ഞാൽ അയാൾക്ക് മുസ്ലിമാകാൻ, ഇസ്ലാമിലേക്ക് അടക്കാൻ നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കുക? സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കുകയാണോ? അല്ലല്ലോ. ഏതായാലും പോയി നിസ്കരിച്ചോ, ഇശാബാങ്ക് കൊടുത്ത സമയമായി, നീ പോയി നിസ്കരിച്ചു വാ എന്ന് പറയോ? ഇല്ല. ഒരാൾക്ക് ഇസ്ലാമിലേക്ക് കടക്കാൻ എന്താ ചെയ്യേണ്ടത്? രണ്ട് ഷഹാദത്ത് കലിമ അർത്ഥമറിഞ്ഞ് മനസ്സ് ഉറപ്പിച്ച് നാവ് കൊണ്ട് പ്രഖ്യാപിക്കണം. ഈ രണ്ട് ഷഹാദത്ത് കലിമ എവിടുന്ന കിട്ടിയത്? ഹദീസിനാണ്. ഒരാൾക്ക് മുസ്ലിമാകാൻ ഈ ഷഹാദത്ത് പ്രഖ്യാപിക്കണം. എവിടുന്ന് കിട്ടി? ഹദീസ് എന്നാണ്. ഹദീസ് മാറ്റിവെച്ച ഒരാള് എന്താണ് പിന്നെ പറഞ്ഞു കൊടുക്കുക? ഇയാൾക്ക് നിസ്കരിക്കണം. എവിടുന്ന് കിട്ടി? ഹദീസിനെ കിട്ടൂ. നിസ്കരിക്കണമെന്ന് ഖുർആൻ പറഞ്ഞു. അഖീമുസ്സലാം, മുറപ്രകാരം നിസ്കാരം നിർവഹിക്കണം അല്ല പറഞ്ഞു. എന്താണ് മുറ? മുറപ്രകാരം ശരിയാവണ്ണം ഇഖാമത്തുസ്സലാം, നിസ്കാരം നിലനിർത്തുക, ഷർത്തോട് ഫർളോട് കൂടി എല്ലാം പൂർത്തിയായിക്കൊണ്ട് ക്രമപ്രകാരം നിസ്കരിക്കുക. എന്താണ് ഷർത്ത്? എന്താണ് ഫർള്? എന്താണ് ആ ക്രമം? ഏതാണ് നിശ്ചയിക്കപ്പെട്ട മുറ? എവിടുന്ന് കിട്ടും? 5 വക്ത് നിസ്കരിക്കുന്ന ഖുർആൻ മനസ്സിലാവും. പക്ഷെ 5 വക്ത് എപ്പോഴാ? എത്ര റക്അത്താണ്? എങ്ങനെ നിസ്കാരം ആരംഭിക്കുക? ആദ്യം ഏതാണ്? പിന്നെന്താണ്? എങ്ങനെ അവസാനിപ്പിക്കുക? എന്താ ചൊല്ലേണ്ടത്? എവിടുന്ന് കിട്ടി? ഹദീസിനെ കിട്ടി. ഹദീസ് എടുക്കാത്ത ഒരാൾക്ക് ഒരു റക്അത്ത് പോലും നിസ്കരിക്കാൻ കഴിയില്ല. ഒറ്റ റക്അത്ത് നിസ്കരിക്കാൻ കഴിയില്ല. ഒരു സുജൂദ് പോലും ചെയ്യാൻ കഴിയില്ല. ഒരു റുക്കൂഅ് പോലും ചെയ്യാൻ കഴിയില്ല.
ഹദീസ് 2ാം സ്ഥാനമല്ലേ എന്ന് പറഞ്ഞ് മാറ്റിച്ചാലോ നിസ്കരിക്കാൻ പറ്റില്ല, നോമ്പെടുക്കാൻ കഴിയില്ല, സക്കാത്ത് കൊടുക്കാൻ കഴിയില്ല, ഹജ്ജ് ചെയ്യാൻ കഴിയില്ല, ഖുർആൻ ഓതാൻ കഴിയില്ല. നമ്മുടെ കയ്യിലെ മുസ്ഹഫിൽ ആയത്തെ സൂറത്തുൽ ഫാത്തിഹ. നബി ഞങ്ങൾക്ക് ആദ്യം അറിഞ്ഞത് ഇഖ്റ ബിസ്മി. പിന്നെ എങ്ങനെയപ്പോ ഈ മാറിയത്? ആദ്യം ഇറങ്ങിയത് ഇഖ്റ ബിസ്മി ആണെങ്കിൽ മുസ്ഹഫിൽ ആദ്യം കാണേണ്ടത് ഇഖ്റ ബിസ്മി അല്ലേ? അതും 5 ആയത്തെ ആദ്യം ഇറങ്ങിയിട്ടുള്ളൂ, ബാക്കി പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് ഇറങ്ങണം. അപ്പൊ ആദ്യം ഫാത്തിഹ, പിന്നെ ബഖറ, പിന്നെ ആലു ഇമ്രാൻ, പിന്നെ നിസാ, പിന്നെ മാഇദ, പിന്നെ അൻആം, പിന്നെ അറാഫ്. ഇതൊക്കെ എവിടുന്നാ വന്നത്? ഹദീസ് എന്നാണ്. ഹദീസ് മാറ്റിച്ചാലോ ഈ മുസ്ഹഫ് എടുക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. വിവാഹ രംഗത്ത് അല്ലാഹ് പറഞ്ഞ എന്താ? ഉമ്മമാരെ വിവാഹം കഴിക്കാൻ പാടില്ല, സഹോദരിമാരെ പാടില്ല, എളാമ പാടില്ല, ഇങ്ങനെ പാടില്ലാത്തവരൊക്കെ പറഞ്ഞു. ശേഷം അല്ലാഹ് പറഞ്ഞു വഉഹില്ല ലക്കും മാ വറാഅ ദാലിക്കും, അതിനപ്പുറമുള്ള സ്ത്രീകളൊക്കെ നിങ്ങൾക്ക് ഹലാലാകുന്നു. എന്നാ ഇപ്പോൾ ഏത് പെണ്ണിനും പോയി എങ്ങനെയും പോയി കെട്ടാൻ പറ്റുമോ? പറ്റൂല. നിയമങ്ങളുണ്ട്. ഹദീസ് മാറ്റി വെച്ചാൽ ആ നിയമങ്ങൾ സ്വീകരിക്കാൻ കഴിയില്ല. ഭക്ഷണം രംഗത്ത് അല്ലാഹ് പറഞ്ഞ എന്താണ്? ഖുൽ ലാ അജിദു ഫീമാ ഉഹിയ ഇലയ്യ മുഹറമൻ അലാ ത്വാഇമി യത്അമുഹു. ഭക്ഷിക്കാൻ പാടില്ല എന്ന് എനിക്ക് ലഭിച്ച വഹയിൽ ആകെ പറഞ്ഞത് ഒന്ന് ശവം, ഔ ദമം മസ്ഫൂഹൻ, ഒലിക്കുന്ന രക്തം, ഔ ലഹ്മ ഖിൻസീർ, പന്നി മാംസം. അതേപോലെ അല്ലാഹുവിനോട് പ്രഖ്യാപിക്കപ്പെട്ടത് ഇതല്ലാത്തതൊന്നും എനിക്ക് ഹറാമായി കാണുന്നില്ല. ശവം പാടില്ല, പന്നി മാംസം പാടില്ല, അതേപോലെ ഒലിക്കുന്ന രക്തം പാടില്ല, അല്ലാഹു അല്ലാത്ത പേര് അറുക്കപ്പെട്ടത് പാടില്ല. ഇത് മാത്രമാണ് ഹറാമായി എനിക്ക് വഹി ലഭിച്ചത് എന്നൊരായത്ത് കാണാം. ഹദീസിൽ കാത്തുള്ള എന്താ ചെയ്യാം? ഇത് മാത്രമേ പറ്റാത്തുള്ളൂ. ശവം തിന്നാൻ പറ്റില്ല, ബാക്കി എന്തും കഴിക്കാം. അടുത്താൽ ഏതും കഴിക്കാം, നായയും പൂച്ചയും അടക്കം ഏതും തിന്നാമെന്ന് വരും. ഈ ആയത്ത് മാത്രം എടുക്കുന്ന ഒരാൾക്ക്. മരിച്ചാൽ എന്ത് ചെയ്യണം? ഖുർആനിലൂടെയും പറഞ്ഞിട്ടില്ല. മയ്യത്ത് കുളിപ്പിക്കണോ, കഫൻ ചെയ്യണോ, നിസ്കരിക്കണോ, മണമാടണോ, ഖുർആനിലൂടെയും പറഞ്ഞിട്ടില്ല. ഹദീസ് പ്രകാരം ചെയ്യാൻ പറ്റുള്ളൂ. നിക്കാഹ് എങ്ങനെ? ഖുർആൻ പറഞ്ഞു നിങ്ങൾ വിവാഹം ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. എങ്ങനെ വിവാഹം ചെയ്ത് കൊടുക്കുക? എന്താ ചെയ്യണം? ഈജാബ് വേണോ, കബൂല് വേണോ, വലിയ വേണോ, എന്താ വേണ്ടത്? ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല. സഹോദരങ്ങളെ, ഹദീസും ഖുർആനും ഒരുപോലെ തെളിവായി സ്വീകരിക്കാത്തവന് ഒന്നും സ്വീകാര്യമല്ല. രണ്ടും വഹ്യാണെന്ന് പഠിക്കണം നമ്മൾ ആദ്യം. ഹദീസ് നിഷേധിയോട് ചോദിക്കേണ്ട ഒന്നാമത്തെ ചോദ്യം, ഹദീസ് വഹ്യാണോ അല്ലേ? വഹ്യാണോ അല്ലേ? വഹ്യാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത ചോദ്യം എന്താ? എങ്കിൽ ഈ ഹദീസ് ഖുർആനെതിരാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹ് കൊടുത്ത ഒരു വഹി മറ്റൊരു വഹിനെതിരാണ് എന്നല്ലേ അതിനർത്ഥം? അപ്പൊ അല്ലാഹ് വൈരുദ്ധ്യമായ വഹി കൊടുത്തു. ഇത് നിനക്കാ മനസ്സിലായത്? അല്ലാഹ് വഹി കൊടുത്ത് വൈരുദ്ധ്യമായിട്ട് നബിയെ സ്വീകരിച്ചു പോന്നു, സ്വഹാബിയെ സ്വീകരിച്ചു പോന്നു, അഹ്ലുസുന്ന നൂറ്റാണ്ട് പൈതാകൾ സ്വീകരിച്ചു പോന്നു. ഇപ്പൊ നിനക്ക് മനസ്സിലായി അല്ലാഹ് കൊടുത്ത വഹികൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്നാണോ നീ വാദിക്കുന്നത്? കാഫിറായി പ്രവർത്തനാണ്. ഇനി ഹദീസ് വഹി അല്ല എന്നാണ് മറുപടിയെങ്കിലോ? ഹദീസ് വഹി അല്ല എന്നാണെങ്കിൽ പിന്നെ ഈ നിസ്കാരം നബി സ്വന്തമായി പഠിപ്പിച്ചതാണോ വഹിയില്ലാതെ? നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയ കർമ്മങ്ങളൊക്കെ നബി ഞങ്ങൾ സ്വന്തം പ്രകാരം പഠിപ്പിച്ചതാണോ? അങ്ങനെയാണെങ്കിൽ അല്ലാഹ് പറഞ്ഞ ആയത്തിന്റെ അർത്ഥം വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ. സൂറത്തുൻ നജ്മിലെ 3-4 ആയത്തുകളാണ്. സ്വന്തം ഇഷ്ടപ്രകാരം നബി ഞങ്ങൾ സംസാരിക്കുകയില്ല, അല്ലാഹ് കൊടുത്ത വഹ്യു പ്രകാരമല്ലാതെ, ദിവ്യബോധനം അടിസ്ഥാനമാക്കിയല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം അവിടുന്ന് സംസാരിക്കുകയില്ല എന്ന് അല്ലാഹ് പറയുന്നു. നീ പറയുന്നു ഹദീസ് വഹയല്ല. അപ്പൊ വഹയില്ലാതെ നബി ഞങ്ങൾ സംസാരിച്ചു എന്ന് നീ പറയുക, വഹയില്ലാതെ സംസാരിക്കുക എന്നല്ല പറയുക. ഏതാ സ്വീകരിക്കേണ്ടത്? ഹദീസ് വഹയാണ് സഹോദരങ്ങളെ. ഖുർആൻ വഹയാണ്, ഹദീസും വഹയാണ്. ആ രണ്ട് വഹയുകളാണ് മത നിയമങ്ങളുടെ അടിസ്ഥാനം. ദീനിന്റെ അസ്ല്, ദീനിന്റെ മസ്ദർ, അതിന്റെ സോഴ്സ് അൽ വഹ്യാനി അശ്ശരീഫാനി, മഹത്വമേറിയ രണ്ട് വഹയുകൾ, അൽ കിതാബ് വസ്സുന്ന. വിശുദ്ധ ഖുർആൻ എത്ര സ്ഥലത്ത് സൂചിപ്പിച്ചു? വയുഅല്ലിമുൽ കിതാബ വൽ ഹിക്മ. നബി തങ്ങൾ അവർക്ക് കിതാബ് പഠിപ്പിക്കുന്നു, വൽ ഹിക്മ, ഹിക്മത്തും പഠിപ്പിക്കുന്നു. കിതാബ് പഠിപ്പിക്കുന്നു, ഹിക്മത്തും പഠിപ്പിക്കുന്നു. ഏതാ കിതാബ്? വിശുദ്ധ ഖുർആൻ. ഏതാ ഹിക്മത്ത്? സുന്നത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് കിതാബ് റിസാലയിൽ
ഒരുപാട് സ്ഥലത്ത് ആവർത്തിച്ചു പറഞ്ഞു. കിതാബിന്റെ കൂടെ ഹിക്മത്ത് പറഞ്ഞാൽ അവിടെയെല്ലാം ഉദ്ദേശം നബി തങ്ങളുടെ സുന്നത്താണ്. നബി തങ്ങൾ കിതാബും പഠിപ്പിച്ചു, ഹിക്മത്തും പഠിപ്പിച്ചു, അതായത് ഖുർആനും പഠിപ്പിച്ചു, ഹദീസും പഠിപ്പിച്ചു. യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. അവിടുത്തെ ഹിക്മത്ത് ഹദീസാണ്. വദ്കുർന മാ യുത്ലാ ഫീ ബുയൂതികുന്ന മിനൽ കിതാബി വൽ ഹിക്മ. നിങ്ങളെ വീട്ടിൽ പാരായണം ചെയ്യപ്പെടുന്ന കിതാബിനെയും ഹിക്മത്തിനെയും നിങ്ങൾ ഓർക്കണേ എന്ന് നബിയുടെ ഭാര്യമാരോട് അല്ലാഹു പറയാണ്. നബിയുടെ ഭാര്യമാരോട് അല്ലാഹു പറയാ, നിങ്ങളെ വീട്ടിൽ പാരായണം ചെയ്യപ്പെടുന്ന കിതാബും ഹിക്മത്തും. നബിയുടെ വീട്ടിൽ പാരായണം ചെയ്യപ്പെടുന്ന കിതാബ് ഏതാ? അല്ലാഹുവിന്റെ കിതാബ്. അവിടെ വന്ന് ഓതിക്കൊടുക്കുന്ന ഹിക്മത്ത് ഏതാ? നിങ്ങളെ വീട്ടിൽ വന്ന് ഓതിത്തരുന്ന, നിങ്ങളെ വീട്ടിൽ വന്ന് പാരായണം ചെയ്യുന്ന കിതാബും ഹിക്മത്തും. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയുടെ വീട്ടിൽ വന്ന് ഓതിക്കൊടുക്കുന്ന കിതാബ് അല്ലാഹുവിന്റെ ഖുർആൻ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയുടെ വീട്ടിൽ വന്ന് ചൊല്ലിപ്പഠിപ്പിക്കുന്ന ഹിക്മത്ത് നബി തങ്ങളുടെ സുന്നത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് രണ്ടും വേർതിരിക്കാവതല്ല. ഇന്ന് വന്ന ദുരന്തങ്ങളുടെ, മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ടായ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം അതാണ്. ഹദീസിനോട് ഒരു പുച്ഛ മനസ്സ്. ഹദീസല്ലേ, ഖുർആനല്ലല്ലോ എന്നൊരു ചോദ്യം ശരിയല്ല. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഒന്നിച്ച് സ്വീകരിച്ചു പോകുന്ന ഒരാൾക്ക് ഇസ്ലാമിന്റെ ഏത് അധ്യാപനത്തെയും സ്വീകരിക്കാൻ കഴിയും. അല്ല, അതിൽ ചിലതൊന്ന് അത് ശരിയാവില്ല, അത് ബുദ്ധിക്ക് യോജിക്കൂല, അത് ഖുറാഫാത്താണ്, അത് ഈ കാലത്ത് പറയാൻ പറ്റാത്തതാണ് എന്നൊക്കെ പറഞ്ഞാൽ ബാക്കിയെല്ലാം. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച സംവാദം നടന്നല്ലോ സിഹർ വിഷയത്തിൽ. സിഹർ ചെയ്യാൻ പാടില്ല എന്ന് എല്ലാവർക്കും അറിയാം. സബിൽ മുബിഖാത്താണ്, 7 വൻപാപമാണ്. സിഹർ ചെയ്താൽ അവൻ ശിർക്ക് ചെയ്യേണ്ടി വരും. നബി ഞങ്ങൾ പറഞ്ഞു, മൻ സഹറ ഫഖദ് അശ്റക. മൻ സഹറ, വല്ലവനും സിഹർ ചെയ്താൽ ഫഖദ് അശ്റക, തീർച്ചയായും അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. ശിർക്ക് ചെയ്യാതെ സിഹർ ചെയ്യാൻ കഴിയില്ല. പക്ഷെ സിഹറുമായി ബന്ധപ്പെട്ട ഹദീസുകൾ അതിന്റെ അടുത്ത സ്റ്റെപ്പായി സ്വാഭാവികമായും വരുന്ന വിഷയമാണ് ജിന്ന്. അല്ല, ജിന്നെ വിളിച്ചാലും പ്രാർത്ഥിച്ചിട്ടല്ല. ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാനോ ജിന്നോട് സഹായം തേടാനോ ജിന്നിനെ അവലംബിക്കാനോ ഒരു വിശ്വാസി, ഒരു മുസ്ലിം, ഒരു മുജാഹിദ് ജീവിതത്തിലൊരിക്കലും തയ്യാറാവൂല എന്ന് ഉറപ്പല്ലേ. കൊത്തി നുറുക്കപ്പെട്ടാലും ശരി, കയ്യും കാലും മുറിക്കപ്പെട്ടാലും ശരി, ശിർക്ക് ചെയ്യല്ല എന്ന പാഠം പഠിച്ച ഒരാൾ പിന്നെ ജിന്നും വേണ്ട ഇൻസും വേണ്ടെന്നല്ലേ ഓൻ തീരുമാനിക്കുള്ളൂ. അതേസമയം ജിന്നുകളെ പ്രവർത്തനങ്ങൾ, പിശാചുകളെ പ്രവർത്തനങ്ങൾ, മലക്കുകളുടെ പ്രവർത്തനങ്ങൾ, സിഹറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ നബി തങ്ങളുടെ ഹദീസിൽ വന്നു, വിശുദ്ധ ഖുർആനിൽ വന്നു. വലാകിന്ന ശയാത്തീന കഫറു യുഅല്ലിമൂന അന്നാസ സിഹർ. സൂറത്തുൽ ബഖറ 102-ാമത്തെ ആയത്ത്. പിശാചുക്കൾ യുഅല്ലിമൂന അന്നാസ സിഹറ, അവർ ജനങ്ങളെ സിഹർ പഠിപ്പിക്കുന്നു. ശൈത്വാന്മാർ ജനങ്ങളെ സിഹർ പഠിപ്പിക്കുന്നു. വ്യക്തമായ വചനം. അപ്പൊ ശൈത്താൻ പഠിപ്പിക്കുന്നു, ജനങ്ങൾ അവരിൽ നിന്ന് പഠിക്കുന്നു. പഠിപ്പിക്കുന്നതാരാ? ശൈത്താന്. പഠിക്കുന്ന വിദ്യാർത്ഥി ആരാ? മനുഷ്യനെ. അപ്പൊ ശൈത്താൻ പഠിപ്പിക്കുക, മനുഷ്യൻ പഠിക്കുക, അങ്ങനത്തെ സംവിധാനം ഉണ്ടോ ലോകത്ത്? ഉണ്ട് എന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നു. വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. അബ്ബേ, പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. അബ്ബേ, അവർ എനിക്ക് ഹാദിറാകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അള്ളാന്റെ റസൂലിനോട് അല്ലാഹു പറയാ, നീ ഇത് പ്രാർത്ഥിക്കണം, നീ ഇത് പറയണം. വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ്. കെട്ടുകളിൽ ഊതുന്ന ദുർമന്ത്രവാദികൾ, സിഹർ ചെയ്യുന്ന സാഹിറുമാർ, അവിടെ ഷർറിൽ നിന്ന് റബ്ബേ ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. അവിടെ ഷർറുണ്ട് എന്നല്ലേ ആയത്ത് മനസ്സിലാണത്. ഇത് പറഞ്ഞതിനാണ്, കണ്ടോ, ഒരു ജിന്നിന്റെ ആൾക്കാരാണ്, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്, ജിന്നോട് സഹായം തേടുന്നവരാണ് എന്ന ശുദ്ധമായ കളവ് ആരോ പറഞ്ഞു പ്രചരിപ്പിച്ച് കേട്ടത് മതി കേൾക്കാത്തത് മതി അതും ഏറ്റെടുത്തുകൊണ്ട് പല ആളുകളും രംഗത്തിറങ്ങിയത്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും പുറത്തു കൊടുക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയും. അതല്ല ജീവിതത്തിൽ മുജാഹിദും ഒരു ജിന്നിനെയും വിളിക്കൂല. ഇൻസിനോട് പോലും ഹലാലായ അനുവദനീയമായ കാര്യത്തിന് പോലും പരമാവധി ചോദിക്കാതിരിക്കാനല്ലേ നമ്മളൊക്കെ ശ്രമിക്കാം. ഒരു മനുഷ്യനോട് ചോദിക്കാൻ അനുവാദമുള്ള
ഒരു സഹായം പോലും പരമാവധി ചോദിക്കാതിരിക്കുക. അതല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്? ഒരാളെയും ആശ്രയിക്കാതിരിക്കുക, ഒരാളും ചോദിക്കാതിരിക്കുക, ഒരാളെ മുമ്പിൽ കൈ നീട്ടാതിരിക്കുക, ഒരാളുടെ ആശ്രയം സ്വീകരിക്കാതിരിക്കുക. ഇതല്ലേ ഒരു വിശ്വാസി പരമാവധി ശ്രമിക്കുക. പിന്നെ ഓൻ എങ്ങനെ ജിന്നിന്റെ പിന്നാലെ പോവുക? യാചന ഇസ്ലാം നിരുത്സാഹപ്പെടുത്തി. നബി തങ്ങൾ പറഞ്ഞ 3 കാര്യം ഞാൻ സത്യം ചെയ്ത് പറയും. സലാസുൻ ഉഖ്സിമു അലൈഹിന്ന, 3 കാര്യം ഞാൻ സത്യം ചെയ്ത് പറയുന്നു. നബി തങ്ങളുടെ വചനമാണ്. അതിൽ ഒന്നേതാ? മാ ഫതഹ അബ്ദുൻ ബാബ മസ്അല ഇല്ലാ ഫതഹ അല്ലാഹു അലൈഹി ബാബ ഫഖർ. ഒരു മനുഷ്യൻ യാചനാ കവാടം എപ്പോൾ തുറക്കുന്നുവോ അന്ന് അല്ലാഹു തആല അവന് ദാരിദ്ര്യ കവാടം തുറക്കാതിരിക്കുകയില്ല. നബി തങ്ങൾ സത്യം ചെയ്തു പറഞ്ഞ 3 കാര്യം അതിൽ ഒന്നതാണ്. അല്ലാഹു തആലയ്ക്ക് വേണ്ടി താകുന്നുവെങ്കിൽ റബ്ബിനെ ഉയർത്താതിരിക്കില്ല. അതാ മറ്റൊന്ന്. അല്ലാഹ്ക്ക് വേണ്ടി താഴ്ന്നെടുത്തു. അല്ലാഹുവിന്റെ മാർഗത്തിൽ ആക്ഷേപിക്കപ്പെട്ടപ്പോ, പരിഹസിക്കപ്പെട്ടപ്പോ, വിമർശിക്കപ്പെട്ടപ്പോ, പീഡിപ്പിക്കപ്പെട്ടപ്പോ പടച്ച റബ്ബിന് വേണ്ടി അവൻ താഴ്ന്നു, അവൻ ക്ഷമിച്ചു, പ്രതികരിക്കാൻ പോയില്ല, അവൻ താഴ്മ കാണിച്ചു എങ്കിൽ ഇല്ലാ സാദഹുല്ലാഹു റിഫ്അ, അല്ലാഹു തആല ഉയർച്ച മാത്രമേ വർദ്ധിപ്പിക്കൂ. അതുകൊണ്ടും താവൂല, അതുകൊണ്ടും ചെറുതാവൂല. ആര് ചെറുതാക്കിയാലും, ആരൊരു ആക്ഷേപിച്ചാലും, ആരവനെ പുറത്താക്കിയാലും, ആരവനെ പരിഹസിച്ചാലും താഴുകയല്ല ചെയ്യുക. അല്ലാഹു തആലയ്ക്ക് വേണ്ടി അവൻ താഴ്ന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല അവനെ ഉയർത്താതിരിക്കുകയില്ല. 3-ാമത്തെ കാര്യം എന്താ? മാ നഖസ മാലു അബ്ദിൻ മിൻ സദഖ. സദഖ ചെയ്തത് കൊണ്ട് ഒരാളുടെയും സമ്പത്ത് കുറയുകയില്ല, സമ്പത്ത് ചുരുങ്ങിപ്പോകൂല. സദഖ ചെയ്തിട്ട് പൊളിഞ്ഞു പോയി, സദഖ ചെയ്തിട്ട് സമ്പത്ത് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയേണ്ടി വരില്ല. സദഖ ചെയ്താൽ ബറക്കത്തേ ഉണ്ടാകൂ, സദഖ ചെയ്താൽ വർധനവേ ഉണ്ടാകൂ, ഒന്നുകിൽ ദുനിയാവിൽ അല്ലെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും. 3 കാര്യം സത്യം ചെയ്തു പറഞ്ഞ നബി തങ്ങൾ. അതിൽ ഒന്നാണ് മാ ഫതഹ അബ്ദുൻ ബാബ മസ്അല ഇല്ലാ ഫതഹ അല്ലാഹു അലൈഹി ബാബ ഫഖർ. ഒരടിമ യാചനാ കവാടം എപ്പോൾ തുറന്നു വെക്കുന്നുവോ അന്ന് അല്ലാഹു തആല അവന് ദാരിദ്ര്യ കവാടം തുറക്കാതിരിക്കില്ല. യാചിക്കാൻ തുടങ്ങിയാൽ ദാരിദ്ര്യം തുടങ്ങും. മറ്റുള്ളവന്റെ ഔദാര്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ, അവന്റെ കയ്യിൽ നിന്ന് കിട്ടണമെന്ന് ആശിക്കുന്നുവെങ്കിൽ, അവന്റെ കയ്യിൽ നിന്ന് വല്ല ഓശാനവും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടെ ദാരിദ്ര്യമാണ് ആരംഭിക്കുക. എത്ര കാലം അവൻ യാചിച്ചു നടന്നാലും, എത്രായിരം സമ്പാദിച്ചാലും ശരി, ഒരു മര്യാദക്ക് ഒരു വസ്ത്രം ധരിക്കാൻ പോലും ഓന് കഴിയൂല. ദിവസവും ആയിരങ്ങൾ യാചിച്ച് സമ്പാദിക്കുന്ന മനുഷ്യന്മാരില്ല. പക്ഷെ ഒരു മര്യാദക്ക് ജീവിക്കാൻ, ഒരു മാന്യമായ വേഷം ധരിക്കാൻ, ഒരു നല്ല ഭക്ഷണം കഴിക്കാൻ, ഒരു മാന്യതയോടെ ജീവിക്കാൻ കഴിയില്ലവന്. കാരണം എന്താ? ദാരിദ്ര്യ കവാടം അല്ലാഹു തുറന്നു കൊടുക്കുന്നു. നബി തങ്ങൾ സത്യം ചെയ്തു പറഞ്ഞതാണ്. സഹോദരങ്ങളെ, അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഒരാൾ ഔദാര്യം പറ്റാതെ നിൽക്കുക, പരമാവധി ഒരാൾ ആശ്രയിക്കാതിരിക്കുക, ഒരാളും ഒന്നും ചോദിക്കാതിരിക്കുക, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക, ബാക്കി റബ്ബിൽ തവക്കുലാക്കുക. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, وإن ضاق رزق اليوم فاصبر إلى غد عسى نكبات الدهر عنك تزول ولا ترين الناس إلا تجملا نبى بك دهر أو جفاك خليل. അലി ഇബ്നു അബീ ത്വാലിബിന്റെ കവിതയുണ്ട് ഫിൻ നസാഇഹ്, ഉപദേശങ്ങൾ എന്നാണ്. അതിൽ അദ്ദേഹം പറയാ, എന്ത് ബുദ്ധിമുട്ടും എന്ത് പ്രയാസം വന്നാൽ വലാ തുരിയന്ന നാസ ഇല്ലാ തജമ്മുല, ജനങ്ങളുടെ മുമ്പിൽ നീ മാന്യത മാത്രം കാണിച്ചോ, ഇടങ്ങാറ് പറയല്ല, കട്ടപ്പാട് പറയല്ല, ബുദ്ധിമുട്ട് പറയല്ല, നിന്റെ ഇല്ലായ്മ പറയല്ല, നീ തജമ്മുൽ, നീ നല്ല മാന്യമായി മാത്രം മനുഷ്യന്മാരുടെ ഇടപെട്ടോ. നിന്റെ ബുദ്ധിമുട്ട് ഇന്നല്ലെങ്കിൽ നാളെ തീർന്നുകൊള്ളും. മനുഷ്യന്മാരെ പറഞ്ഞിട്ട് ആർക്കാ തീർക്കാൻ കഴിയാം? എല്ലായിടത്തും ഇടങ്ങാറ്, ആരെ കണ്ടാലും ബുദ്ധിമുട്ട്, ആരെ കണ്ടാലും ഈ ഇല്ലായ്മ പറയാം, വല്ലാത്ത കട്ടപ്പാടാ, വല്ലാത്ത ബുദ്ധിമുട്ടാ, വല്ലാത്ത ഇടങ്ങാറാ. അതല്ല പറയേണ്ടത്. അൽഹംദുലില്ലാഹ് ഒക്കെ റാഹത്താണ്. അസുഖമൊക്കെ ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാകും, കഷ്ടപ്പാടുണ്ടാകും, സാമ്പത്തിക പ്രയാസമുണ്ട്, ശാരീരിക ബുദ്ധിമുട്ടുണ്ട്, ഒരുപാട് ടെൻഷൻ, എന്നാലും അൽഹംദുലില്ലാഹ് നല്ല റാഹത്താണ് എന്ന് പറയുന്നൊരു മനസ്സ് സഹോദരന്മാരെ നമുക്കുണ്ടാകും. എൻ്റെ റബ്ബ് എനിക്ക് തന്ന അതാണെങ്കിൽ അൽഹംദുലില്ലാഹ് അതിന് ഖൈറുണ്ടാകും. എൻ്റെ റബ്ബ് എനിക്ക് ഖൈറേ തരൂ. ഞാൻ റബ്ബിനോട് ചോദിക്കുന്നത് എപ്പോഴും ഖൈറാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, നീ ദുനിയാവിൽ ഹസനത്ത് നൽകണേ, ആഖിറത്തിലും ഹസനത്ത് നൽകണേ അല്ലാ. ഇതല്ലേ പ്രാർത്ഥന? റബ്ബേ, ദുനിയാവിൽ ഹസനത്ത് നൽകണേ, ആഖിറത്തിൽ ഹസനത്ത് നൽകണേ. ഈ ദുആ ഏറ്റവും അധികം ദുആ ആളാരാ? ഏറ്റവും അധികം ഇത് പ്രാർത്ഥിച്ച ആളാരാ?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി പറഞ്ഞു, നബിയുടെ ഏറ്റവും അധികമുള്ള പ്രാർത്ഥനയായിരുന്നു റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന. നമ്മളെ വിചാരം എന്താ അറിയോ? ആതിനാ ഫിദ്ദുനിയ ഹസന എന്നാൽ വലിയ വീടുണ്ടാകുക, വലിയ വണ്ടി ഉണ്ടാകുക, ഭയങ്കര പൈസ ഉണ്ടാകുക, നല്ല സൗകര്യം ഉണ്ടാകുക, അതാണ് ദുനിയാവിൽ ഹസനത്ത് എന്നാണ് നമ്മൾ തെറ്റിദ്ധരിച്ചത്. ജീവിതത്തിൽ ഏറ്റവും അധികം ഇത് പ്രാർത്ഥിച്ച ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ വീട് എന്തായിരുന്നു? നബിയുടെ ജീവിതം എന്തായിരുന്നു? സാമ്പത്തിക അവസ്ഥ എന്തായിരുന്നു? ആയിഷ ബീവി പറഞ്ഞു, ഞങ്ങളെ വീട്ടില് ഒരു പ്രായപൂർത്തിയുടെ അടുത്തൊരു കുട്ടി, ഒരു 9 വയസ്സ് 10 വയസ്സ് പ്രായമുള്ള കുട്ടി ഞങ്ങളെ വീട്ടിൽ നിന്നിട്ട് കൈ പൊന്തിച്ചാൽ ഞങ്ങളെ മേൽക്കൂരയിൽ തട്ടുമായിരുന്നു. 10 വയസ്സ് പ്രായമുള്ള കുട്ടി നിന്നിട്ട് കൈ ഇങ്ങനെ പൊന്തിച്ചാൽ മേലെ തട്ടും. അതായത് ഞങ്ങളെ വീട്. 2 മാസം ഞങ്ങളെ വീട്ടിൽ തീ കത്തിയിട്ടില്ല. 2 മാസം കുഞ്ഞ നറൽ ഹിലാല സുമ്മൽ ഹിലാല സുമ്മൽ ഹിലാല ശഹ്റൈനി മുതതാബിഐൻ. തുടർച്ചയായ 2 മാസം ഞങ്ങളെ വീട്ടിൽ തീ കത്തിയിട്ടില്ല. പച്ചവെള്ളം കുടിച്ച് കാരക്ക തിന്നിട്ടാണ് ഞങ്ങൾ ജീവിച്ചത്. നബിയുടെ വീട് പറഞ്ഞാല് അരക്കുയരത്തില് ഉരുളക്കല്ല് കൊണ്ടുവന്ന് കുത്തിച്ചാരി വെച്ച ചുമരായിരുന്നു. ഒരു ഹാഫ് ഉയരത്തില് അവിടെ നിന്നൊക്കെയുള്ള ഉരുളങ്കല്ല് പെറുക്കിക്കൊണ്ടുവന്ന് അതിങ്ങനെ പടുത്തുണ്ടാക്കിയ ചുമര്, അതിന് മേൽപോട്ട് ഈത്തപ്പന്റെ ഓല കൊണ്ട് മറച്ചത്, ഈത്തപ്പന്റെ ഓല കൊണ്ട് മറച്ച ചുമര്, തൂണുകളായി ഈത്തപ്പനയുടെ അതിന്റെ തടി, അതാണ് തൂണുകൾ. മേൽക്കൂര ഈത്തപ്പന്റെ ഓല കൊണ്ട് മേഞ്ഞ മേൽക്കൂര, താഴെ മണൽ. ഇതാ നബിയുടെ വീട്. വാതില് ഈത്തപ്പന്റെ ഓല മെടഞ്ഞുണ്ടാക്കിയൊരു വാതില്. ഒന്ന് തള്ളിയാൽ അത് വീഴും. അതാ നബി തങ്ങളുടെ വീട്. ആ നബി തങ്ങളുടെ പ്രാർത്ഥന റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. നബി വഫാത്താകുമ്പോഴും ആ വീട്ടിലാണ് താമസം. പക്ഷെ അല്ലാഹ് നബിയോട് ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, അലം നശ്റഹ് ലക സദ്റക വവദഅനാ അൻക വിസ്റക അല്ലദീ അൻഖദ ളുഹ്റക വറഫഅനാ ലക ദിക്റക. നിനക്ക് ഞാൻ മാനസികമായ വിശാലത നൽകിയില്ലേ? ഇൻശിറാഹു സദ്ർ, മാനസിക വിശാലത നൽകിയില്ലേ? അപ്പുറത്ത് അല്ലാഹ് പറഞ്ഞെന്താ? അല്ലാഹു എന്നെ യതീമായി കണ്ടു, അല്ലാഹ് നിനക്ക് നാഥന നൽകി, സംരക്ഷണമേകി. വവജദക ആയിലം ഫഅഗ്നാ അലം യജിദക യതീമൻ ഫആവാ വവജദക ആയിലം ഫഅഗ്നാ. നബിയെ, താങ്കൾ യതീമായിരുന്നു, നിങ്ങൾക്കുള്ള അഭയം നൽകിയില്ലേ? വവജദക ആയില, നിങ്ങൾ ദരിദ്രനായിരുന്നു. ഫഅഗ്നാ, നിങ്ങൾ ധന്യനാക്കിയില്ലേ? നിങ്ങൾ ദരിദ്രനായിരുന്നു, ധന്യനാക്കിയില്ലേ? ആ നബി തങ്ങൾ വഫാത്താകുമ്പോൾ വീടിന്റെ കോലമാണത്. വഫാത്താകുമ്പോൾ നബി തങ്ങളുടെ പടയങ്കി അപ്പുറത്തെ ജൂതന്റെ വീട്ടിൽ പണയം വെച്ചതാണ്. അപ്പുറത്തെ ജൂതന്റെ വീട്ടില് തന്റെ പടയങ്കി പണയം വെച്ചു. എന്തിന്? മോളെ കെട്ടിക്കാനല്ല, ലോൺ എടുത്തതല്ല. പിന്നെയോ വീട്ടിൽ 8-10 ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, ഭക്ഷണം കഴിക്കാനൊന്നുമില്ല. വല്ലാത്ത പട്ടിണി. നബിതങ്ങളും പട്ടിണി. ചിലപ്പോൾ നബി വീട്ടിൽ വരും, ആയിഷ കഴിക്കാൻ വല്ലതും ഉണ്ടായിരിക്കും, ഒന്നുമില്ല. എന്തെങ്കിലും ഒന്നുമില്ല. വല്ലതുണ്ട് നോക്ക്, ഇല്ല നബിയെ ഒന്നുമില്ല. ശരി, ഞാൻ നോമ്പ് പോയിക്കാണ്, എനിക്കിന്ന് നോമ്പാണ്. സുബഹിക്ക് നോമ്പ് വയ്ക്കാൻ വിചാരിച്ചതല്ല അന്ന്. പക്ഷേ വീട്ടിൽ നിന്നപ്പോ ഒന്നും കഴിക്കാനില്ല. എന്നാ ശരി, ഞാൻ നോമ്പെടുക്കാം. ഇതാ നബിതങ്ങൾ. ആ നബിനോട് അല്ലാഹ് പറഞ്ഞത്, നീ ദരിദ്രനായിരുന്നു, നിന്നെ ധന്യനാക്കിയില്ലേ? 2 മാസം തീ കത്താത്ത വീട് നോക്കിയിട്ട് ഈ നാട്ടിലെ ധനികന്റെ വീടാണത് എന്ന് പറയാൻ നമുക്ക് പറ്റും? ആ നാട്ടിലെ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനാരാ? ആ നാട്ടിലെ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനാരാ? കാന അജ്വദന്നാസ്, കാന അജ്വദന്നാസ്. നബിതങ്ങൾ ജനങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനായിരുന്നു. ആര്? 2 മാസം തീ കത്താത്ത വീട്ടിലെ വീട്ടുകാരൻ. ഈത്തപ്പന്റെ ഓല കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ വീട്, ആ വീട്ടുകാരനാണ് ആ നാട്ടിലെ ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ എന്നാണ് അല്ലാഹു റസൂലിനെ പറ്റി സ്വഹാബിമാർ പഠിപ്പിച്ചത്. എന്താ പരിപാടി? എങ്ങനെയപ്പത് നമുക്ക് ആലോചിക്കാൻ പറ്റും. അപ്പൊ ആതിനാ ഫിദ്ദുനിയ ഹസന പറഞ്ഞാല് വല്ല മുതലുണ്ടാകുക, ഇഷ്ടം പോലെ വരുമാനം ഉണ്ടാകുക, ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ടാവുക, വലിയ കെട്ടിടങ്ങൾ ഉണ്ടാകുക, വലിയ വാഹനം വാങ്ങുക എന്നൊന്നുമല്ല.
അതെല്ലാം ഉണ്ടായിട്ടും ഒരു സമാധാനവും ഇല്ലാത്തവനാണെങ്കിലോ അവനാണ് ദരിദ്രൻ. ഒക്കെ ഉണ്ട്, ഇഷ്ടംപോലെ പൈസ ഉണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്, പക്ഷേ ഒരു സമാധാനമില്ല. ഒന്നും അവന് സമാധാനത്തോടെ ഒന്നും അവന് ഒരു നിലക്ക് അനുഭവിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് അനുഭവിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ എന്തു കാര്യമുണ്ട്? സഹോദരങ്ങളെ, തിരിച്ചറിവുണ്ടാകണം. അല്ലാഹുവോട് ഞാൻ ചോദിച്ചത് ഹസനത്താണ്. എനിക്കൊരു പക്ഷേ വീടില്ലാതെ കഴിയുന്നുവെങ്കിൽ അതായിരിക്കാം അല്ലാഹു തആല നിശ്ചയിച്ച ഹസനത്ത്, എനിക്കതിലായിരിക്കാം ഖൈറ്. എന്റെ റബ്ബ് തന്ന അതാണോ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. റളീതു ബില്ലാഹി റബ്ബാ, അല്ലാഹുവിനെ റബ്ബായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അല്ലാഹുവിനെ റബ്ബായി ഞാൻ തൃപ്തിപ്പെട്ടു. ആ റബ്ബ് എനിക്ക് തീരുമാനിച്ചത് ജീവിതകാലം മുഴുവൻ കോട്ടയത്ത് താമസിക്കാനാണോ? ആയിക്കോട്ടെ, അൽഹംദുലില്ലാ, അത് മതി. അല്ലൊരു വീട് കിട്ടിയോ? അൽഹംദുലില്ലാ. ഒരു വാഹനമുണ്ട്? അൽഹംദുലില്ലാ. വാഹനമൊന്നും ഇല്ല, കാലാകാലം ബസ് പോകാൻ അല്ലാഹുവിന്റെ തീരുമാനം, അൽഹംദുലില്ലാ, അത് മതി. എന്നും രോഗമാണ്, എന്നും പരീക്ഷണമാണ്, എന്നും പ്രയാസമാണ്, അൽഹംദുലില്ലാ. എന്റെ റബ്ബിനിക്ക് തന്ന ഹസനത്താണ്. ഈ രോഗം കൊണ്ടൊരു പക്ഷേ എന്റെ ദോഷങ്ങൾ പുറത്തു പോകും, നന്മകൾ വർദ്ധിക്കും, സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകും, അതിനുവേണ്ടി റബ്ബ് തന്നതായിരിക്കും, അൽഹംദുലില്ലാ. അങ്ങനെ ചിന്തിക്കാൻ സഹോദരങ്ങളെ, സഹോദരിമാരെ നമുക്ക് സാധിക്കലുണ്ടോ? നബി തങ്ങളെ പറഞ്ഞു, അല്ലാഹു തആല ഒരു അടിമക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അവരുടെ സമ്പത്തിൽ, ശരീരത്തിൽ, സന്താനങ്ങളിൽ അല്ലാഹു തആല പരീക്ഷണം നൽകും. അതിനവൻ ക്ഷമിക്കും, ആ ക്ഷമക്കല്ല കൂലി കൊടുക്കും, അങ്ങനെ റബ്ബ് സ്വർഗം നൽകും. അസുഖം വന്നു, ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം, ശേഷം 5 മിനിറ്റ് ആണെങ്കിൽ ചോദിക്കാൻ അവസരമാണെങ്കിൽ കൊടുക്കും ചെയ്യും. ഒരു അസുഖം വന്നു, ഒരുപാട് ചികിത്സിച്ചു, പല വഴിയും നോക്കി, യാതൊരു കുറവുമില്ല. എല്ലാവരും ദ്വാരിക്കുന്നു, എല്ലായിടത്തും പറയുന്നു, എല്ലാവരും സമാധാനിപ്പിക്കുന്നു, പക്ഷെ എന്തോ രോഗം മാറുന്നില്ല. നമുക്ക് തിരിച്ചാലോചിക്കാം, ഒരു പക്ഷെ റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് രോഗം തന്നത് എൻ്റെ ദോഷം പൊറുക്കാനായിരിക്കാം. ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ അല്ലാഹു തആല സ്വർഗം നിശ്ചയിക്കും, പക്ഷേ അമല് കൊണ്ടവന് സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. അമല് കൊണ്ട് സ്വർഗത്തിലേക്ക് എത്താൻ മാത്രമില്ല, അല്ലാഹു തആല പരീക്ഷണം നൽകും അവന്. ആ പരീക്ഷണത്തിൽ അവൻ ക്ഷമിക്കുന്നു, ആ ക്ഷമിച്ചതിന് കൂലി കൊടുക്കുന്നു. ആ കൂലിയെല്ലാം ചേർത്തി വെക്കുമ്പോൾ നന്മയുടെ തുലാസ് ഭാരം കൂടുന്നു, അവൻ സ്വർഗം നൽകും. അപ്പൊ എല്ലാവരും എല്ലാ സ്ഥലത്തും ദ്വാരുന്നിട്ട് അസുഖം മാറിയില്ല. അല്ലാഹു കണക്കാക്കിയത് നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കാനാണ്. അതിന് ഇനിയും രോഗിയായി കടന്നേ പറ്റൂ. അല്ലാഹു കിടത്തിയവിടെ എല്ലാവരും ദ്വാരുന്നു, ആ ദ്വാരത്തിനൊക്കെ അവൻ കൂലി കിട്ടി, ദ്വാരുന്നവനും കൂലി കിട്ടി. നമ്മൾ ക്ഷമിച്ചു, അതിന് പ്രതിഫലം കിട്ടി. ആ പ്രതിഫലം എല്ലാം കൂടി ചേർത്തി വെക്കുമ്പോൾ നന്മയുടെ തുലാസ് ഭാരം തൂങ്ങും. അപ്പൊ സ്വർഗത്തേക്ക് പോകാം. അപ്പൊ ഈ രോഗം ഖൈറായിരുന്നു. ആതിനാ ഫിദ്ദുന്യാ ഹസന എന്ന ഹസനത്തായിരുന്നു ഈ രോഗം. ഹസനത്തായിരുന്നു പരീക്ഷണം, ഹസനത്തായിരുന്നു വീടില്ലായ്മ, ഹസനത്തായിരുന്നു മറ്റൊരുപാട് പ്രയാസങ്ങൾ. അങ്ങനെ ചിന്തിച്ചാലോ അൽഹംദുലില്ലാ, മക്കൾക്ക് വിവാഹാന്വേഷണം വരിക, എല്ലാം മുടങ്ങിപ്പോകുക. പലരും വന്നു, ഒരുപാട് കാണാൻ വന്നു, പല ബന്ധങ്ങളും വന്നു, അതിന് ശരിയായി ഉറപ്പിച്ചു, അപ്പോഴേക്കാണ് പിന്നെ മുടങ്ങിപ്പോകുക. ആരോ മുടക്കുന്നുണ്ട് തോന്നുക, അയൽവാസി മുടക്കുകയാണ്, മറ്റോ മുടക്കുകയാണ്, ഇവര് മുടക്കുകയാണ്, പിന്നെ ഓലുമായി ദേശീയമായി അവരുമായി തെറ്റി വരുന്ന വിവാഹമൊക്കെ ഓ മുടക്കുകയാണ് എന്നല്ല ചിന്തിക്കേണ്ടത്. എൻ്റെ മകൾ എന്നാണ് ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിക്കേണ്ടത് എന്ന് എൻ്റെ റബ്ബ് ആകാശഭൂമിയെ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 കൊല്ലം മുമ്പ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ റബ്ബ് നിശ്ചയിച്ച സമയത്ത് ആ ഭർത്താവ് വരുമ്പോൾ അത് മുടക്കാൻ ആർക്കാ പറ്റുക? അതിന് മുമ്പ് ഒരാൾ ഭർത്താവാകാൻ വന്നാലോ അത് നടത്താൻ ആർക്കാ കഴിയില്ല. നമ്മൾ എന്താ പ്രാർത്ഥിച്ചത്? പഠിച്ചോനെ എൻ്റെ മകൾക്ക് സ്വാലിഹായ ഭർത്താവിനെ നൽകണേ. ഒരുത്തൻ കാണാമെന്നു, നല്ല ദീനുണ്ട്, നല്ല സമ്പാദ്യമുണ്ട്, നല്ല തറവാടുണ്ട്, തരക്കേടില്ല, അന്വേഷണമൊക്കെ ഓക്കെയാണ്, പക്ഷെ നടന്നില്ല. എന്തേ കാരണം? നമ്മൾ ദുആക്ക് ഉത്തരമായിരിക്കാം. ചിലപ്പോ അവന്റെ കൂടെ മകൾ ജീവിച്ചാൽ ഒരു പക്ഷെ അത് ഖൈറല്ല, ഒരു പക്ഷെ സമീപ ഭാവിയിൽ അവന് റൂട്ട് മാറിയേക്കാം. എൻ്റെ മകളുടെ ഈമാൻ നഷ്ടപ്പെട്ടേക്കാം, എൻ്റെ മകളുടെ സ്വർഗം നഷ്ടപ്പെട്ടേക്കാം. ഞാൻ പ്രാർത്ഥിച്ചത് പഠിച്ചോനെ എൻ്റെ മകൾക്ക് സ്വാലിഹായ ഭർത്താവിനെ കൊടുക്കണേ എന്നാണ്. ഈ ഭർത്താവ് എൻ്റെ മകൾക്ക് സ്വാലിഹായവനല്ല, അതുകൊണ്ട് അല്ലാഹു തആല അയൽവാസിയെ ഏൽപ്പിച്ചു, ആ വിവാഹം നീ മുടക്കണം. അത് ഓൻ്റെ മോക്ക് പറ്റൂല. ഓൻ ചോദിച്ച സ്വാലിഹായ ഭർത്താവിനെയാണ്, അതിന് ഇവനെ പറ്റൂല, നീ പോയി മുടക്കണം. ഓൻ പോയി മുടക്കി, അത് അല്ലാഹു ഏൽപ്പിച്ചതാവനെ. പടച്ചോൻ തീരുമാനിച്ച വിവാഹം വരുമ്പോഴോ
ഒരാൾക്കും മുടക്കാൻ കഴിയില്ല. അതിന് മുമ്പ് ഒരാൾക്കും നടത്താനും കഴിയില്ല. അങ്ങനെ ഒരു ബോധ്യമുണ്ടെങ്കിൽ പിന്നെ എന്തൊരു സമാധാനമാണ്. ഏത് മുടങ്ങിയാലും ടെൻഷനില്ല, എന്ത് നടന്നാലും മതിമറന്ന സന്തോഷവുമില്ല. അജബല്ലി അംരിൽ മുഅ്മിൻ, നബി തങ്ങൾ പറഞ്ഞു, വിശ്വാസിയുടെ കാര്യം വല്ലാത്ത അത്ഭുതമാണ്. സത്യവിശ്വാസിന്റെ കാര്യം, തൗഹീദുള്ളവന്റെ കാര്യം വല്ലാത്ത അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവന്റെ മുഴുവൻ കാര്യങ്ങളും ഖൈറാണ്, അവന് എല്ലാം ഖൈറാണ്. വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലാ ലിൽ മുഅ്മിനി, അത് വിശ്വാസിക്കല്ലാതെ മറ്റാർക്കുമില്ല. ഇദാ അസാബത്തുഹു സറ ശകറ ഫകാന ഖൈറൻ ല വഇദാ അസാബത്തുഹു ളറ സബറ ഫകാന ഖൈറൻ ല. അവന് ഖൈർ കിട്ടിയാൽ, സന്തോഷം വന്നാൽ അവൻ അതിൽ അല്ലാഹുവിനെ സ്തുതിക്കുന്നു, ഖൈറായി മാറുന്നു. ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടായാൽ അവൻ ക്ഷമിക്കുന്നു, അതും ഖൈറായി മാറുന്നു. അല്ലെങ്കിലോ പ്രയാസം വരുമ്പോഴേക്ക് അല്ലാഹുവിനെ മറക്കും, അല്ലാഹ്ക്കെതിരായി പറയും, ശിർക്കിലേക്ക് പോകും, അല്ലല്ലാത്തവനേക്ക് പോകും, എല്ലാ തെറ്റായ വഴിയും സ്വീകരിക്കും. ഉറുക്കവൻ കെട്ടും, എലസവൻ കെട്ടും, തങ്ങളെ പോയി കാണും, ജാടത്തങ്ങ പോകും. എവിടൊക്കെ ഏതൊക്കെ ആത്മീയ മജ്‌ലിസ് എന്ന പേരിൽ തട്ടിപ്പന്മാരുണ്ടോ അവിടൊക്കെ പണം കൊണ്ടുപോയി കൊടുക്കും. എവിടെങ്കിലും പോയിട്ടെങ്കിലും മാറിയാലോ അപ്പോഴാണ് അറിവിൻ നിലാവും, അതേപോലെ നൂറ് ഹബീബും നൂറ് അജ്മീറും അടക്കം എല്ലാ കേന്ദ്രവും ഉണ്ടാകുന്നത്. അങ്ങനെയാണ്. നേരെ മറിച്ച് എൻ്റെ റബ്ബിനോട് ഞാൻ ചോദിച്ചത് എൻ്റെ ഖൈറാണ്, ആ ഖൈർ റബ്ബ് തരും. അത് റബ്ബ് തന്ന ഇതാണോ അത് ഖൈർ. ഇബ്രാഹിം നബിക്ക് 90-ാമത്തെ വയസ്സായ കുട്ടിയുണ്ടായി. 90-ാമത്തെ വയസ്സ്. അള്ളാഹിൻ്റെ ഖലീലാണ്. സൃഷ്ടികളിൽ 2-ാം സ്ഥാനത്താണ്. ഒന്ന് അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 2-ാം സ്ഥാനം ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിൽ ആദ്യമായി വസ്ത്രമണിയിക്കപ്പെടുക ഇബ്രാഹിം നബിക്കാണ്. സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുക മുഹമ്മദ് നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ മറ്റു അമ്പിയാക്കളാണ്, പിന്നെ ഉമ്മത്തികളാണ്. ആ ഉമ്മത്തികൾ ആദ്യം കയറുന്ന ഉമ്മത്ത് നമ്മുടെ ഉമ്മത്താണ്. അതിലാദ്യം കയറുക 70,000 ആളുകളാണ്. ഹിസാബില്ല, വിചാരണ ഇല്ല, ശിക്ഷ ഇല്ലാതെ 70,000 ആളുകൾ സ്വർഗത്തിൽ പോകും ഈ ഉമ്മത്തിൽ നിന്ന്. അവരാണ് ആദ്യം പ്രവേശിക്കുക. റബ്ബ് നമ്മയും അതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ഇബ്രാഹിം നബിക്കാണ് സ്വർഗത്തിൽ ആദ്യമായി വസ്ത്രമണിയിക്കപ്പെടുക. ആ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 90 വയസ്സുള്ള കുട്ടികളുണ്ടായി. എന്താ റബ്ബിനോട് ഇങ്ങനെ ചെയ്തത് എന്ന് ചിന്തിച്ചോ? ഇല്ല. 90-ാമത്തെ വയസ്സിൽ കുട്ടിനെ കൊടുത്ത അല്ലാഹ്ക്ക് എന്തേ 40-ാമത്തെ വയസ്സായ കുട്ടിനെ കൊടുക്കാൻ പറ്റൂലേ? ആ നല്ല കാലത്തിൽ കുട്ടിനെ കിട്ടിയാൽ എന്തൊരു ആശ്വാസമാണ്. പക്ഷെ പടച്ചോൻ കൊടുത്തില്ല. അല്ലാഹ്ക്ക് തീരുമാനമുണ്ട് എപ്പോഴാ കൊടുക്കേണ്ടത്. ആ കുട്ടി ഓടിച്ചാടി നടക്കാനായപ്പോഴോ അറുക്കാനാ കൽപ്പന. എന്താ റബ്ബേ, ഇനിയും പരീക്ഷിക്കണോ എന്നെ? ഇല്ല, ചോദിച്ചിട്ടില്ല. എന്റെ റബ്ബിന്റെ തീരുമാനം അതാണോ? അൽഹംദുലില്ലാ. സക്കരിയ നബിക്കും ഏതാണ് ആ പ്രായത്തിലെ കുട്ടി ഉണ്ടായത്. റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി വസ്തഅല റഅസു ശൈബ. റബ്ബേ, എന്റെ എല്ലൊക്കെ ബലമില്ലാതായി, തലയൊക്കെ നരച്ച് തിളങ്ങാൻ തുടങ്ങി. പക്ഷേ വലം അകും ബിദുആഇക റബ്ബി ശഖിയ. റബ്ബേ, നിന്നോട് ദുആ എനിക്ക് മടുപ്പുണ്ടായിട്ടില്ല, ഞാൻ പരാജയപ്പെട്ടിട്ടില്ല. കണ്ടോ, വയസ്സായി പറ്റ് തലക്കെ നരച്ച് എല്ലൊക്കെ ബലമില്ലാതായി നിൽക്കുന്ന സമയത്തും പ്രാർത്ഥിക്ക, റബ്ബേ നിന്നോട് ദുആ എനിക്ക് നഷ്ടമില്ല, പരാജയമില്ല, നിരാശയില്ല. റബ്ബേ, നമുക്ക് തോൽക്കാൻ പറ്റും? നമുക്ക് കഴിയുമത്? 80 വയസ്സായ ഒരാള്, 75 വയസ്സായ ഭാര്യ, അതുവരെ കുട്ടികളുണ്ടായിട്ടില്ല. നമ്മൾ പല സാരം ഞങ്ങൾ ദ്വാരിക്കുന്ന പറഞ്ഞാൽ നമ്മളെന്ത് വയ്ക്കാ, ഇനി എന്താ മൊഴി ദ്വാരിക്കാൻ? വയസ്സ് 50 ഓക്കെ, 75 ഇനിയിപ്പോൾ എന്ത് ദ്വാരിക്കാനാ? ഒക്കെ കഴിഞ്ഞ് സാരമില്ല, അതാണ് തീരുമാനം. അതല്ല, ആ പ്രായത്തിലും ദ്വാരിക്ക. പഠിച്ചോനെ, സ്വാലിഹായ സന്താനത്തെ നൽകണേ. വലം അകും ബിദുആഇക റബ്ബി ശഖിയ. റബ്ബേ, നിന്നോട് പ്രാർത്ഥിച്ചിട്ട് ഈ സക്കരിയാക്ക് മടുപ്പുണ്ടായിട്ടില്ല, ഞാൻ ഭാഗ്യം കെട്ടവനായിട്ടില്ല, നിരാശയുണ്ടായിട്ടില്ല റബ്ബേ. അതുകൊണ്ട് സ്വാലിഹായ സന്താനത്തെ നൽകണേ അല്ലാ. അത് പ്രാർത്ഥിക്കാൻ എങ്ങനെ ആ പ്രായത്തിൽ കഴിഞ്ഞു? ഇനി മരിക്കോളം ഒരു കുട്ടി ഉണ്ടായില്ല വിചാരിക്കാം. മരിക്കുന്നവരെ സക്കരിയ നബിക്ക് കുട്ടി ഉണ്ടായില്ല എന്ന് വിചാരിച്ചാൽ തന്നെ ഈ ദുആ വെറുതായോ? ഇല്ല, ദുആന് മുഴുവൻ കൂലിട്ടും ലാഭല്ലേ. നമ്മൾ ദുആന്ന് കുറേ കാലം ദുആന്നു, അവസാന രോഗിയാണ് മരിച്ചു, ആ ദുആ വെറുതായി അല്ല, ആ ദുആന് മുഴുവൻ കൂലിട്ട്. അതല്ലേ വിശ്വാസി. അങ്ങനെ മനസ്സിലാക്കിയ സഹോദരന്മാരെ, എന്തൊരു സന്തോഷമാണ്. എന്ത് നഷ്ടപ്പെട്ടാലും സാരല്ല, അലല്ലാഹ്.
കാലം മുഴുവൻ സമ്പാദിച്ചു കൂട്ടിയ സമ്പാദ്യം ഒന്നാകെ ഒരു നിമിഷ നേരം കൊണ്ട് ഒന്നാകെ കത്തി ചാമ്പലായി എന്ന ഫോണ് വന്നാൽ സത്യവിശ്വാസി അറ്റാക്കായി വീഴൂല. ഒറ്റ വാക്ക സാരല്ല. നമ്മളൊക്കെ അള്ളാഹുവിലേക്ക് പോകേണ്ടവർ, നമ്മളൊക്കെ റബ്ബിനുള്ളവർ, ആ റബ്ബിലേക്ക് മടങ്ങേണ്ടവർ. അത് സമാധാനമാണ്. ബാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, ഭാര്യ മരിച്ചു, ഭർത്താവ് മരിച്ചു, മക്കൾ നഷ്ടപ്പെട്ടുവെന്ന വിവരം കിട്ടുമ്പോഴും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലദീന ഇദാ അസാബത്ഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവരാണ് ക്ഷമാലുക്കൾ, അവരാണ് ഫബശ്ശിരി സ്വാബിരീൻ. ക്ഷമാലുക്കൾക്ക് സന്തോഷ വാർത്ത അറിയിക്കണേ. ആ ക്ഷമാലുക്കൾ ഇതാണ്. എന്തൊക്കെ സംഭവിച്ചാലും അലല്ലാഹ്, എല്ലാം അല്ലാഹുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഞാനൊക്കെ റബ്ബിനെ ഏൽപ്പിച്ചവനാ. തവക്കൽതു അലല്ലാഹ് ഹസ്ബി അല്ലാഹ്, എനിക്കല്ലാഹ് മതി, എല്ലാം റബ്ബിനെ ഏൽപ്പിച്ചവനാണ്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തി ലിമാ മനഅ്ത. റബ്ബേ, നീ നൽകിയാൽ തടയാൻ ആരുമില്ല, നീ തടഞ്ഞാൽ നൽകാനും ആളില്ല. റബ്ബേ, നീ മക്കളെ തന്നു, നീ ആ മക്കളെ തിരിച്ചു വിളിച്ചു. നീ ഭാര്യയെ തന്നു, ആ ഭാര്യയെ നീ തിരിച്ചു വിളിച്ചു. നീ ഭർത്താവിനെ തന്നു, ആ ഭർത്താവിനെ നീ മടക്കി വിളിച്ചു. നീ സമ്പത്ത് നൽകി, നീ തന്നെ സമ്പത്ത് വേണ്ടെന്ന് വെച്ചു. റബ്ബേ, അൽഹംദുലില്ലാ, എല്ലാം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. റബ്ബേ, ഞാൻ നിനക്കുള്ളതാണ്, നിന്നിലേക്ക് മടങ്ങാനുള്ളതാണ്. ഈ സമാധാനം വേറെ എവിടെ കിട്ടുക? അല്ലെങ്കിൽ എന്താ, ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്ക് ആകെ ബേജാറായി, ടെൻഷനായി, ഓരോ അറ്റാക്കായി, ഓനാകെ ബോധം കെട്ട് വീണ് ഇനി എന്താ ചെയ്യാതാ. അത് വിചാരിക്കേണ്ടവരല്ല നമ്മൾ. അതിന് വിശ്വാസം ശരിയാവണം, ഈമാൻ ശരിയാകണം, അല്ലാഹുവിനെ അറിയണം. ആ പടച്ച റബ്ബിൽ ആത്മാർത്ഥമായി അചഞ്ചലമായി വിശ്വസിക്കാൻ എനിക്ക് അല്ലാഹ് മതി എന്നുള്ളത് നാവുകൊണ്ട് പറഞ്ഞാൽ പോരാ. റളീതു ബില്ലാഹി റബ്ബ, അല്ലാഹുവിനെ റബ്ബായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ്. അംഗീകരിച്ചു എന്നല്ല, തൃപ്തിപ്പെട്ടു. റളീതു ബില്ലാഹ്, തൃപ്തിപ്പെട്ടു. മുഹമ്മദ് നബിയെ നബിയായി തൃപ്തിപ്പെട്ടു. ആ നബി എന്തു പറഞ്ഞാലും എനിക്ക് ഇഷ്ടമാണ്. ആ നബി എന്ത് ഒഴിവാക്കാൻ പറഞ്ഞാലും എനിക്ക് ഇഷ്ടമാണത് ഒഴിവാക്കൽ. ആ നബി തങ്ങളുടെ കൽപ്പനകള് ആത്മാർത്ഥമായി ഏറ്റെടുക്കുന്നു. കാരണം എന്താ, അല്ലാഹുവിന്റെ റസൂലായി മുഹമ്മദ് നബിയെ തൃപ്തിപ്പെട്ടവരാണ് ഞാൻ. ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ടവരാണ് ഞാൻ. ഇസ്ലാമിൽ എന്തുണ്ടോ എനിക്ക് സന്തോഷമാണ്. ഇസ്ലാം പറഞ്ഞ വേഷം, ഇസ്ലാം പറഞ്ഞ ഭാഷ, ഇസ്ലാം പറഞ്ഞ ഭക്ഷണം, ഇസ്ലാം പറഞ്ഞ സംസ്കാരം, ഇസ്ലാം പറഞ്ഞ ജീവിത രീതികൾ എനിക്കിഷ്ടമാണ്. അത് എനിക്ക് വേണ്ടി അല്ലാഹ് വെച്ചതാണ്. എന്താ ദീനി വേഷം ഇങ്ങനെ? എന്താ സ്ത്രീകളെ വേഷം ഇങ്ങനെ? എന്തിനാ ഇപ്പൊ ഇസ്ലാമിൽ സ്ത്രീകളെ ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചത്? റബ്ബ് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി അല്ലാഹ് വെച്ചതാണ്. വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടവരാണ് ഞാൻ. എനിക്കത് ഇഷ്ടമാണ്. എന്തു കാര്യം പാടില്ല ദീൻ പറഞ്ഞോ, അത് പാടില്ല. ലഹരി പാടില്ല, മദ്യം പാടില്ല, മയക്കുമരുന്ന് പാടില്ല. ഇവിടെ സൂചിപ്പിച്ചല്ലോ ഇടവണ്ണ ടൗണിലെ ടോക്ക് ഷോ ലഹരിയുമായി ബന്ധപ്പെട്ട്. എന്താ പലേശം ലഹരി കൊണ്ട് ഉപയോഗിച്ചാൽ, എന്തോന്ന് മദ്യപിച്ചാൽ? അല്ല, എൻ്റെ റബ്ബ് അത് പാടില്ലെന്ന് പറഞ്ഞെങ്കിൽ അത് എനിക്ക് വേണ്ടിയാണ്. നമ്മളൊക്കെ ഇവിടെ മദ്യപിച്ചാൽ അല്ലാഹ്ക്ക് വല്ല നഷ്ടമുണ്ടോ? നമ്മളെല്ലാം കൂടി മദ്യം വേണ്ടെന്ന് വെച്ചാൽ അല്ലാഹ്ക്ക് വല്ല ലാഭമുണ്ടോ? ഒന്നുമില്ല. പിന്നെ എന്തേ ഇത് വേണ്ടെന്ന് പറഞ്ഞത്? മദ്യം പാടില്ല, മയക്കുമരുന്ന് പാടില്ല, പലിശ പാടില്ല, വ്യഭിചാരം പാടില്ല, കൈക്കൂലി പാടില്ല, സ്ത്രീധനം പാടില്ല, കൊള്ളലാഭങ്ങൾ പാടില്ല, ഹറാമായ സമ്പാദ്യങ്ങൾ പാടില്ല എന്ന് എന്തിനു പറഞ്ഞു? നമുക്ക് വേണ്ടിയാണ്, മനുഷ്യർക്ക് വേണ്ടിയാണ്, മനുഷ്യന്റെ മസ്ലഹത്തിനാണ്. ദീനിന്റെ മുഴുവൻ നിയമങ്ങളും ലിമസാലിഹിൽ ഇബാദ് അൽ ആജില വൽ ആജില, അടിമകളുടെ ഐഹികവും പാരത്രികവുമായ മസ്ലഹത്ത്, നന്മയ്ക്ക് വേണ്ടി ഇസ്ലാമിൽ നിയമമുള്ളൂ, അല്ലാത്ത നിയമമില്ല. ഇസ്ലാമിലെ മുഴുവൻ നിയമങ്ങളുടെയും അടിസ്ഥാന ലക്ഷ്യം മസാലിഹുൽ ഇബാദ്, അടിമകളുടെ മസ്ലഹത്തുകൾ, മനുഷ്യരുടെ മസ്ലഹത്തുകൾ, അൽ ആജില വൽ ആജില, ദുനിയാവിലെ ആഖിറത്തിലെയും മസ്ലഹത്തുകൾ, അദ്ദുന്യവിയ്യ വൽ ഉഖ്റവിയ്യ, ഐഹികവും പാരത്രികവുമായ മസ്ലഹത്തുകൾക്ക് വേണ്ടിയാണ് ഇസ്ലാമിൽ നിയമങ്ങളുള്ളത്. അത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അല്ലാഹ് എന്തു പറഞ്ഞാലും സമീനാവാത്ത. എന്താ ഇപ്പം അല്ലാഹ് അങ്ങനെ പറഞ്ഞു? എന്തേ ഇപ്പം റസൂൽ അങ്ങനെ പഠിപ്പിച്ചു? എന്തേ ഇപ്പം ഹദീസ് അങ്ങനെ വന്നു? അല്ല, ഹദീസുമായി ബന്ധപ്പെട്ട് ഒരാൾ സംസാരിച്ചപ്പോൾ മൂപ്പരിങ്ങനെ കേട്ടിങ്ങനെ നിന്നു. ഈ ഹദീസൊക്കെ ഓരോന്നിനും റെഫറൻസ് ചെയ്താൽ ബുഖാരി ഹദീസ് നമ്പടുത്തണം, മുസ്ലിമിൽ ഹദീസ് നമ്പടുത്തണം, ഓരോന്ന് ബുഖാരി മുസ്ലിം മൊത്തം ഹദീസ് പറഞ്ഞപ്പോൾ ഇയാൾ പറയാ ഇതൊക്കെ ബുഖാരി മുസ്ലിമിലുണ്ടോ? ഉണ്ട്. ഇനിയിപ്പോൾ എന്താ കാട്ടുക? ഒപ്പളാൾ പറയാ അല്ല ഇതിപ്പോൾ നമുക്ക് തള്ളാൻ പറ്റത്, എന്താ നീ ചെയ്യാം? അതല്ല നമ്മുടെ മനസ്സ്. എൻ്റെ റബ്ബ് പറഞ്ഞാൽ, എൻ്റെ റസൂല് പറഞ്ഞാൽ സമിഅനാ വഅതഅനാ, കേട്ടു അനുസരിച്ചു, സന്തോഷത്തോടെ സമാധാനത്തോടെ. നമ്മളെ വാപ്പ പറഞ്ഞാൽ സ്വീകരിക്കുമല്ലോ, ഉമ്മ പറഞ്ഞാൽ സ്വീകരിക്കുമല്ലോ, ഏറ്റവും വേണ്ടപ്പെട്ടവൻ പറഞ്ഞാൽ സ്വീകരിക്കുമല്ലോ. എങ്കിൽ എല്ലാവരേക്കാൾ വേണ്ടപ്പെട്ടവർ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ, അയ്യകൂനല്ലാഹു വറസൂലുഹു,
അഹബ്ബ ഇലൈഹി മിമ്മാ സിവാ. ഏറ്റവും പ്രിയപ്പെട്ടത് ഒന്ന് അല്ലാഹയാണ്, മറ്റല്ലാഹുവിന്റെ റസൂലാണ്. ആ അല്ലാഹുവിന്റെ റസൂലും എന്നോട് പറഞ്ഞു ചെയ്യാൻ, അൽഹംദുലില്ലാഹ് ഞാൻ ചെയ്യുന്നു. ആ അല്ലാഹുവിന്റെ റസൂലും പറഞ്ഞു ഒഴിവാക്കാൻ, ഞാൻ ഒഴിവാക്കുന്നു. എൻ്റെ ആഗ്രഹം അല്ലാഹുവിന്റെ തൃപ്തിയാണ്, എൻ്റെ ആവശ്യം സ്വർഗമാണ്. നാളെ പരലോകത്തെ സ്വർഗത്തിലേക്ക് എത്തണം, അതാ ഞാൻ ലക്ഷ്യമാക്കുന്നത്. റബ്ബിന്റെ സ്വർഗത്തിലേക്ക് എത്താൻ റബ്ബ് പറഞ്ഞപ്പോൾ ചെയ്യണം. റബ്ബിന്റെ സ്വർഗത്തിലേക്ക് എത്താൻ അല്ലാഹു റസൂൽ പഠിപ്പിച്ച പോലെ ചെയ്യണം. അത് ഞാൻ ചെയ്യുന്നു. അതിലെ ഷഹാദത്ത് എന്നെ ആദ്യം മോദി വെച്ച ആയത്തതാണ്. ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ആമനൂ ബില്ലാഹ്. ഇന്നമൽ മുഅ്മിനൂൻ, തീർച്ചയായും മുഅ്മിനീങ്ങൾ, ശരിയായ വിശ്വാസികൾ, താഴെ പറയുന്ന ലക്ഷണമൊത്തവര് മാത്രമാണ്. അല്ലാഹുവിനെ വിശ്വസിച്ചു അവർ, റസൂലിനെ വിശ്വസിച്ചു അവർ, സുമ്മ ലം യർതാബൂ, പിന്നെ സംശയിക്കുന്നില്ല. അല്ലാഹുവിനെ വിശ്വസിച്ചു, റസൂലിനെ വിശ്വസിച്ചു, സുമ്മ ലം യർതാബൂ, പിന്നെ സംശയിക്കുന്നില്ല. സൂറത്തുൽ ഹുജറാത്തിലെ വചനമാണ്. എന്ന് മാത്രമല്ല, വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ്, സമ്പത്ത് കൊണ്ട്, ശരീരം കൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ അവർ ജിഹാദ് ചെയ്യുന്നു, ത്യാഗം ചെയ്യുന്നു, പരിശ്രമങ്ങൾ ചെയ്യുന്നു. ഉലൈക ഹുമുസ് സ്വാദിഖൂൻ, അവരാണ് സ്വാദിഖീങ്ങൾ, അവരാണ് സത്യം പറഞ്ഞവർ. ഏതാണ് സത്യം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, ഞാൻ സാക്ഷിയാണ് അല്ലാഹുവല്ലാതെ ഇലാഹില്ല, ഞാൻ സാക്ഷിയാണ് മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണ്. ആ സാക്ഷ്യം പറഞ്ഞതിൽ സത്യം പാലിച്ചവർ അവരാണ്. ഞാൻ മുഅ്മിനാണ്, ഞാൻ മുസ്ലിമാണെന്ന വാദത്തിൽ സത്യസന്ധത പാലിച്ചവർ അവരാണ്. എന്താ വേണ്ടത്? അല്ലാഹുവിനെ വിശ്വസിക്കുക, റസൂലിനെ വിശ്വസിക്കുക, സുമ്മ ലം യർതാബൂ, പിന്നെ സംശയിക്കാതിരിക്കുക. വജാഹദു, ജിഹാദ് ചെയ്യുക, സമ്പത്ത് കൊണ്ട്, ശരീരം കൊണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ദീൻ നമ്മൾ പഠിക്കുക, ദീന് പഠിക്കുക, അത് ജീവിതത്തിൽ പാലിക്കുക. കഴിവിന്റെ പരമാവധി അല്ലാഹുവിന്റെ റസൂലും പഠിപ്പിച്ച രൂപത്തിൽ തന്നെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. എല്ലാ രംഗത്തും, വിശ്വാസ രംഗത്ത്, ആദർശത്തിൽ, ആശയങ്ങളിൽ, സംസ്കാരത്തിൽ, സംസാരത്തിൽ, വേഷവിധാനങ്ങളിൽ, ഭക്ഷണ പദാർത്ഥങ്ങളിൽ, ഇടപാടുകളിൽ, ക്രയവിക്രയങ്ങളിൽ, കൊടുക്കൽ വാങ്ങലുകളിൽ, എല്ലാ രംഗത്തും എൻ്റെ റബ്ബ് എന്താ പറഞ്ഞത്, എൻ്റെ റസൂൽ എന്താ പറഞ്ഞത്, അത് പ്രകാരം ജീവിതം ക്രമീകരിക്കുക. എല്ലാ രംഗത്തും പുരുഷന്മാർ നെരിയാണക്ക് താഴെ വസ്ത്രം ഇറങ്ങാതിരിക്കുക, അവിടത്ത് കാണിക്കാതിരിക്കുക. സ്ത്രീകൾ മുൻകൈയും മുഖമൊഴിച്ച് ബാക്കിയെല്ലാം നിർബന്ധമായും മറക്കുക. അവിടെ വിട്ടുവീഴ്ചയില്ല. അല്ലാഹുവിന്റെ നിയമമാണ്. ഖുർആനുമായി ബന്ധമുണ്ടാവുക, ഖുർആന് പഠിക്കുക, ഹദീസ് പഠിക്കുക, ദിക്റുകൾ, ദുആകൾ, തസ്ബീഹുകൾ, സ്വലാത്തുകൾ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക. അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ ജീവിതത്തിന്റെ ഭാഗമായി മാറുക. മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ, അക്സിറു മിൻ ദിക്രി ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ സുഖങ്ങളെയും തകർത്തെറിയുന്ന മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കണേ എന്നാണ് പഠിപ്പിച്ചത്. മരണം ഓർക്കുക. ഞാൻ മരിക്കും, എന്നെ കുളിപ്പിക്കും, എന്നെ കഫൻ ചെയ്യും, എന്നെ കൊണ്ടുപോകും, എന്നെ ഖബറിലേക്ക് ഇറക്കും. ആ ഖബർ മൂടിയിട്ട് എല്ലാവരും തിരിച്ചു പോകുന്ന രംഗമുണ്ട്. ആ ഖബറിൽ ഞാൻ ഒറ്റക്കാകുമെന്ന് നമ്മൾ ഓർക്കണം. ഇടക്കൊന്ന് എന്നും കാലാകാലം ഇവിടെ ജീവിക്കുന്നു മാത്രം വിചാരിച്ചാൽ പോരാ, ഞാൻ മരിക്കുമെന്ന് കൂടി ആലോചിക്കണം. എൻ്റെ മരണത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കണം. എന്നെങ്ങനെ ആളുകൾ വന്ന് കാണുന്നത്, എൻ്റെ മയ്യത്ത് വന്ന് കാണുന്നത്, എന്നെ കുളിപ്പിക്കുന്നത്, എന്നെ കൊണ്ടുപോകുന്നത്, എൻ്റെ മയ്യത്തും വെച്ചുകൊണ്ട് വസിയത്തുകൾ അവിടെ അനൗൺസ് ചെയ്യുന്നത്, എന്നെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത് നമ്മൾ ഓർക്കണം. നബി ഞങ്ങളും സ്വഹാബത്തും ഒരു മയ്യത്തുമായി ചെന്നു. ആ നിസ്കാരം കഴിഞ്ഞ് മറമാടാൻ വേണ്ടി ഖബറും കഴിച്ച് ചെന്നപ്പോൾ ഖബറിന്റെ പണി കഴിഞ്ഞിട്ടില്ല, കുറച്ചുകൂടെ പണി ബാക്കിയുണ്ട്. മയ്യത്ത് അവിടെ വെച്ചു ഖബറിന്റെ സമീപത്ത്. സ്വഹാബിമാരെല്ലാം അങ്ങനെ നിൽക്കുകയാണ്. നബി ഞങ്ങൾ അവിടെ ഇങ്ങനെ മെല്ലെ ഇരുന്നു. കാലുമിങ്ങനെ ഊന്നിയിട്ട് നബി ഇങ്ങനെ ഇരിക്കുക, നിലത്ത് ഇരുന്നിട്ടില്ല, കാല് മാത്രം നിലത്ത് കുത്തിയിട്ട് ഇങ്ങനെ ഊന്നി നബി ഇരിക്കുകയാണ്. നബിയുടെ കയ്യിൽ ഒരു ചെറിയ കൊള്ളിക്കഷ്ണമുണ്ട്. ആ കൊള്ളിക്കഷ്ണം പിടിച്ച് നബി ഇങ്ങനെ നിലത്തിങ്ങനെ വെറുതെ ഇങ്ങനെ വരച്ചുകൊണ്ട് നബി ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ്. ആരും ഒന്നും മിണ്ടുന്നില്ല. ഒരു ഖബറിന്റെ പണിങ്ങ നടക്കുന്നു, എല്ലാവരും അത് കാണുന്നു. തങ്ങളുടെ സഹോദരന്മാർപ്പെട്ട ഒരാളിങ്ങനെ കഫൻ ചെയ്ത് അവിടെ ഇങ്ങനെ അപ്പുറത്ത് കിടത്തിയിട്ടുണ്ട്. ഈ ഖബറിലേക്ക് ഇറക്കാനാണ് വന്നത്. എല്ലാവരും ഇങ്ങനെ വല്ലാത്തൊരു മൂകമായ അവസ്ഥ, ഒരാളും ഒന്നും മിണ്ടുന്നില്ല, ഒന്നും സംസാരിക്കാത്ത അവസ്ഥ. ലഭിതങ്ങൾ ചില ഉപദേശങ്ങൾ പറഞ്ഞു ഖബറിനെ കുറിച്ച്, മരണത്തെക്കുറിച്ച്, അപ്പോൾ അനുഭവിക്കുന്ന അനുഭവങ്ങളെ പറ്റി നബിതങ്ങൾ ആ സമയത്ത് ചില ഓർമ്മപ്പെടുത്തലുകൾ നടത്തി. നബിതങ്ങൾ പറഞ്ഞു, ഇതേപോലെ ദിവസം നമുക്കും വരാനുണ്ട്. നമ്മുടെ മയ്യത്തും കൊണ്ടുവന്ന് വെച്ച് ഇതേപോലെ ഇറക്കാൻ കാത്തിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ രംഗത്തിനു വേണ്ടി നിങ്ങൾ പണിയെടുക്കണേ, അധ്വാനിക്കണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത്
ഓർമ്മപ്പെടുത്തി. ആ റസൂലും വഫാത്തായി, ആ സ്വഹാബിമാരും വഫാത്തായി, താബിഈങ്ങൾ വന്നു, അവരും വഫാത്തായി, താബികളുടെ കാലം വന്നു, അവരും വഫാത്തായി. തലമുറ മാറി 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 വന്നു. ഒരുപാട് വലിയ വലിയ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, മഹാരഥന്മാർ ജീവിച്ചു, അവരും വഫാത്തായി. ഒരുപാട് തെമ്മാടികളും തോന്നിവാസും ധിക്കാരികളും അക്രമികളും എല്ലാം ലോകത്ത് ജീവിച്ചു, അവരും വഫാത്തായി പോയി. എല്ലാവരും പോയി. ഫിർഔന് പോയി, ഖാറൂന് പോയി, ഹാമാന് പോയി, അബൂജഹലും അബൂലഹബും ഉത്ബത്തും ശൈബത്തും അടക്കമുള്ള എല്ലാവരും മണ്ണടിഞ്ഞു പോയി. വലിയ വലിയ മനുഷ്യന്മാർ അവരും മരണപ്പെട്ടു പോയി. ഇപ്പത് അവസാനം നമ്മുടെ സമയമെത്തി. ഇനി കുറച്ച് കഴിഞ്ഞാൽ നമ്മളും പോകും, നമ്മളും മരിക്കും. കാലാകാലം നിൽക്കില്ല. നമ്മുടെ വാപ്പമാർ, വല്ലിപ്പമാർ അവരൊക്കെ ഇവിടുന്ന് ജീവിതം അവസാനിച്ച് പോയി പലരും. അവർ സമ്പാദിച്ച സമ്പാദ്യങ്ങൾ ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. അവരെ ഭൂമി നമ്മുടെ കൈവശമുണ്ട്. പടുതുന്ന രാത്രി പോയിട്ട് ആധാരം എടുത്തുനിന്ന് വായിച്ചു നോക്കുക. ആധാരത്തിൽ ഇപ്പം നമ്മളെ പേരുണ്ടാകും. തൊട്ട് ബാക്ക് നോക്കിയാൽ നമ്മുടെ മുമ്പ് ആരുടെ ഭൂമി, അവരെ പേരുണ്ടാകും. അതിൻ്റെ ബാക്കിൽ ആരുടെ, അവരെ ഭൂമി പേരുണ്ടാകും. 3, 4, 5 ആളുകളെ പേരുകൾ അടിയാധാരങ്ങളിൽ കാണും. കഴിഞ്ഞൊരു 30 കൊല്ലം, 40 കൊല്ലം, 50 കൊല്ലം ഇത് ആരാണ് കൈവശം വെച്ചത്, അവരെ പേരൊക്കെ കാണും. അടുത്ത പ്രാവശ്യം നമ്മൾ മരിക്കുമ്പോൾ, നമ്മൾ വിൽക്കുമ്പോൾ വേറൊരാളുടെ കയ്യിലേക്ക് ആ ഭൂമി മാറും. അവരുടെ പേര് അവിടെ വരും. നമ്മളെ പേരുള്ളത് അടിയാധാരമായി മാറും. ഇതിങ്ങനെ മാറി 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 പോയിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ഭാര്യമാർ ഒരു പക്ഷേ നമ്മൾ നാളെ മരിച്ചാൽ അധികം ദൂരെയല്ലാതെ ആ ഭാര്യമാർ മറ്റു പലരും വിവാഹം കഴിച്ച് പോയേക്കാം. നമ്മുടെ മക്കൾ മറ്റു പല വഴിയേക്കും പോയേക്കാം. നമ്മുടെ വീടുകളിൽ നമ്മളൊഴിഞ്ഞ് മറ്റാരെങ്കിലുമൊക്കെ താമസമാക്കിയേക്കാം. ഇന്ന് നമ്മുടെ കച്ചവടം നാളെ ഒരു പക്ഷെ നമ്മൾ തുറക്കണമെന്നില്ല. ഇന്ന് നമ്മുടേതാണ് എല്ലാം ഒഴിവാക്കി നമ്മൾ ആ കടയിൽ പോയി നിൽക്കുന്നു. നമ്മുടെ കാലം കഴിഞ്ഞാൽ ഒരു പക്ഷെ മക്കൾ ഏറ്റെടുത്ത് നടത്തും. ചിലപ്പോൾ അവർക്ക് സൗകര്യമില്ല, ആ കച്ചവടം ഒഴിവാക്കി അത് കൊടുത്തു, മറ്റാരെങ്കിലും കച്ചവടക്കാരായി വന്നു. നമ്മുടെ ഓഫീസിൽ മറ്റു പലരുമാണ് കസേരയിലിരിക്കുക. നമ്മൾ പ്രസിഡന്റും സെക്രട്ടറിയുമായി അടുത്ത് പിന്നീട് മറ്റു പലരുമാണ് പ്രസിഡന്റും സെക്രട്ടറിയുമായി മാറുക. അങ്ങനെ എല്ലാം മാറി 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 വന്നുകൊണ്ടേയിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചുവല്ലോ, അള്ളാഹു നിങ്ങളെ ഒന്നിന് പിറകെ ഒന്നായി വരുന്ന പ്രതിനിധികളായി ഈ ഭൂമിയിൽ നിശ്ചയിച്ചിരിക്കുന്നു. തലമുറകൾ മാറി 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 വരും. നമ്മളൊക്കെ മരിച്ചു പോകും. നമ്മുടെ മക്കൾ വരും, പേരമക്കൾ വരും, അവരെ മക്കൾ വരും. തലമുറകൾ മാറിക്കൊണ്ടേയിരിക്കും. ഈ ഒരു യാത്ര സത്യമാണ്. ഇവിടുന്ന് പോകുമെന്ന് സത്യമാണ്. ബർസഖി ജീവിതം സത്യമാണ്. ഖബറിൽ കിടക്കേണ്ടി വരും. ഖിയാമത്ത് വരെ ആ ഖബറിൽ ഒന്നിൽ രക്ഷ അല്ലെങ്കിൽ ശിക്ഷ രണ്ടാളും അനുഭവിച്ചുകൊണ്ട് ആ ഖബറിൽ കിടക്കേണ്ടതുണ്ട്. സൂറിൽ ഊതും സത്യമാണ്. എല്ലാവരും നശിക്കും സത്യമാണ്. വീണ്ടും ഊതും സത്യമാണ്. എല്ലാവരും എണീക്കും സത്യമാണ്. മഹ്ശറിലേക്ക് എത്തും. ആർക്കും പോകാതിരിക്കാൻ കഴിയില്ല. ഞാനില്ല മഹ്ശറിലേക്ക് എന്ന് പറയാൻ കഴിയില്ല. എല്ലാവരും പോകും. കഅന്നഹും ഇലാ നുസ്ബിൻ യൂഫിദൂൻ, ഒരു നാട്ടക്കുറ്റിയിലേക്ക് ഒഴുകിപ്പോകുന്നത് പോലെ എല്ലാവരും അങ്ങനെ യൗമ യത്തബിഉന ദാഇയ ലാ ഇബജല, വിളിച്ച ഒരാളുടെ വിളി കേട്ട് അതിലേക്ക് ഇങ്ങനെ എല്ലാവരും ഓടിച്ചെല്ലുകയാണ്. ഖബറിൽ നിന്ന് പുറത്തേക്ക് അവർ ഖബറിൽ നിന്ന് ധൃതിപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് വരും. കഅന്നഹും ഇലാ നുസ്ബിൻ യൂഫിദൂൻ, ഒരു നാട്ടക്കുറ്റിയിലേക്ക് ലക്ഷ്യമാക്കി ഒഴുകിപ്പോകുന്നത് പോലെ നമ്മളെല്ലാം പോകും. ഉടുക്കാൻ വസ്ത്രമില്ല, കാലിൽ ചെരുപ്പില്ല, അതേപോലെ ചേലാകർമ്മം ചെയ്യപ്പെട്ടിട്ടില്ല. ആ ഒരു അവസ്ഥയിൽ എല്ലാവരും വരും അല്ലാഹുവിന്റെ മുമ്പിൽ. മഹ്ശറ വൻസഭയിൽ നിൽക്കും. സത്യമാണത്. മീസാനുണ്ട്, ഹിസാബുണ്ട്, സിറാത്തുണ്ട്, ചോദ്യമുണ്ട്, എല്ലാം സത്യമാണ്. അവസാനം ഒന്നുകിൽ നരകത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക്, അതും സത്യമാണ്. ജീവിക്കുന്നില്ല, മരിക്കുന്നുമില്ല എന്ന് പറഞ്ഞ ദയനീയമായ അവസ്ഥയാണ് നരകാഗ്നിയിൽ. സ്വർഗത്തിലാണെങ്കിൽ സന്തോഷം മാത്രമാണ്. മരിക്കുമ്പോൾ തന്നെ സന്തോഷ വാർത്തയാണ്. യാ അയ്യുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ, സമാധാനമടഞ്ഞ ആത്മാവേ വരൂ, അല്ലാഹ്ക്ക് നിന്നെ തൃപ്തിയാണ്, നിനക്ക് അല്ലാഹുവിനെയും തൃപ്തിയാണ്. അതാണ് കണ്ടീഷൻ. നമുക്ക് അല്ലാഹുവിനെ തൃപ്തിയാവണം എങ്കിൽ അല്ലാഹ്ക്ക് നമ്മളെയും തൃപ്തിയാകും. റാദിയതൻ മർദിയ, അതാ സ്വഹാബിമാർ നേടിയെടുത്തത്. റളിയല്ലാഹു അൻഹും വറളു അൻഹു, അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടു. നമുക്ക് പറയാൻ കഴിയോ എനിക്ക് അല്ലാഹുവിനെ തൃപ്തിയാണ്, ഞാൻ റബ്ബിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? എങ്കിൽ അല്ലാഹു തആല നമ്മയും തൃപ്തിപ്പെടും. ആ നിലയ്ക്ക് ജീവിതത്തെ മാറ്റാൻ നാം പരിശ്രമിക്കുക. സ്വർഗം കിട്ടിയേ പറ്റൂ, നരകം സഹിക്കാൻ കഴിയില്ല. ദുനിയാവിലെ നിസ്സാരമായ ചൂട് പോലും തീയ് പോലും അനുഭവിക്കാൻ കഴിയാത്ത, അതുപോലും താങ്ങാൻ കഴിയാത്ത സാധുക്കളാണ് നമ്മളൊക്കെ. ഒരു കൊതുക് കടിച്ചാൽ അത് സഹിക്കാൻ കഴിയാത്ത സാധുക്കളാണ് നമ്മളൊക്കെ. ഒരു ഉറുമ്പ് കടിച്ചാൽ ആ വേദന താങ്ങാൻ പറ്റാത്തവർ നമ്മളൊക്കെ. ഒരു ചെറിയ പ്രാണി കുത്തിയാൽ, ഒരു തേനീച്ച കുത്തിയാൽ അത് അനുഭവിക്കാൻ സഹിക്കാൻ കഴിയാത്ത ദുർബലന്മാരാണ് നമ്മളൊക്കെ. ഒന്ന് പനിച്ചാൽ അവിടെ കിടക്കും നമ്മൾ, ഒന്ന് വയറിളകിയാൽ അവിടെ കിടക്കും നമ്മൾ, ഒരു തലവേദന ഉണ്ടായാൽ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ. എങ്കിൽ ഈ ദുനിയാവിലെ തീയിൻ്റെ
70 ഇരട്ടി ചൂടുള്ള നരകാഗ്നിയിൽ ഫിർഔനിന്റെ കൂടെ, ഖാറൂനിന്റെ കൂടെ, ഹാമാനിന്റെ കൂടെ, അബൂലഹബിന്റെ കൂടെ, അബൂജഹലിന്റെ കൂടെ, പിശാചുക്കളുടെ കൂടെ, ലോകം കണ്ട തെമ്മാടികളുടെ തോന്നിവാസികളുടെ കൂടെ ആ നരകാഗ്നിയിൽ അറ്റമില്ലാത്ത കാലം നരകത്തിന് ഇന്ധനമായി വിറകായി ഉപയോഗിക്കുന്നത് മനുഷ്യനും കല്ലുകളുമാണ് എന്നാണല്ലോ. അവിടെ നരകത്തിന്റെ വിറകായി ഈ ശരീരം മാറുന്ന ഗതി സഹോദരങ്ങളെ വല്ലാത്ത വേദനാജനകമാണ്. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. സ്വർഗത്തിലേക്ക് എത്തണം. നിബിധങ്ങൾ പറഞ്ഞു, ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് കുത്താൻ സ്ഥലം കിട്ടുകയാണെങ്കിൽ ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ, അതാണ് ദുനിയാവ് മുഴുവനും, അതിനെ മുഴുവനും കിട്ടുന്നതിനേക്കാളും ഖൈറായത് ഒരു ചാട്ടവാറ് കുത്താൻ സ്വർഗത്തിൽ ഇടം കിട്ടലാണ് എന്നാണ്. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ആരാണോ നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നത് അവനാണ് വിജയിച്ചവൻ തീർച്ചയെന്നാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ നിലക്കുള്ള ഒരു ജീവിത രീതി ഉണ്ടാക്കിയെടുക്കാൻ നാം പരിശ്രമിക്കുക. സ്വർഗം കിട്ടണം, അത് നമ്മുടെ അജണ്ടയായി മാറണം, അത് ആഗ്രഹമായി മാറണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. ജീവിതത്തിൽ എന്ത് ചെയ്യുമ്പോഴും ഇതെന്നെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുമോ, അതല്ല സ്വർഗം നഷ്ടപ്പെടുത്തുമോ എന്ന ചിന്തയോടെ എല്ലാ രംഗത്തും അള്ളാനെ ഓർത്തുകൊണ്ട് ഹക്കും ബാത്തിലും നോക്കി ഹറാമും ഹലാലും നോക്കി മാത്രം മുന്നോട്ട് പോവുക. കളവുകൾ പറയല്ല, അശ്ലീലമായത് കാണല്ല, തോന്നിവാസങ്ങൾ പറയല്ല, പരിഹാസങ്ങൾ പറയല്ല, ഇരട്ട പേരുകൾ വിളിക്കല്ല. ഒരുപാട് പേരിട്ടുകൊണ്ട് പലരെയും ആക്ഷേപിച്ച് ഒപ്പം നടന്ന മനുഷ്യന്മാരെ, തൗഹീദുള്ളവരെ, മുജാഹിദുകളെ, മുവഹിദുകളെ പോലും അവൻ ജിന്നൂരിയാണ്, അവൻ മറ്റതാണ് മറിച്ചതാണെന്ന് പറഞ്ഞ് അനാവശ്യമായ പേര് വിളിച്ച് ആ വക സംസ്കാരങ്ങൾ സഹോദരന്മാരെ ദോഷമല്ലാതെ നഷ്ടമല്ലാതെ മറ്റെന്താണ് നമുക്കുണ്ടാവുക? ഗുണകാംക്ഷയോടെ ഉപദേശിക്കാം, തെറ്റുകണ്ട പറഞ്ഞു കൊടുക്കാം, അവൻ നമുക്ക് ഉപദേശിക്കാം, നല്ല വഴി കൊണ്ടുപോകാൻ ശ്രമിക്കാമെന്നല്ലാതെ അനാവശ്യമായ പദപ്രയോഗങ്ങൾ നടത്തല്ല, ഒരാളെയും ആക്ഷേപിക്കല്ല, ഒരാളെയും പരിഹസിക്കല്ല, മോശമായത് ചെയ്യല്ല. നമ്മുടെ ദൗത്യം ഒരുപാടുണ്ട്. ആ ദൗത്യം നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ആത്മാർത്ഥമായി മുന്നോട്ട് പോവുക. ആയുസ് കുറച്ചേയുള്ളൂ. എപ്പോഴാ മരിക്കുക നമുക്കറിയില്ല. ഇന്ന് മരിച്ചേക്കാം, നാളെ മരിച്ചേക്കാം, പറയാൻ കഴിയില്ല. എപ്പോൾ അവസാനിച്ചാലും ഈ ജീവിതം എനിക്ക് സന്തോഷമായി മാറി, ഈ ജീവിതം ലാഭമായി മാറി, സ്വർഗം നേടാൻ ഈ ജീവിതം കൊണ്ട് സാധിച്ചു എന്ന് പറയാൻ കഴിയണം. അല്ലെങ്കിൽ 50, 60, 70, 80 കൊല്ലം ജീവിച്ചിട്ട് വലിയ വലിയ സ്ഥാനങ്ങൾ വഹിച്ചിട്ട് ദീനിന് വേണ്ടി പരിശ്രമിച്ചിട്ട് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിട്ട് അവസാനം നരകത്തിലേക്കാണ് പോയത് എങ്കിൽ അതിനേക്കാൾ നട്ടക്കാർ മറ്റാരുണ്ട് സഹോദരങ്ങളെ? അതുകൊണ്ട് നമ്മൾക്ക് സ്വർഗം കിട്ടിയേ പറ്റൂ. എല്ലാവരും സ്വർഗത്തിലേക്ക് എത്തണം. അതിനുവേണ്ടി പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തുടനീളം അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് മുത്തഖീകളായി ജീവിക്കാൻ റബ്ബ് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ആയുസ്സിൽ, കച്ചവടങ്ങളിൽ, ഇടപാടുകളിൽ, സമ്പത്തിൽ, സന്താനങ്ങളിൽ, കുടുംബത്തിൽ എല്ലാം അല്ലാഹു തആല അവൻ്റെ ബറക്കത്ത് ധാരാളമായി വർഷിക്കുമാറാവട്ടെ. പ്രയാസപ്പെടുന്ന, രോഗികളായി കഴിയുന്ന, മറ്റൊട്ടനവധി പ്രയാസം ലഭിക്കുന്ന ആളുകൾക്കെല്ലാം അല്ലാഹു തആല ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അല്ലാഹു തആല തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടി ഇഖ്ലാസോടെ ജീവിതാവസാനം വരെ സേവനങ്ങൾ ചെയ്യാൻ അപ്പോൾ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ധാരാളം ദഅ്വാ സംരംഭങ്ങൾ ഇവിടെ നേരത്തെ അനൗൺസ് ചെയ്യപ്പെട്ടു. അവിടെയൊക്കെ കഴിവിൻ്റെ പരമാവധി എത്തിപ്പെടാൻ ഈ പ്രദേശത്തുള്ള എല്ലാവരും പരിശ്രമിക്കുക, അതിൻ്റെ ഭാഗമായി മാറുക. സമ്പത്ത് കൊടുക്കേണ്ട സ്ഥലത്ത് സമ്പത്ത് കൊടുക്കുക, പ്രാർത്ഥന എല്ലാത്തിനും നമ്മൾ ഉണ്ടാവുക, ശാരീരികമായി ഇടപെടാൻ പറ്റുന്ന രംഗത്ത് നമ്മൾ ഇടപെടുക. അതൊക്കെയാണ് ബാക്കി ഉണ്ടാവുക. ആ നിലയ്ക്ക് വകൂനു മഅസ്വാദിഖീൻ, സത്യസന്ധരുടെ കൂടെ നിങ്ങൾ ഉണ്ടാകണമെന്ന് അല്ലാഹു പറഞ്ഞ ആ ഒരു വാക്കിനെ, ആ ആയത്തിനെ ശിരസാ വഹിക്കാൻ, പ്രാവർത്തികമാക്കാൻ നാം പരിശ്രമിക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.